കിഡ്നി ഒരു റെനിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ പുറത്തേക്ക് വിടും. അത് ബ്ലഡ് പ്രഷർ കൂട്ടും. കാരണം കിഡ്നിക്ക് കൂടുതൽ ബ്ലഡ് കിട്ടണം. കിഡ്നി മനസ്സിലാക്കുന്നത് കിഡ്നിക്ക് മാത്രമല്ല എല്ലാ അവയവങ്ങൾക്കും ബ്ലഡ് കിട്ടുന്നത് കുറഞ്ഞിരിക്കുന്നു. മരുന്നുകൾക്ക് ശരിക്കും പറഞ്ഞ കാര്യമായിട്ട് റോളില്ല കിഡ്നിയുടെ ഡിസീസ് ട്രീറ്റ് ചെയ്യാനായിട്ട്. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാലും പ്രോബ്ലം ഒന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കിട്ടണം. രണ്ട് കിട്ടിക്കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനെ റിജക്ട് ചെയ്യാതിരിക്കാനായിട്ട് ലൈഫ് ലോങ് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കണം. കിഡ്നിക്ക് പ്രോബ്ലം വന്നാൽ ഡെഫിനറ്റ്ലി അതിന്റെ ഇമ്പാക്ട് ഹാർട്ടിൽ വരും. നെക്സ്റ്റ് ഉള്ളത് ഈ SLE എന്ന് പറയുന്ന സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമറ്റോസിസ്. അത് യൂഷ്വലി തുടങ്ങുമ്പോൾ കിഡ്നി അഫക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അത് ചിലപ്പോൾ 5, 8, 10 വർഷം കഴിയുമ്പോഴേക്കായിരിക്കും കിഡ്നി അഫക്ട് ചെയ്യുന്നത്. നമ്മൾ ഈ കിഡ്നി പേഷ്യൻസിന് കാണുന്ന പലർക്കും സോഡിയം ലോ ആയിരിക്കും, പൊട്ടാസ്യം അത് എൻഡ് സ്റ്റേജ് എത്തുമ്പോൾ. തുടക്കത്തിൽ ശരിക്കും അവരുടെ സോഡിയം കുറയുമായിരിക്കും ചെയ്യുന്നത്. കാരണം ഡയറ്റിലും സോഡിയം കുറയ്ക്കാൻ പറയും. BP ഉണ്ട്. ഈ BP കഴിക്കുന്ന മരുന്നുകളെല്ലാം സോഡിയം പുറത്തേക്ക് കളയിപ്പിക്കാനും പൊട്ടാസ്യം റീറ്റെയിൻ ചെയ്യാനുമാണ് നോക്കുന്നത്. പിന്നെ എരിത്രോപോയറ്റിൻ കുറയും. അപ്പം ബ്ലഡിന്റെ അളവ് കുറയും. അതാണ് കിഡ്നി പേഷ്യൻസിനൊക്കെ അനീമിക് ആവും. കിഡ്നി ഡിസീസിനെ പറ്റി ഉള്ള ഒരു 4 പാർട്ട് സീരീസ് ആണ്. അതിൽ 4 പാർട്ടിലെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് കിഡ്നി ഡിസീസ് എന്താണെന്നും അത് എങ്ങനെയൊക്കെയാണ് അത് ഉണ്ടാവുക എന്നുള്ളതുമാണ്. അടുത്ത പാർട്ട്, രണ്ടാമത്തെ പാർട്ട്, എന്തൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളതും എന്തെങ്കിലും സർജറി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും. പിന്നെ മൂന്നാമത്തത് കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് അതിൻ്റെ ഒപ്പം വരുന്ന വേറെ അസുഖങ്ങൾ ഏതൊക്കെയാണെന്നും അതേപോലെ തന്നെ കിഡ്നി ഡിസീസ് വന്നു കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന കോംപ്ലിക്കേഷൻസ്, കിഡ്നി ഡിസീസ് കാരണം വന്ന് കൂടുന്ന കോംപ്ലിക്കേഷൻസിനെ പറ്റിയും എങ്ങനെയാണ് ജീവിതശൈലി ക്രമീകരണം ഈ കോംപ്ലിക്കേഷൻസും ഈ പറഞ്ഞ വേറെ അസുഖങ്ങൾക്കും ഒക്കെ എങ്ങനെയാണ് വ്യത്യാസം വരുത്താൻ സാധിക്കുക എന്നുള്ളത്. നാലാമത്തെ സെഗ്മെൻറ്റിൽ നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, എങ്ങനെയാണ് കിഡ്നി ഡിസീസും കൂടെ വരുന്ന വേറെ മറ്റ് അസുഖങ്ങളും പിന്നെ കിഡ്നി ഡിസീസിൻ്റെ കോംപ്ലിക്കേഷൻസും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, റിവേഴ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നത്. ആദ്യത്തെ സെഗ്മെൻറ്റിൽ നമ്മുടെ ആദ്യത്തെ ചോദ്യം തന്നെ കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് എന്താണ്, അതുപോലെ ഏതൊക്കെ ടൈപ്പായിട്ടാണ് കിഡ്നി ഡിസീസുകൾ ഉള്ളത്. കിഡ്നി ഡിസീസ് ഏതൊക്കെ ടൈപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് 2 ടൈപ്പ് എന്നാണ് പറയാൻ പറ്റുക. അതിൽ ഒന്ന് പെട്ടെന്ന് വരുന്നത്, അത് ഇതിനെ വീക്ക് കിഡ്നി ഫെയിൽ ചെയ്ത് ഡയാലിസിസ് വേണ്ടി വരുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകും. മറ്റത് വളരെ ഗ്രാജുവലായിട്ട് 10, 20, 30, 40 വർഷം കൊണ്ട് ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയും. അത് പ്രോഗ്രസ് ചെയ്ത് വരുന്നത്. യൂഷ്വലി അക്യൂട്ട് വരുന്നത് നമ്മൾ എന്തെങ്കിലും പെട്ടെന്നുള്ള ഒരു ടോക്സിൻ എക്സ്പോഷർ വരുമ്പോഴാണ്. അത് മരുന്നുകളാകാം, ആൻറ്റിബയോട്ടിക് പോലെയുള്ള അല്ലെങ്കിൽ കീമോതെറാപ്പി പോലെയുള്ള മരുന്ന്, ഓർ ഈ ഡൈ ഇഞ്ചെക്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ വരുന്ന, അതായത് ഇൻവെസ്റ്റിഗേഷൻസിൻ്റെ ഒക്കെ കോൺട്രാസ്റ്റ് നെഫ്രോപ്പതി എന്ന് പറയുന്നത്. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നിട്ട് അത് ആ ഇൻഫെക്ഷൻ്റെ പാർട്ടായിട്ടും ആകാം, അല്ലെങ്കിൽ ഒരു കിഡ്നി ഇൻഫെക്ഷൻ ബാധിച്ചിട്ട് വരാം, അല്ലെങ്കിൽ അതിൻ്റെ ടോക്സിൻസ്, എൻഡോടോക്സിൻസിൻ്റെ ഭാഗമായിട്ട് ബേസിക്കലി പലതരം ടോക്സിൻസ്. അതുപോലെ ഈവൻ പാമ്പ് കടിച്ചാൽ ഈ ബീ സ്റ്റിങ്ങുകളൊക്കെ വരുമ്പം ചിലപ്പം ചിലർക്ക് അങ്ങനെയൊക്കെ വരാം. അപ്പം അതാണ് അക്യൂട്ട് എന്ന് പറയുന്നത്. അത് യൂഷ്വലി നമ്മൾ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യുകയും നല്ല ഡയാലിസിസും ഒക്കെ ചെയ്താൽ മിക്കവാറും അത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ഒരു കറക്റ്റ് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ അക്യൂട്ട് റീനൽ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അത് റിവേഴ്സ് ചെയ്യാം. പിന്നെ ചിലതിൽ ഈ ഡീഹൈഡ്രേഷൻ കൊണ്ടും വരാം. അതും ഈ പെട്ടെന്ന് ഒത്തിരി ബ്ലഡ് ലോസ് വരിക, അല്ലെങ്കിൽ ഡയറിയ, വോമിറ്റിംഗ് ഒക്കെ ഒന്നും വരാം. ഇതൊക്കെ നമുക്ക് കറക്റ്റ് മോഡേൺ മെഡിക്കൽ മാനേജ്മെൻറ്റ് വെച്ച് റിവേഴ്സ് ചെയ്ത് കിഡ്നി ഫംഗ്ഷൻ തിരിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ ക്രോണിക് റീനൽ ഫെയിലിയറിൻ്റെ മെയിൻ റീസൺസ് നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, റീനൽ റെക്കറൻറ്റ് റീനൽ സ്റ്റോൺ, ആത്രോസ്ക്ലെറോസിസ്, ഈ ഹാർട്ട് ഡിസീസും, പിന്നെ നമ്മൾ ഈ ക്രോണിക് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ, പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ കാര്യങ്ങൾക്ക് ക്രോണിക് ഡിസീസ് വരാം. അതിനകത്ത് നമ്മൾ അതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അപ്പം നമ്മൾ ലൈഫ് സ്റ്റൈൽ റിവേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. അപ്പം ഈ അത് എങ്ങനെയെന്നുള്ളത് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത്, അതിൻ്റെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്, ഡിസീസ് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് മാത്രമല്ല വരുന്നത്, അതിൻ്റെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സും കൂടെ കണ്ടുപിടിച്ച് അതിനെ റിവേഴ്സ് ചെയ്യാനുള്ള എഫർട്ട് എടുക്കണം എന്നുള്ളതാണ്. ശരിക്കും ഈ കിഡ്നി ഡിസീസിൻ്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും അതിൻ്റെ സിംറ്റംസ് ചിലപ്പം വേറെ പല അസുഖങ്ങളുടെയും സിംറ്റംസ് പോലെ ആവാം. അപ്പം ശരിക്കും ഇത് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? കൂടാതെ ഈ പറയുന്നത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ മാത്രമാണ് ശരിക്കും കിഡ്നി ഡിസീസിൻ്റെ കറക്റ്റ് സ്റ്റാറ്റസ് നമുക്ക് അറിയിക്കാൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ.
അതെന്തുകൊണ്ടാണ്? ബേസിക്കലി കിഡ്നി ഡിസീസിൽ കിഡ്നി ഫെയിൽ ചെയ്താൽ കഴിഞ്ഞ്, അതായത് റീനൽ കിഡ്നി ഡിസീസിന് ജനറലി 5 സ്റ്റേജ് ആയിട്ടാണ് പറയുന്നത്. ഈ 5 സ്റ്റേജിൽ തുടക്കത്തിൽ സ്റ്റേജ് 1ഉം 2ഉം 3ഉം ഈവൻ 4ലും ഈവൻ 5ന്റെ തുടക്കത്തിൽ പോലും ഒരു സിംറ്റം ഉണ്ടാവില്ല. പിന്നെ ഏർലി സിംറ്റംസ് എന്ന് പറയാവുന്നത് ഒരു ക്ഷീണം അല്ലെങ്കിൽ ചെറിയ നീര്, പ്രത്യേകിച്ച് നമ്മൾ ജനറലി പറയും ഏർലി മോർണിംഗ് ഫഫി ഫേസ്, അതായത് രാവിലെ എഴുന്നേൽക്കുമ്പം കണ്ണും മുഖമൊക്കെ വീർത്തിരിക്കുന്ന പോലെ തോന്നുന്നത്. ഇതൊക്കെയാണ് നമുക്കൊരു, പിന്നെ കാലിന് നീര് വരാം, അതൊക്കെയാണ് നമ്മളൊരു യൂഷ്വൽ സിംറ്റം ആയിട്ട് വരുന്നത് ഫെയിലിയറിലേക്കുള്ളത്. പിന്നെ നമ്മുടെ ഈ സ്റ്റോണിൻ്റെ വേദന, അല്ലെങ്കിൽ മൂത്രത്തിൽ പത വരിക, മൂത്രത്തിൽ കളർ വ്യത്യാസം വരിക, ഒരു റെഡിഷ് യൂറിൻ വരിക, ഇപ്പം നെഫ്രൈറ്റിസ്, അതുപോലെ പ്രോട്ടീൻ ലോസ് വരുന്നത്, അതൊക്കെയാണ് വരുന്നത്. പക്ഷെ ബേസിക് മേജർ സിംറ്റംസ് വരുമ്പോഴേക്കും നമ്മൾ കിഡ്നി ഫംഗ്ഷൻ കംപ്ലീറ്റ് പോയിട്ടുണ്ടാകും. യൂഷ്വലി കൊച്ചു പിള്ളേർക്കൊക്കെ ചിലപ്പോൾ ഈ നെഫ്രൈറ്റിസിനൊക്കെ പ്രഷറും മൂത്രത്തിലെ കളർ വ്യത്യാസമൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, അല്ലെങ്കിൽ നെഫ്രോട്ടിക് സിൻഡ്രോം വന്നു കഴിഞ്ഞാൽ നീര് വരുന്നത് അറിയാൻ പറ്റും. പക്ഷെ അല്ലാതെ യൂഷ്വലി വരുന്ന അഡൾട്ടിൽ വരുന്ന ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും IgA നെഫ്രോപ്പതിയും ഒക്കെ കൊണ്ടുവരുന്നതൊക്കെ എൻഡ് സ്റ്റേജിൽ മാത്രമേ നമ്മൾ അതിൻ്റെ സിംറ്റംസ്, കിഡ്നിയുടെ സിംറ്റംസ് കാണിക്കാൻ തുടങ്ങുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. ശരിക്കും ഈ ഹാർട്ടിന്റെ പ്രോബ്ലം ഉള്ളവർക്ക് കിഡ്നിയുടെ പ്രോബ്ലം ഉണ്ടാവാം, അതുപോലെ തന്നെ കിഡ്നിയുടെ പ്രോബ്ലം ഉള്ളവർക്ക് ഹാർട്ടിനെയും അത് ബാധിക്കും എന്നൊക്കെ പറയും. അപ്പം ശരിക്കും ഈ ഹാർട്ട് പേഷ്യൻസ് ഈ അവരുടെ കിഡ്നിയുടെ ആരോഗ്യത്തെ പറ്റി എന്താണ് മനസ്സിലാക്കേണ്ടത്? ഹാർട്ടിന് പ്രോബ്ലം വരുന്നത് സാധാരണ നമ്മുടെ കോമൺ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് കൊറോണറി ആർട്ടറി ഡിസീസാണ്, അതായത് ഹാർട്ടിലേക്കുള്ള രക്തക്കൊഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബോഡിയിൽ ഏകദേശം 6000 മൈൽസ് രക്തക്കൊഴലുകളുണ്ട്. കൊറോണറി ആർട്ടറി എന്ന് പറഞ്ഞാൽ അതിനകത്ത് വളരെ ചെറിയ പാർട്ടാണ് ഹാർട്ടിലേക്കുള്ളത്. ഇതിൽ മാത്രമല്ല ഈ ബ്ലോക്ക് ഉണ്ടാകുന്നത്, അത് എല്ലാ അവയവങ്ങളെയും അത് ബാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ കൊഴുപ്പിനടിയാനായിട്ട് ഹാർട്ടിൻ്റെ രക്തക്കൊഴലുകൾക്ക് മാത്രമല്ല പ്രിഫറൻസ്, എല്ലായിടത്തും അത് അടിയും. അത് കിഡ്നിയിലേക്കും വരും. കിഡ്നിയുടെ രക്തക്കൊഴലുകളിലേക്ക് വരുമ്പോൾ കിഡ്നിയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോഴാണ് യൂഷ്വലി BP കൂടാൻ തുടങ്ങുന്നത്. അതാണ് അതിൻ്റെ ഒരു മെക്കാനിസം. കിഡ്നിയിലേക്ക് രക്തക്കൊഴലം കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി ഒരു റെനിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ പുറത്തേക്ക് വരും. അത് ബ്ലഡ് പ്രഷർ കൂട്ടും. കാരണം കിഡ്നിക്ക് കൂടുതൽ ബ്ലഡ് കിട്ടണം. കിഡ്നി മനസ്സിലാക്കുന്നത് കിഡ്നിക്ക് മാത്രമല്ല എല്ലാ അവയവങ്ങൾക്കും ബ്ലഡ് കിട്ടുന്നത് കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ കൂടുതൽ ഹാർട്ട് കൂടുതൽ, ഇപ്പം കിഡ്നി പറയും ഹാർട്ടിനോട് കൂടുതൽ പമ്പ് ചെയ്യാൻ പറയും. പിന്നെ വോളിയം കുറവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് ബോഡിക്ക് പ്രത്യേക മെക്കാനിസങ്ങളുണ്ട്. ഡീഹൈഡ്രേഷൻ ആണെങ്കിൽ ബാക്കി അത്യാവശ്യം ഇല്ലാത്തടത്തോട്ടുള്ള രക്തക്കൊഴലുകളൊക്കെ ചുരുങ്ങും. അപ്പം അങ്ങനെ നമുക്ക് ബോഡിക്ക് അതിനൊരു ഹീമോസ്റ്റേസിസ് മെക്കാനിസം ഉണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അപ്പം കിഡ്നിക്ക് ബ്ലഡ് പ്രഷർ കൂടിയാലും ഹാർട്ടിനാണ് വർക്ക് ലോഡ് കൂടുക. അപ്പം വർക്ക് ലോഡ് കൂടുമ്പോൾ എന്ത് പറ്റും, നമുക്ക് കൂടുതൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ മസിൽ വീർത്ത് വരുമല്ലേ, ഹാർട്ടിൻ്റെ മസിൽ വീർത്ത് വരും. അതാണ് നമ്മൾ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി എന്നൊക്കെ പറയുന്നത്, ഹാർട്ടിൻ്റെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ ഹാർട്ടിൻ്റെ കൂടുതൽ മസിൽ വന്നു കഴിയുമ്പോൾ മസിലിലേക്ക്, പക്ഷേ ഹാർട്ടിൻ്റെ രക്തക്കൊഴൽ ബ്ലോക്ക് ആയിട്ടിരിക്കുക, മസിൽ ഒത്തിരി ഉണ്ട്, അതിന് കൊടുക്കാൻ ബ്ലഡ് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. അപ്പം നമ്മൾ ഹാർട്ട് പേഷ്യൻസ് എപ്പോഴും റീനൽ ഫംഗ്ഷനും കൂടെ നോക്കുക. പിന്നെ വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഹാർട്ടിൻ്റെ പേഷ്യൻസിന് നമ്മൾ ഹാർട്ടിന് പ്രോബ്ലം അറ്റാക്ക് വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ പോയി ഈ റീനൽ ഫംഗ്ഷൻ ഒന്നും ആരും അത്ര നോക്കില്ല. അപ്പോൾ പോയി നമ്മൾ ആൻജിയോഗ്രാം ചെയ്യും, അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യും. അതിന് വേണ്ടിയിട്ട് കോൺട്രാസ്റ്റ് ഇഞ്ചെക്ട് ചെയ്യേണ്ടി വരും. അത് കിഡ്നിക്ക് ഡാമേജ് വരും. അപ്പം അത് തുടക്കം ഈ അറ്റാക്ക് പോലെ വന്ന സമയത്ത് ശരിക്കും റീനൽ ഫംഗ്ഷൻ സ്റ്റേജ് 2 എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ അത് 3ലേക്ക് പോകും. 3 ഉള്ളവരാണെങ്കിൽ 4ലേക്ക് പോകും. 4 ഉള്ളവരാണ് സ്റ്റേജ് 5 റീനൽ ഫെയിലിയറിലേക്ക് പോകും. അപ്പം നമ്മൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹാർട്ട് പേഷ്യൻസ്, പ്രത്യേകിച്ച് കൊളസ്ട്രോളിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, ഡയബറ്റീസിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഹൈപ്പർ ടെൻഷന് മരുന്ന് കഴിക്കുന്നത്, ഇവരൊക്കെയാണല്ലോ ഹാർട്ട് പേഷ്യൻ്റായി മാറുന്നത്. ഇവരെല്ലാം കിഡ്നി ഫംഗ്ഷൻ നോക്കണം. അവരുടെ GFR എന്താണെന്നും അതുപോലെ ആൽബുമിനുറി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും കൂടെ നോക്കി വയ്ക്കുക. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളിതൊക്കെ റിവേഴ്സ് ചെയ്യാവുന്ന അസുഖമാണ്. ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ശരിക്കും ഇതിനൊന്നും നമ്മൾ കറക്റ്റായിട്ട് ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. കറക്റ്റായിട്ട് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനൊന്നും നമ്മൾ മരുന്ന് കഴിക്കേണ്ട കാര്യമില്ല. മരുന്നുകളെല്ലാം നമുക്ക് കിഡ്നിക്ക് ഓവർലോഡാണ് വരുത്തുന്നത്. അപ്പോൾ അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ബേസിക്കലി നമ്മൾ ഡിസീസ് റിവേഴ്സ് ചെയ്യാൻ ഏറ്റവും പ്രധാനം നമ്മൾ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് കിഡ്നിയുടെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് അറിയാം. പ്രത്യേകിച്ചും എന്തിനെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ അവരെല്ലാം അത് നോക്കിയിരിക്കണം. ഈ ഹോർമോൺ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഇപ്പം വളരെ കൂടി വരുന്നൊരു കാര്യമാണല്ലോ. അതേസമയം ഈ കിഡ്നിയുടെ അസുഖമുള്ളവർക്ക് ഹോർമോൺ പ്രശ്നങ്ങളും അതുപോലെ ഹോർമോൺ പ്രശ്നങ്ങളുള്ളവർ കിഡ്നി പ്രോബ്ലം ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. എന്താണ് ഈ കിഡ്നി ഹോർമോൺസുമായിട്ടുള്ള കണക്ഷൻ? ഈ ഹോർമോൺസ് ഒക്കെ നമ്മൾ ഓൾ ഓവർ ദ ബോഡിയാണ് ആക്ട് ചെയ്യുന്നത്.
ബേസിക്കലി. ഇപ്പം തൈറോയ്ഡ് അതിനൊരു റോള് കിഡ്നിയിലുണ്ട്, അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി എന്നുള്ള അല്ല ബ്രെയിനിൽ നിന്നുള്ള ഹോർമോൺസ് എല്ലാം നമ്മളെ കൺട്രോൾ ചെയ്യാൻ വരുന്നുണ്ട്. അപ്പം കിഡ്നി ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും കരുതുന്ന ഒരു കിഡ്നി ഒരു എക്സ്ക്രീറ്ററി ഓർഗൻ മാത്രമാണെന്നാണ്. പക്ഷെ ബേസിക്കലി കിഡ്നി ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡും കൂടെയാണ്. കിഡ്നിയാണ് റെനിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട്. റെനിൻ, ആൻജിയോടെൻസിൻ, ആൾഡോസ്റ്ററോൺ മെക്കാനിസം. ആൻജിയോടെൻസിൻ ഉണ്ടാക്കുന്നത് ലിവറാണ്, അതും ഒരു ഹോർമോണാണ്. നമ്മൾ ലിവറിനെയും അങ്ങനെ ഒരു ഹോർമോണൽ ഗ്രന്ഥി എന്ന് കാണുന്നില്ല. പിന്നെ ആൾഡോസ്റ്ററോൺ, അത് നമ്മുടെ കിഡ്നിയുടെ മുകളിലിരിക്കുന്ന ഒരു അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞ അതിലാണ് ഉണ്ടാക്കുന്നത്. ഇവർ 3 പേരുമാണ് ഇതിന്റെ മെയിൻ പ്ലേയേഴ്സ്. ബ്ലഡ് വോളിയവും ബ്ലഡ് പ്രഷറും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്, ബ്ലഡ് സർക്കുലേഷന്റെ അതിന്റെ ഈവൻ ഹാർട്ട് ബീറ്റിനെയൊക്കെ നിയന്ത്രിക്കുന്നതിൽ ഇവരാണ് ഒരു മെയിൻ പങ്ക് വഹിക്കുന്നത്. അതുകൂടാതെ ഹാർട്ടിൽ നിന്നുള്ള ഹോർമോൺസ് ഉണ്ട്, ANP എന്ന് പറഞ്ഞ്, പിന്നെ ബ്രെയിനിൽ നിന്ന് വരുന്ന പിറ്റ്യൂട്ടറി എന്നുള്ള ആൾഡോസ്റ്ററോൺ, ഈവൻ ദിസ് റെനിൻ, ആൻജിയോടെൻസിൻ. ഈ ആൻജിയോടെൻസിന് റോളുണ്ട് ലങ്സും ഒരു ആൻജിയോടെൻസിന്റെ വേറൊരു മോർ ആക്റ്റീവ് ഫോം ആക്കി മാറ്റുന്നുണ്ട്. സോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഹോർമോൺ ഒരിടത്ത് മാത്രമല്ല വർക്ക് ചെയ്യുന്നത്, ഈവൻ അത് ഡിഫറെൻറ്റ് ലെവലിലാണ്, ഡിഫറെൻറ്റ് ഓർഗനുകൾ വഴിയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു കിഡ്നി ഉണ്ടാക്കുന്ന വേറൊരു മെയിൻ ഹോർമോൺ എന്ന് പറയുന്നത് എരിത്രോപോയറ്റിനാണ്. എരിത്രോപോയറ്റിനാണ് നമ്മുടെ ചുമന്ന രക്താണുക്കളും ഹീമോഗ്ലോബിനും ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഹീമോഗ്ലോബിൻ്റെ കുറവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കിഡ്നി ഫെയിലിയറിലേക്ക് പോകുന്ന പേഷ്യൻസിന് എരിത്രോപോയറ്റിൻ ഇല്ല. അപ്പോൾ എരിത്രോപോയറ്റിൻ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. കിഡ്നി ഫൈനൽ സ്റ്റേജ് ഓഫ് ലേറ്റ് സ്റ്റേജ് കിഡ്നി ഡിസീസ് പേഷ്യൻറ്റിന് കിഡ്നിക്ക് എരിത്രോപോയറ്റിൻ ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളത് ആർട്ടിഫിഷ്യലി കൊടുക്കേണ്ടി വരും. പിന്നെ വേറൊരു മെയിൻ ഹോർമോൺ ഇൻസുലിനാണ്. ഇൻസുലിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിയിൽ ആക്ഷൻ ഉണ്ട്. ഇൻസുലിൻ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സോഡിയം റിട്ടൻഷൻ ഉണ്ടാക്കും, സോഡിയത്തിനെ പിടിച്ചു നിർത്താൻ നോക്കും. ഇപ്പോൾ പിടിച്ചു നിർത്തുമ്പോൾ എന്ത് പറ്റും, പ്രഷർ വരും. അതുകൊണ്ടാണ് ഡയബറ്റിക് പേഷ്യൻ്റ് വൺസ് മരുന്ന് കഴിക്കാനോ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കാനോ തുടങ്ങുമ്പോഴേക്കും അവർക്ക് പ്രഷർ കൂടും. അപ്പോൾ ഡയബറ്റീസിന് മരുന്ന് കൂട്ടുന്നതനുസരിച്ച് പ്രഷർ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പ്രഷറിൻ്റെ മരുന്ന് കൂട്ടേണ്ടി വരും. കാരണം എന്താ, നമ്മൾ ഈ ടൈപ്പ് 2 ശരിക്കും ടൈപ്പ് 1 ഡയബറ്റീസിൽ മാത്രമേ ഇൻസുലിൻ്റെ കുറവുള്ളൂ. അത് പല ആൾക്കാർക്കും അറിയത്തില്ല, പബ്ലിക്കിന് ഒട്ടും തന്നെ അറിയത്തില്ല. ഈവൻ ഓൾഡ് ജനറേഷൻ ഡോക്ടേഴ്സിന് പോലും ഈ ലേറ്റസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾക്ക് ഒരു 40 or 50 years ഒക്കെ ബാക്കി ഞങ്ങൾക്ക് പഠിക്കുന്ന കാലത്ത് ഇതൊന്നും അറിയില്ല. നമുക്കിതിൻ്റെ ഒന്നും ബേസിക് മെക്കാനിസംസും ഒന്നും അറിയില്ല. ഇൻസുലിൻ ഉണ്ട്, ഇൻസുലിൻ ഇഞ്ചക്ഷൻ, ഡയബറ്റീസ് ഓർ ഇൻസുലിൻ, അങ്ങനെയുള്ള ഒരു ഡയബറ്റീസിനാണ് ഇൻസുലിൻ ഇഞ്ചക്ഷൻ കൊടുക്കാം. ആ ഒരു രീതിയിലുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് മോർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഇൻസുലിൻ പ്രഷർ കൂട്ടും, പ്രഷർ അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കും, അങ്ങനെ കുറേ മെക്കാനിസംസ് ഉണ്ട് വരുന്നത്. അപ്പം അതാണ് ശരിക്കും ബേസിക്കലി പല ഹോർമോൺസ് എല്ലാം ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ കഴിക്കുന്ന മരുന്നുകളെല്ലാം തന്നെ പ്രഷറിന് വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നിൻ്റെ എല്ലാം ടാർഗറ്റ് ഈസ് ഒരു പരിധി വരെ ടാർഗറ്റ് കിഡ്നിയാണ്. അല്ലെങ്കിൽ ഈ കിഡ്നിയെ ഈ പ്രഷർ ഈ കിഡ്നി ഉണ്ടാക്കുന്ന റെനിനെ ഡിഫറെൻറ്റ് പാത്വേസ് ഉണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും ആണ് ബ്ലോക്ക് ഉണ്ടാക്കാനാണ് ശരിക്കും നമ്മുടെ BP ക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകളെല്ലാം ശ്രമിക്കുന്നത്. പിന്നെ എല്ലാ മരുന്നുകളും എക്സ്ക്രീറ്റ് ചെയ്യാൻ, അതായത് അതിൻ്റെ മെറ്റബോളിസം കഴിഞ്ഞ് പുറത്തേക്ക് വിടാൻ വിസർജ്യവസ്തുവാക്കി വിടുന്നത് കിഡ്നിയാണ്. അപ്പോൾ എല്ലാ മരുന്നും കിഡ്നിക്ക് വർക്ക്ലോഡ് ഉണ്ടാക്കും, കിഡ്നിക്ക് ദോഷം ചെയ്യും. ഈ വയറിൻ്റെ അസുഖം ഉള്ളവർക്ക് പറയുന്നത് വയറും കിഡ്നിയും തമ്മിൽ ഒരു കണക്ഷനാണ്. അപ്പം വയറിൻ്റെ അസുഖം ഉള്ളവർക്ക് കിഡ്നിയുടെ കാര്യത്തെപ്പറ്റി എന്താണ് കൂടുതലും മനസ്സിലാക്കേണ്ടത്? വയറിന് അസുഖം എന്ന് പറയുമ്പോൾ അവിടെ ഈ നമ്മളുടെ ഇപ്പം സ്കിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇതാണല്ലോ, കവചമാണല്ലോ. അതുപോലെ ഇന്റേണലി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഇൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ വെരി ലോങ് ആണ്, അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അതെല്ലാം ഫോൾഡ് ആയിട്ടാണ്. ഒരു വലിയ സർഫസ് ഏരിയ ഉണ്ട്, സ്കിൻ പോലെയല്ല, മച്ച് ബിഗർ സർഫസ് ഏരിയ ആണ് ഈ ഉള്ളിലെ നമ്മുടെ ഇൻഡസ്റ്റൈന്. നമ്മുടെ ഈ അന്നനാളം, സ്റ്റൊമക്ക്, പിന്നെ സ്മോൾ ഇൻഡസ്റ്റൈൻ, പിന്നെ ലാർജ് ഇൻഡസ്റ്റൈൻ, പിന്നെ റെക്ടം ഉണ്ട്. ഇതെല്ലാം കൂടി കൂടുമ്പോൾ വലിയ ലാർജ് ഏരിയ ആണ്. അപ്പം അവിടെ എന്തെങ്കിലും കുരുക്കളോ അൾസറോ ഒക്കെ വരുന്നതാണല്ലോ. എല്ലാ വയറിന് അസ്വസ്ഥത വരുമ്പോൾ അവിടെ എന്തെങ്കിലും കുരുക്കളോ അൾസറോ ഒക്കെ വന്നിട്ടുള്ളപ്പോഴാണ് വയറിന് അസ്വസ്ഥത വരുന്നത്. അപ്പോൾ എന്ത് പറ്റും, ഈ ഇൻഡസ്റ്റൈനകത്ത് കിടക്കുന്ന നമ്മുടെ സ്കിന്നിനെ പോലെ അത്രയും ക്ലീൻ അല്ല. സ്കിന്നിൽ തന്നെ ബാക്ടീരിയസ് ഉണ്ട്, ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻ വരാം. പക്ഷേ ഈ വയറിനകത്ത് നമുക്കൊരു അൾസറോ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എന്താ, അതിനകത്ത് മുഴുവൻ ബാക്ടീരിയസ് നമുക്കറിയാം. സ്റ്റൂൾ അൺഹൈജീനിക്കാണ്, ഒമിറ്റസ് നമുക്കറിയാം, നമുക്കതെല്ലാം അൺഹൈജീനിക്കായിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളാണ് ഉള്ളിൽ കിടക്കുന്നത്. അപ്പം ഇത് ഉള്ളിലേക്ക് കയറിപ്പോകും. അപ്പം ഈ ഇതിനകത്തുനിന്നുള്ള അൺഡൈജസ്റ്റഡ് ഫുഡും ബാക്ടീരിയയും എല്ലാം ബ്ലഡിൽ കൂടെ ഉള്ളിലേക്ക് കയറിപ്പോവാം. അപ്പം ഇതിൻ്റെ എല്ലാ ഇമ്പാക്റ്റ് നമുക്ക് കിഡ്നിക്ക് വരാം. ഇൻഫെക്ഷൻ്റെയും ടോക്സിൻസും വയറിനകത്തുള്ള ബാക്ടീരിയസ് ഒക്കെ ഉണ്ടാക്കുന്ന ടോക്സിൻസും എല്ലാം കയറിപ്പോവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്, നമ്മളെ കൊളൈറ്റിസും ഒക്കെ ഉള്ളവരുടെ കിഡ്നിയും നെഗറ്റീവ്ലി ബാധിക്കാം. അപ്പം അത്
അന്ന് ഈ ലീക്കി ഗട്ട് സിൻഡ്രോം എന്നൊക്കെ പറയും. പലപ്പോഴും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസും ഈ കാര്യങ്ങളുമായിട്ടും കണക്റ്റഡ് ആണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവരും എപ്പോഴും ഇൻഡസ്ട്രൈനൽ പ്രോബ്ലം ഉള്ളവരും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവരും ഒക്കെ നമ്മൾ കിഡ്നി ഫംഗ്ഷൻ നോക്കണം, GFR നോക്കണം, അതുപോലെ പ്രോട്ടീനൂറിയ ഉണ്ട്, ആൽബുമിനൂറിയ നോക്കുക, പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്ത് RBCസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇതൊന്നും മരുന്ന് വെച്ചല്ല നമ്മൾ മാറ്റേണ്ടത്. മരുന്ന് എന്ത് കഴിച്ചാലും കിഡ്നിക്ക് ഓവർലോഡ് ആകും, അല്ലെങ്കിൽ കിഡ്നിക്ക് സ്ട്രെയിൻ ആണ്. അത് നമ്മൾ അതിന്റെ പ്രോബ്ലം കണ്ടുപിടിച്ച് അതിന്റെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കണം. ഇപ്പം ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവരാണെങ്കിൽ അതിപ്പം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, പല ടൈപ്പ് ഉണ്ട്. അങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവർ എന്താണ് അവരുടെ കിഡ്നി സംബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടത്? ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളപ്പം പലതരം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടല്ലോ. ഇപ്പം നമുക്ക് ചിലപ്പോൾ സ്കിന്നിലുള്ള സോറിയാസിസും എക്സിമയൊക്കെ ആവാം, അല്ലെങ്കിൽ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് ആവാം, ഓർ SLE ആവാം. SLE എന്ന് പറയുന്നത് സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമെറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ഏത് സിസ്റ്റം വേണേൽ അഫക്റ്റ് ചെയ്യാം. അതുപോലെ സ്ക്ലിറോഡെർമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിലൊക്കെ കിഡ്നി അഫക്റ്റ് ചെയ്യാം. ഇതിലേത് ഓട്ടോഇമ്യൂൺ ഡിസീസ് വന്നാലും ഇനിഷ്യലി ഇപ്പോൾ കിഡ്നി അഫക്റ്റ് ചെയ്തിട്ടുണ്ടാകുന്നില്ല, പക്ഷെ ടൈം കൂടുന്നതനുസരിച്ച് മറ്റ് ഓർഗനിലേക്ക്, കാരണം ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അവരുടെ ബോധം നഷ്ടപ്പെട്ടെന്ന് പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആരെ ഉപദ്രവിക്കേണ്ടതെന്ന് ആരാണ് ശത്രു ആരാണ് മിത്രം എന്നറിയാൻ മേലാത്തൊരു സ്റ്റേജിൽ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഓൺ സെൽസിനെ ഇത് ചെയ്യാം. ഇപ്പം നമ്മൾ ഓട്ടോഇമ്യൂൺ ഡിസീസിൽ IgA നെഫ്രോപ്പതിയാണ് ഏറ്റവും കോമൺ ആയിട്ട് കിഡ്നിയെ മാത്രമായിട്ട് എഫക്ട് ചെയ്യുന്നത്. അതുപോലെ നെഫ്രൈറ്റിസ് ഉണ്ട്, കുട്ടികളിൽ വരുന്ന നെഫ്രോട്ടിക് സിൻഡ്രോം, നെഫ്രൈറ്റിസ്, ഇതൊക്കെ ഓട്ടോഇമ്യൂൺ ഗ്രൂപ്പിലാണ് വരുന്നത്. അതിന് പലപ്പോഴും ചിലപ്പം അതിൻ്റെ ട്രിഗർ വരുന്നത് നമ്മളൊരു ടോൺസിലൈറ്റിസ് ആയിരിക്കും. പിള്ളേർക്ക് നമ്മൾ ഈ ചോക്ലേറ്റും ജ്യൂസും കളർ പ്രിസർവേറ്റീവ്സും ഒക്കെ ഇട്ട് ഒരു സാധനം കൊടുത്ത് അതിൽ നിന്ന് വന്ന് ടോൺസിലൈറ്റിസ്, അവിടെ തുടങ്ങുന്ന ടോൺസിലൈറ്റിസ് ആയിരിക്കും. അപ്പം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ത്രോട്ടിലൊരു ഇൻഫെക്ഷൻ വരും. അതേന്ന് തുടങ്ങുന്നതായിരിക്കും പലപ്പോഴും നെഫ്രൈറ്റിസിലേക്കും കിഡ്നി പ്രോബ്ലംസിലേക്കും എത്തുക. പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് ഇവൻ IgA നെഫ്രോപ്പതി, ഇപ്പം IgA അതൊരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടാക്കുന്ന ഒരു IgA എന്നൊക്കെ പറയുന്ന ഒരു അതിൻ്റെ ശരിക്കും പറഞ്ഞ ഡിഫൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോട്ടീനുകളാണ്. അത് പോയി കിഡ്നിയിൽ അടിയാണ് IgA നെഫ്രോപ്പതിയിൽ വരുന്നത്. അപ്പം അതിന് എന്തുകൊണ്ട് അത് വരുന്നു എന്ന് കണ്ടുപിടിച്ച്, അപ്പം ചിലപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആകാം, ചിലപ്പോൾ നമുക്ക് പറ്റാത്ത ഫുഡ് കഴിക്കുന്നതാകാം, നമുക്ക് ശരീരമായിട്ട് ചേരാത്ത ഫുഡായിരിക്കും പലപ്പോഴും IgA നെഫ്രോപ്പതിയുടെ ഒരു മെയിൻ കാരണം. അപ്പം എത്ര നേരത്തെ അത് കണ്ടുപിടിക്കാവോ അത്ര നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് റിവേഴ്സ് ചെയ്യാം. ഇപ്പോൾ SLE പോലെയുള്ളതിലാണെങ്കിൽ തുടക്കത്തിൽ ഒരു കിഡ്നി ഒന്നും അഫക്റ്റ് ചെയ്യണമെന്നില്ല. കുറേ നാൾ ഇമ്യൂണോസപ്രസൻസ് എല്ലാം കഴിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു 10, 20, 15, 20 വർഷം ആകുമ്പോഴേക്കായിരിക്കും റിനൽ ഫെയിലിയർ പോകുന്നത്. അപ്പോൾ അത് അസുഖത്തിൻ്റെ പ്രോഗ്രഷൻ കൊണ്ടും വരുന്നുണ്ട്, ഈ മരുന്നുകളും രണ്ടും ഇമ്പാക്ട് ചെയ്യുകയാണ്. ഇതൊക്കെ കറക്റ്റ്ലി നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം, ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് നോക്കിയാൽ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ ഇതൊക്കെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് അത് ഒന്ന് പിടിപെട്ടാൽ പിന്നെ അത് ഇങ്ങനെ പതുക്കെ പതുക്കെ കൂടിക്കൊണ്ടിരിക്കും. അത് തിരിച്ച് റിവേഴ്സ് ചെയ്യാവുന്നതല്ല എന്നുള്ളതാണ് പൊതുവെ ധാരണ. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? ജനറലി കിഡ്നി ഡിസീസസിന് മരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഈവൻ ഞാൻ ഈ കിഡ്നിയെ കുറിച്ച് ലൈഫ് സ്റ്റൈലും കിഡ്നിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പഠിക്കാൻ തുടങ്ങുന്ന ആ കാലത്തൊക്കെ നമ്മളൊരു റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്താൽ GFR ഒന്നും ലെവൽ കിട്ടാറില്ല നമുക്കെല്ലാം. പക്ഷെ നമ്മൾ മെഡിക്കൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, നമ്മൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ നമുക്ക് അറിയാം GFR ആണ് ഏർലി സൈൻ ഓഫ്, നമുക്ക് ഏറ്റവും ഏർലി ഡിറ്റക്ട് ചെയ്യാൻ GFR ആണ് നോക്കേണ്ടതെന്ന് അറിയാം. പക്ഷെ ഒരിടത്തും റിപ്പോർട്ട് കിട്ടാറില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ചോദിക്കണം, GFR എന്നും പറഞ്ഞ് എഴുതി കൊടുത്താലേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരു ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്, കുറച്ച് നാളേ ആയിട്ടുള്ളൂ, ഫ്യൂ ഇയേഴ്സ് ആയിട്ട് അതിന് വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിക്ക ലാബുകളിലും റിപ്പോർട്ടിൽ സ്റ്റേജ് 3 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അത് അബ്നോർമലായിട്ട് കാണിക്കുള്ളൂ. അതുവരെ നോർമൽ. അപ്പം ക്രിയാറ്റിൻ 1.1, 1.2 ഒക്കെ നോർമലായിട്ട് കാണിക്കും. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഏർലി സ്റ്റേജിലൊന്നും പേഷ്യൻറ്റും അറിയുന്നില്ല, ഡോക്ടേഴ്സും അറിയുന്നില്ല. ബേസിക്കലി ഡോക്ടേഴ്സും ഈ റിപ്പോർട്ടൊക്കെ കണ്ടിട്ടാണ് അറിയുന്നത്. ഈവൻ സ്റ്റേജ് 3 എത്തിയെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാലും ആരും, ഡോക്ടേഴ്സ് ആണെങ്കിലും പേഷ്യൻറ്റിനെ പലപ്പോഴും വാൺ ചെയ്യുകയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് ട്രീറ്റ്മെൻ്റ് ആയിട്ട് മരുന്നൊന്നും കൊടുക്കാനില്ല, എന്തിനാ പിന്നെ പേഷ്യൻറ്റിനെ പേടിപ്പിക്കുന്നത്? അവസാനം 4th സ്റ്റേജും കഴിഞ്ഞ് 5th സ്റ്റേജ് ആയിരിക്കുമ്പോഴായിരിക്കും പേഷ്യൻറ്റിനോട് പറയുന്നത്, കിഡ്നിക്ക്, അല്ലെങ്കിൽ പേഷ്യൻ്റ് തന്നെ കണ്ടുപിടിക്കുന്ന ഒരു സ്റ്റേജിലാണ് എനിക്ക് നീരൊക്കെ വന്നെന്ന് പറയുമ്പോഴാണ് നീരിനെ ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. സിംറ്റമാറ്റിക് അല്ലെങ്കിൽ പലപ്പോഴും മെഡിക്കൽ ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും അത് കണ്ടാലും പേഷ്യൻറ്റിനെ വെറുതെ ടെൻഷൻ അടിപ്പിക്കേണ്ട, മരുന്നില്ല, ചികിത്സയില്ലല്ലോ എന്ന് കരുതും. അതാണ് ഇതിൽ സംഭവിക്കുന്നത്. അപ്പം ബേസിക്കലി നമ്മൾ ഏർലി കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിവേഴ്സ് ചെയ്യാം, മരുന്ന് വെച്ചല്ല, ലൈഫ് സ്റ്റൈൽ. അത് എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ഇൻ്റർനെറ്റിലൊക്കെ നോക്കിയാൽ
കിഡ്നി ഡിസീസ് റിവേഴ്സ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഇല്ല എന്നുള്ളതാണ്. ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കാണും, പിന്നെ മാനേജ് ഇറ്റ് വിത്ത് ഡയാലിസിസ്, പിന്നെ നീര് കുറയ്ക്കാനുള്ള മരുന്ന്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ്, നമ്മൾ എത്ര ഏർലി കണ്ടുപിടിച്ചോ, നമ്മൾ സ്റ്റേജ് 1 ലെവലിലാണ് നമുക്ക് തിരിച്ചു കൊണ്ടുപോകുക. ഈവൻ സ്റ്റേജ് 2 ലെവലിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് അത് ഏത് കണ്ടീഷനാണെന്നും കൂടെ അനുസരിച്ച് നമുക്ക് നോർമൽ, അതായത് നോർമൽ റിനൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 90, GFR 90ക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയെന്നിരിക്കും. പക്ഷേ GFR അതൊന്നും നമ്മുടെ ഒരു നോർമൽ കിഡ്നിയുടേതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം കിഡ്നി ഫംഗ്ഷൻ ഒരു 2 കിഡ്നിയുടെയും കൂടെ ഫംഗ്ഷൻ ഒരു 25% എത്തുമ്പോഴേക്കായിരിക്കും ഈ സ്റ്റേജ് 3ലേക്ക് തന്നെ വരുന്നത്. കാരണം നമ്മൾ ഒരു കിഡ്നി മാറ്റി, അതായത് ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്ത പേഷ്യൻറ്റിൻ്റെയും GFR നോർമൽ ആയിരിക്കും. സോ ഹാഫ് ദ കിഡ്നി ഉണ്ടെങ്കിൽ പോലും റീനൽ ഫംഗ്ഷൻ നോർമലായിട്ട് തന്നെ കാണിക്കുള്ളൂ. അതിൽ നിന്ന് പിന്നെ ഒത്തിരി അത് എത്ര ലെവലെന്ന് എനിക്ക് അറിയാൻ മേല, അതിനൊരു കണക്ക് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ജനറലി ഒരു കിഡ്നി ഉള്ളവരുടെയും GFR നോർമൽ ആയിരിക്കും. സോ അത്ര കുറഞ്ഞു പോയാലേ അറിയുള്ളൂ. അപ്പം നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 2 ഉള്ളവർ 1ഉം 2ന്നും നോർമലിലേക്ക് കൊണ്ടുവരാം. 3 നിന്നാണെങ്കിൽ ഒരു 2ലേക്ക് കൊണ്ടുപോകാൻ പറ്റും. 4 നിന്നാണെങ്കിൽ 3ലേക്ക് കൊണ്ടുവരാൻ പറ്റും. സ്റ്റേജാണ് ഞാൻ പറയുന്നത്. 5 ആണെങ്കിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏർലി 5, അതായത് ക്രിയാറ്റിൻ ഒരു അറൗണ്ട് 4 നിൽക്കുവാണെങ്കിൽ ചിലപ്പം ഒരു 3 പോയിന്റിലേക്കൊക്കെ കൊണ്ടുവന്ന് സ്റ്റേജ് 4 റീനൽ ഫെയിലിയറിലേക്ക് എത്തിക്കാൻ പറ്റും. പക്ഷേ ലേറ്റ് ക്രിയാറ്റിനൊക്കെ 8, 9 ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നിർത്തി അവരെ ഒന്ന് കംഫർട്ടബിൾ ആക്കി, സിംറ്റം ഫ്രീ ആക്കി മരുന്നുകൾ മാറ്റി കൊടുത്ത് നമുക്ക് കൊണ്ടുപോകാം. മിക്കവാറും ഇവർക്കെല്ലാം കുറേ ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷനും എല്ലാം മരുന്നുണ്ടാവില്ല. അപ്പോൾ മരുന്നൊക്കെ മാറ്റി കിഡ്നിക്ക് വേണ്ടിയും കുറച്ച് അതും ഇതൊക്കെ കൊടുക്കുന്നുണ്ടാകും. കുറച്ച് ന്യൂട്രാസ്യൂട്ടിക്കൽസ് പോലെയുള്ള മരുന്നുകളൊക്കെ കൊടുക്കുന്നുണ്ടാകും. അതൊക്കെ നമുക്ക് ചെയ്യാനുള്ളൂ. യൂഷ്വലി നെഫ്രോളജിസ്റ്റ് ഒക്കെ കൊടുക്കുന്ന അത്തരം ആളാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാറ്റി അവർക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ട് നീരും ഒന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റും. അത് ഏത് നിലയിൽ എത്ര ഏർലി കണ്ടുപിടിക്കുന്നു അത്രയും നല്ലത്. അത്രയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് റിവേഴ്സിലും കിഡ്നിയുടെ ഫങ്ഷൻ പ്രിസർവ് ചെയ്യാനും പറ്റുന്നിരിക്കും. ശരിക്കും ഈ കിഡ്നി ഡിസീസിന്റെ കാര്യം ഇപ്പം ഈ അടുത്ത കാലത്തൊക്കെ ആണെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ അറിയും. അപ്പം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് പാരമ്പര്യമായിട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവാം. അപ്പൊ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ കിഡ്നി ഡിസീസും ഹെറിഡിറ്റി അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അച്ഛനോ അമ്മയ്ക്കോ ഫാമിലിയിലോ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ നേരത്തെ തന്നെ നോക്കണം. അപ്പോൾ അവരുടെ ചിലപ്പം ലേറ്റ് ആയിട്ടൊക്കെ അറിഞ്ഞതാണ് മിക്കവാറും ഒന്ന് IgA നെഫ്രോപ്പതി ആയിരിക്കും. ഒന്ന് ഡയബറ്റീസ് കൊണ്ട് വരുന്നത്. ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ പിന്നെ അവർ അസുഖം ഉണ്ടായിരുന്നു എന്നറിയാം. പിന്നെ പണ്ട് ഒക്കെ നമുക്ക് ഒരു പക്ഷേ അതും കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഒരു ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അവർ നേരത്തെ തന്നെ ചെക്കപ്പ് ചെയ്ത് GFR, ബേസിക്കലി റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് യൂറിനും നോക്കിയാൽ തന്നെ നമുക്കറിയാം. പിന്നെ അതിൻ്റെ കാരണം കണ്ടുപിടിക്കാനായിട്ട് കുറച്ചും കൂടെ എലാബറേറ്റ് ആയിട്ടുള്ളത് അറിയേണ്ടി വരും. അപ്പോൾ ഒന്നതാണ്. അപ്പോൾ GFR 90ക്ക് താഴെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കണം, നമ്മളൊരു 3/4, 4ൽ 3 ഭാഗം കിഡ്നി പോയിട്ടുണ്ടാവും എന്നുള്ളത് കണക്കാക്കണം. കാര്യം എല്ലാവരും എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 1870 ഒക്കെ വന്നു കഴിഞ്ഞാലും കുഴപ്പമൊന്നും ഇല്ലല്ലോ, അന്നേരം ഒരു സിംറ്റം ഉണ്ടാവില്ല, പിന്നെ എന്തിനാ ബോധർ ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും. പിന്നെ ആദ്യമായിട്ട് തുടങ്ങുന്നത് ചിലപ്പോൾ ഇച്ചിരി പ്രഷറായിരിക്കും. ആ പ്രഷറിന് കുറച്ച് മരുന്ന് മേടിച്ച് കഴിക്കും. അതായത് IgA നെഫ്രോപ്പതി ഉള്ളൊക്കെ പേഷ്യൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഡയബറ്റീസുകാർക്ക് വേറെ രീതിയിലാണ്. അവർ പിന്നെ ഡയബറ്റീസുമായിട്ട് അതിൻ്റെ മരുന്നും കഴിച്ച് അങ്ങനെ നടക്കും. പിന്നെ ഹാർട്ട് ഡിസീസും പ്രഷറുണ്ടോ അവർക്ക് പിന്നെ ഹാർട്ട് ഡിസീസും വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിന് കൊളസ്ട്രോളിന് ഇതെല്ലാം മരുന്നുമായിട്ട് അങ്ങ് കഴിക്കും നടക്കും. GFR കുറഞ്ഞു കഴിഞ്ഞാലും 70 ആയാലും 60 ആയാലും ഒന്നും ആരും ബോധർ ചെയ്യില്ല, ഈ മരുന്നൊക്കെ കഴിച്ച് നടക്കും. അപ്പം നാച്ചുറലി കിഡ്നിയുടെ ഫംഗ്ഷൻ നമ്മളെ അസുഖം കൊണ്ടും അതുപോലെ തന്നെ ഈ ആത്രോസ്ക്ലെറോസിസ്, ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക് ആത്രോസ്ക്ലെറോസിസ് ഉണ്ട്, കിഡ്നിയുടെ രക്തക്കൊഴലുകൾ ബ്ലോക്ക് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് മരുന്നും ഈ ഡിസീസും പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാച്ചുറലി എൻഡ് റിസൾട്ട് റീനൽ ഫെയിലിയറിലേക്ക് പതുക്കെ സ്റ്റേജ് കൂടി പതുക്കെ പോകുള്ളൂ. സ്ലോ ആയിരിക്കും എന്ന് മാത്രം. അപ്പം അതിനകത്തുനിന്ന് മാറണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് ഫാമിലിയിലുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി നേരത്തെ തന്നെ ചെക്ക് ചെയ്യുക. അസുഖം ഉണ്ടെങ്കിൽ അതിന് മരുന്ന് കഴിക്കുകയല്ല ചെയ്യേണ്ടത്. മരുന്ന് കഴിച്ചുകൊണ്ട് നമുക്ക് കിഡ്നി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. മരുന്നിൽ നിന്ന് മാറി, ഇതെല്ലാം ജീവിതശൈലി രോഗത്തിലാണ് വരുന്നത്, അതിനകത്തുനിന്ന് മരുന്നിൽ നിന്ന് മാറി നമ്മളെ അസുഖം റിവേഴ്സ് ചെയ്ത് നമ്മുടെ ബോഡിയെ കറക്റ്റ് ചെയ്ത് ഒപ്റ്റിമൽ ഹെൽത്തിൽ ഒപ്റ്റിമൽ ഫുഡും ഒപ്റ്റിമൽ എക്സസൈസുമായിട്ട് പോകാൻ നോക്കാം. പിന്നെ ഒരു കണ്ടീഷനുണ്ട് നമുക്ക് കുറച്ചൊക്കെ കാണുന്നതാണ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറയും. കിഡ്നിക്ക് അത് സിസ്റ്റ് വരിക എന്നുള്ളതാണ്. അതൊരു ഫാമിലിയിലാണ് ഓട്ടോസോമൽ ഡൊമിനൻ്റ്, അതായത് അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കൊച്ചിന് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു 2 പേർക്കും ഉണ്ടാവണമെന്നില്ല. ഒരാൾക്കുണ്ടെങ്കിൽ തന്നെ ഒരു ജീൻ കിട്ടിയാൽ മതി, ഒരു ജീൻ ഉണ്ടെങ്കിൽ മതിയാവും. അതാണ് എൻ്റെ കണക്ക്. അപ്പം അങ്ങനെയുള്ളവർക്കും ആണെങ്കിൽ പോലും അവർക്കും കിഡ്നിയെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ടത് വേറൊന്നുമല്ല, ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ കൂടെ ഒബേസിറ്റിയോ ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മരുന്നൂടെ കഴിക്കാൻ തുടങ്ങിയാൽ വളരെ ഫാസ്റ്റായിട്ട് കിഡ്നി ഫംഗ്ഷൻ പോകും. അപ്പോൾ അവരും ചെയ്യേണ്ടത് അവർക്ക് ജീവിതശൈലി കറക്റ്റ് ചെയ്ത് അവരുടെ വെയിറ്റും
മറ്റ് അസുഖങ്ങളൊന്നുമില്ല, മരുന്ന് കഴിക്കേണ്ടി വരുന്നില്ല എന്ന് ഉറപ്പാക്കുക. ഈവൻ വല്ല സ്കാനിങ് ഒക്കെ പറയുമ്പോൾ ഡൈ ഇഞ്ചെക്ട് ചെയ്യുന്ന ഈ മരുന്ന് ഇഞ്ചെക്ട് ചെയ്തിട്ടുള്ള സ്കാനുകളൊക്കെ നിവൃത്തിയില്ലാതെ വരുന്നത് ആവശ്യത്തിന്. കാരണം ജീവിതശൈലി രോഗങ്ങൾക്കായിട്ട് ഇതൊന്നും ചെയ്യേണ്ടതില്ല, ഒരു സ്കാനൊന്നും എടുക്കേണ്ട ആവശ്യമില്ല പലപ്പോഴും. നമുക്ക് ഒഴിവാക്കാവുന്നതാണ് പലപ്പോഴും. വല്ല ആക്സിഡന്റ് നമുക്ക് എപ്പോഴും ഒരു വെച്ചേക്കേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ആക്സിഡന്റ് ഒക്കെ വന്നപ്പോൾ ബ്രെയിനകത്ത് ഹെമറേജ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ ചിലപ്പം ഡൈ ഇഞ്ചെക്ട് ചെയ്ത് ഇഞ്ചക്ഷനൊക്കെ വേണ്ടി വരാം. അല്ലാത്ത ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഡൈ ഇഞ്ചക്ഷനും അങ്ങനത്തെ കാര്യങ്ങൾ വരാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ കിഡ്നി ഡിസീസ് വരുന്ന പേഷ്യൻസിന്റെ കാര്യത്തിൽ സാധാരണ അതൊരു തിരിഞ്ഞുള്ള ഒരു നോട്ടം ഉണ്ടെങ്കിൽ ആ ജീവിതശൈലി തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്തൊക്കെയായിരുന്നു ഇത് വരാനായിട്ടുള്ള കാരണങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉള്ള ഒരു തിരിഞ്ഞു നോട്ടം എത്രമാത്രം യൂസ്ഫുൾ ആണ്, അത് അവരുടെ ഫ്യൂച്ചർ ട്രീറ്റ്മെന്റിൽ അത് ബെനിഫിഷ്യൽ ആണോ, ഈ ജീവിതശൈലി കറക്ഷനിൽ അത് എത്രമാത്രം ഗുണം ചെയ്യും? ഈ കിഡ്നി ഡിസീസസ് എല്ലാം വരുന്നത് ജീവിതശൈലി രോഗങ്ങളുള്ളവർക്കാണ്. അപ്പം ജീവിതശൈലി രോഗങ്ങളാണ് അതിൽ തന്നെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഒബേസിറ്റി, ഇതൊക്കെയാണ് അതിൻ്റെ റൂട്ട് കോസ് ആയിട്ട് കിടക്കുന്നത്. അപ്പം ഇതുള്ളവർ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരുടെ കിഡ്നി പോകും എന്നുള്ളത് ഈവൻ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, എന്നാൽ പിന്നെ കിഡ്നിക്ക് സേഫ് ആക്കാമെന്ന് കരുതി ഇൻസുലിൻ ഇഞ്ചക്ഷനിലേക്ക് മാറുന്നവരുണ്ട് പലരും. പക്ഷേ ഇൻസുലിനും കിഡ്നിക്ക് ദോഷം ചെയ്യും. ഇൻസുലിൻ എടുക്കുന്നവർക്കും പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട്, ഇമ്മ്യൂണിറ്റിയെ വീണ്ടും നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ ഒരു മരുന്നും ഇൻക്ലൂഡിങ് ഇൻസുലിൻ ഒരു കാര്യവും എക്സസ് ആകുന്നത് കൊള്ളില്ല. ഇപ്പം ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുന്ന ആകെ ശരിക്കും ഒരു സയൻറ്റിഫിക്കലി നോക്കിയാൽ ആകെ ഇൻസുലിൻ ഇഞ്ചക്ഷൻ വേണ്ടത് ടൈപ്പ് 1 ഡയബറ്റീസ് പേഷ്യൻ്റാണ്. പക്ഷേ ഇവിടെ പലപ്പോഴും ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് 1 ഡയബറ്റീസ് ആണെന്ന് കരുതി ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന പലരും ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻസാണ്. അവർക്ക് ചെറുപ്പത്തിലേ വന്നതേ ഉള്ളൂ, ടൈപ്പ് 2 ഡയബറ്റീസ് ആയിരുന്നു, കൊച്ചിലെ വന്നുകൊണ്ട് അവരും തിങ്ക് ചെയ്യുന്നു ടൈപ്പ് 1 ആയിരിക്കുമെന്ന്. അതുപോലും നമുക്ക് മാറ്റാവുന്നതാണ് ശരിക്കും. അപ്പം ബേസിക് പാൻക്രിയാസ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻസുലിൻ്റെ ആവശ്യമില്ല. ഒരു പ്രഷറിനും നമുക്ക് ലേറ്റ് സ്റ്റേജ് 5 കിഡ്നി പേഷ്യൻസിന് പോലും മിക്കവാറും BP മരുന്നുകൾ കുറച്ചുകൊണ്ട് വരാൻ സാധിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഈ സ്റ്റേജ് 5 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ നമ്മൾ ഫുഡ് റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതായത് നമ്മുടെ കിഡ്നിയുടെ റിപ്പയറിന് വേണ്ട ന്യൂട്രീഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അതാണ് അവിടെ വരുന്നൊരു പ്രോബ്ലം. അപ്പോൾ ഒരാളും ലേറ്റ് കിഡ്നി ഫെയിലിയറിലേക്ക് പോകേണ്ട വരരുത്. ഇനീഷ്യൽ സ്റ്റേജ് 1 സ്റ്റേജ് 2 വെച്ച് നമുക്ക് ഈസി ആയിട്ട് ടെസ്റ്റുകളുണ്ട്, അത് കണ്ടുപിടിച്ച് അതിന് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെയാണ് എൻ്റെ കോസ്. അതിന് മരുന്ന് വെച്ച് ട്രീറ്റ് ചെയ്യല്ലേ, മരുന്നില്ലാതെ ലൈഫ് സ്റ്റൈൽ ഒന്ന് കറക്റ്റ് ചെയ്ത് റിവേഴ്സ് ചെയ്യാൻ നോക്കുക. ഇനിയിപ്പം ലാസ്റ്റ് നമ്മളുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞ പേഷ്യൻസിന് എന്തൊക്കെ ടെസ്റ്റാണ് സാധാരണ അവൈലബിൾ ആയിട്ടുള്ളത് അവരുടെ കിഡ്നിയുടെ സ്റ്റാറ്റസ് മനസ്സിലാക്കാനായിട്ട്? കിഡ്നി സ്റ്റാറ്റസ് അറിയണമെന്ന് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്, അതിൻ്റെ കൂടെ GFR കൂടെ കിട്ടുമോ എന്നുള്ളത് പ്രത്യേകം ചോദിക്കണം. ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് GFR കൂടെ ചോദിക്കാം. GFR 90ക്ക് മുകളിലാണ് യു ക്യാൻ തിങ്ക് ദറ്റ് റീസണബിളി കിഡ്നി ഫംഗ്ഷൻ കുഴപ്പമില്ല. പിന്നെ യൂറിനിൽ നോക്കണം, മൈക്രോ ആൽബുമിൻ നോക്കുക. പിന്നെ യൂറിൻ റുട്ടീൻ ടെസ്റ്റിനകത്ത് ഇൻഫെക്ഷനോ RBCസോ വല്ലതും ഉണ്ടോയെന്ന്. അപ്പോൾ RBC ഒന്നും കണ്ടാലും സിംറ്റമാറ്റിക് അല്ലെങ്കിൽ പലപ്പോഴും ഡോക്ടേഴ്സ് അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുകയില്ല. കാരണം അതിനൊന്നും ഒരു ട്രീറ്റ്മെൻറ്റ് തരാനില്ല. എന്തിനാ ഇനി യൂറിനിൽ കൂടെ ചെറുതായിട്ട് ബ്ലഡ് പോകുന്നുണ്ടെന്ന് പറഞ്ഞ് പേഷ്യൻറ്റിനെ പേടിപ്പിക്കേണ്ടെന്ന് എഴുതി ഉണ്ടാതിരിക്കും. പക്ഷേ അതിനൊന്നും മരുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ വില്ലിങ്ങാണെങ്കിൽ അത് ഈ യൂറിനിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മിക്കവാറും ഏർലി സ്റ്റേജ് ഓഫ് നെഫ്രൈറ്റിസ്, IgA നെഫ്രോപ്പതിയുടെ തുടക്കമാകാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി IgA നെഫ്രോപ്പതി ഉണ്ടോ എന്ന് ഡയഗ്നോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റീനൽ ബയോപ്സി എടുക്കണം. അപ്പോൾ നമ്മൾ വലിയ പ്രോബ്ലം ഒന്നുമില്ല, റീനൽ ബയോപ്സി എടുക്കാനൊന്നും പോകണ്ട. നമ്മൾ വെറുതെ നമ്മൾക്ക് പെയിനും എടുത്ത് കിഡ്നിക്കൊരു സ്ട്രെസ്സും കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ വില്ലിങ്ങാണ് എന്താണ് യൂറിനിൽ കൂടെ പോകുന്നതെന്ന് നോക്കി പിന്നെ GFR ഡിറ്റീറിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മളിവിടെ കോമൺ ആയിട്ട് കാണുന്ന സ്റ്റോണാണ്. കിഡ്നി സ്റ്റോൺ കൊണ്ടും നമ്മൾ റീനൽ ഫെയിലിയറിലേക്ക് വരാം. കിഡ്നി സ്റ്റോണിൻ്റെ ട്രീറ്റ്മെൻറ്റും റീനൽ ഫെയിലിയർ ഉണ്ടാക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അത് ബ്ലോക്ക് ഉണ്ടാക്കുകയാണല്ലോ ചെയ്യുന്നത്. പിന്നെ അത് സ്റ്റോൺ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ വരാം, അതും കിഡ്നിക്ക് ദോഷം വരാം, പ്രഷർ ഡാമേജ് വരാം. ഇതുകൂടാതെ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ളത് വരാം. പിന്നെ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ലിത്തോട്രിപ്സി ആണല്ലോ, അതായത് ഈ ഷോക്ക് വേവ്സ് കൊടുത്തിട്ട് സ്റ്റോണിനെ പൊട്ടിച്ചിട്ട് സ്റ്റോൺ പൊട്ടി ചെറിയ ഒരു 5 മില്ലിമീറ്ററൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ അതിനെ തന്നെ പുറത്തേക്ക് വിടാൻ പറ്റും കിഡ്നിക്ക്. അതിനുള്ള ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അത്രയും ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കിഡ്നിക്ക് ഡാമേജ് വരും. അപ്പോൾ ഞാൻ കാണാറുണ്ട് 4-5 പ്രാവശ്യം ഷോക്ക് വേവ് തെറാപ്പിയൊക്കെ നടത്തിയിട്ടുള്ള പേഷ്യൻസ്. അപ്പോൾ അവർക്ക് അപ്പോഴേക്കും റീനൽ ഫെയിലിയർ എത്തും.
അതാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം തന്നെ കിഡ്നി ഫെയിലിയർ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്ത് ടൈപ്പ് സ്റ്റോൺ ആണ്, സ്റ്റോണിനെ കുറിച്ച് മനസ്സിലാക്കി അതിന് വേണ്ട ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുക. ചില ഫുഡ് നിങ്ങൾക്ക് പറ്റുന്ന ഈ റീനൽ സ്റ്റോൺ വരുന്നവർക്ക് ചില ഫുഡുകൾ ഒഴിവാക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ചില ജീവിതശൈലിയിൽ ചില ചേഞ്ചസ് വരുത്തി നമ്മുടെ ബോഡി കമ്പോസിഷൻ കറക്റ്റ് ചെയ്ത് എക്സസൈസ് കറക്റ്റാക്കി ഫുഡും കറക്റ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും റീനൽ സ്റ്റോൺ വരുന്നത് ഒഴിവാക്കാൻ പറ്റും. ഒരു പ്രാവശ്യം വന്നു അത് പൊട്ടിച്ച് കളഞ്ഞു, ഇനി അടുത്തത് വന്നു കഴിഞ്ഞാലും പൊട്ടിച്ച് കളയാമല്ലോ. അതും പലപ്പോഴും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും കോസ്റ്റ് ഉണ്ടാവില്ല, കാരണം ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവും. സോ ആ രീതിയിൽ എടുക്കരുത്. ഓരോ ലിത്തോട്രിപ്സി ഇത് വരുമ്പോഴും നമ്മുടെ കുറേ നെഫ്രോൺസ് പോകുന്നുണ്ടാവും എന്ന് ഓർക്കണം. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ വരുമ്പോഴും ഒക്കെ ഡാമേജിങ് ആണ്. ഇപ്പോൾ കിഡ്നി ഡിസീസ് വന്നാൽ എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? ഏത് രോഗം കൊണ്ടാണ് കിഡ്നിക്ക് അസുഖം വരുന്നത് എന്നുള്ളത് ബേസ് ചെയ്താണ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ കിഡ്നിക്ക് ജനറലി ഒരു കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മെഡിക്കേഷൻസ് കിഡ്നിയുടെ അസുഖം ഭേദമാക്കാനായിട്ട് മരുന്നുകളൊന്നുമില്ല. സിംറ്റംസ് എന്തെങ്കിലും വന്ന് നീര് വന്നാൽ നീര് കുറയാനായിട്ട് അങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ. പിന്നെ കിഡ്നി രോഗം വരാൻ വേണ്ടിയിട്ട് കാരണം ഡയബറ്റിക് നെഫ്രോപ്പതി, മറ്റിപ്പോൾ ഹൈപ്പർടെൻസീവ് നെഫ്രോപ്പതി അങ്ങനെയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളുണ്ടാവും. പിന്നെ അതുപോലെ മറ്റ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, സെല്ലിയോ IgA നെഫ്രോപ്പതി ഒക്കെ ആണെങ്കിൽ അതിനും സ്റ്റിറോയിഡ്സ് പോലെയുള്ള മെഡിസിൻസ് ആണ് ഉപയോഗിക്കാനുള്ളത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് മരുന്നുകളുടെ വെച്ച് നമുക്ക് അങ്ങനെ നോക്കാം. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്. ലൈഫ് സ്റ്റൈലിൽ ഈ അസുഖങ്ങൾക്ക് കാരണം ഞാൻ ഈ പറഞ്ഞ മരുന്നുകൾ കഴിക്കുന്ന അസുഖങ്ങൾ വരുന്നത് ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ്. അപ്പം ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ് ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻറ്റ്. സെക്കൻഡ് മാത്രമേ വരുന്നുള്ളൂ മരുന്നുകൾക്ക് ശരിക്കും പറഞ്ഞ കാര്യമായിട്ട് റോളില്ല കിഡ്നിയുടെ ഡിസീസ് ട്രീറ്റ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വരുന്ന ഒരു റീനൽ ഫെയിലിയറിൽ എത്തുമ്പം നീര് കുറയ്ക്കാൻ, അല്ലെങ്കിൽ ആസിഡോസിസ് വരുന്നതിന് വേണ്ടിയിട്ട് ബൈകാർബണേറ്റ് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ, പിന്നെ ഫോസ്ഫേറ്റ് കൂടുവാണെങ്കിൽ ഫോസ്ഫേറ്റ് ബൈൻഡേഴ്സ് കൊടുക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളെ നമുക്ക് ചെയ്യാനുള്ളൂ. അതും ലേറ്റ് സ്റ്റേജിൽ. നെക്സ്റ്റ് ഉള്ളത് പിന്നെ ഡയാലിസിസ് ആണ്. അതായത് കിഡ്നി ഫെയിൽ ചെയ്തു, പിന്നെ നമുക്ക് ചെറിയ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിന് ഡയാലിസിസിൻ്റെ ഒപ്പമാണ്. ക്രിയാറ്റിനിൻ കൂടി പൊട്ടാസ്യത്തിൻ്റെ ലെവൽ കൂടാനൊക്കെ തുടങ്ങിയാൽ അവിടെയും ലൈഫ് സ്റ്റൈലാണ് മെയിനായിട്ട് വരുന്നത്. കാരണം ഫുഡ് കൺട്രോളാണ്. കിഡ്നി ഫെയിലിയറിലേക്ക് പോയാൽ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കണം, പൊട്ടാസ്യം കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് കഴിക്കുന്നത് നമ്മൾ തിളപ്പിച്ചൂറ്റി ലീച്ച് ചെയ്യാന്ന് പറയും, അങ്ങനെ കഴിക്കണം. പിന്നെ പ്രോട്ടീൻ, ഫിഷും പ്രോട്ടീനുള്ള ഫുഡുകളെല്ലാം കുറയ്ക്കണം. അങ്ങനെയാണ് അതിൻ്റെ റെസ്ട്രിക്ഷൻസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് റീനൽ ട്രാൻസ്പ്ലാന്റ് ആണ്. ഫൈനലി ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം പിന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്നുള്ളത് മാത്രമേ വരുന്നുള്ളൂ. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാലും പ്രോബ്ലം, ഒന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കിട്ടണം, രണ്ട് കിട്ടിക്കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനെ റിജക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് ലൈഫ് ലോങ് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കണം. ആ കഴിക്കുന്ന മെഡിസിനും ചിലപ്പോൾ കിഡ്നിക്ക് ദോഷമായിട്ട് വന്നിരിക്കും. അപ്പം അതും കൂടെ ദോഷമൊന്നും വരാത്തവർക്കാണ് നമുക്ക് എക്സ്റ്റെൻഡഡ് ആയിട്ട് പിന്നെയും ഇത് കിട്ടുന്നത്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടെന്ന് പറയാൻ കാര്യമായിട്ടുള്ള ഡെവലപ്മെന്റ് ഒന്നുമില്ല. ഒൺലി തിങ് ചില മരുന്നുകളൊക്കെ ഡയബറ്റീസിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഈ മരുന്ന് ചില ലേറ്റസ്റ്റ് മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ കിഡ്നി പ്രൊട്ടക്റ്റീവ് ആണെന്ന് പറയും. അതുപോലെ ചില BP മരുന്നുകൾ, അതേ ഉള്ളൂ. അതിലൊന്നും പക്ഷെ കാര്യമായിട്ട് ഒരു ബെനിഫിറ്റ് ഇല്ല. കാരണം എല്ലാ മരുന്നുകളും കിഡ്നിക്ക് ദോഷം തന്നെയാണ് ഭയങ്കര ചെയ്യുക. ഇപ്പം അങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ കിഡ്നിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്, കിഡ്നി ഡിസീസിൻ്റെ തുടക്കമാണ് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ സാധാരണ ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് അതിനുള്ള മരുന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം അങ്ങനെ പ്രതീക്ഷിക്കുന്ന ഒരു പേഷ്യൻറ്റിന് എന്താണ് മരുന്നുകളെ പറ്റി മനസ്സിലാക്കേണ്ടത് കിഡ്നി ഡിസീസിൻ്റെ കാര്യത്തിൽ? മരുന്നുകളെല്ലാം നമ്മുടെ ബോഡി മരുന്നുകളെ കാണുന്നത് മരുന്നായിട്ടല്ല, ശരിക്കും ടോക്സിനായിട്ടാണ് കാണുന്നത്. നമുക്ക് ബോഡിക്ക് വേണ്ടതാകെ ന്യൂട്രിയൻസ് മാത്രമേ ഉള്ളൂ. വെള്ളം, ഓക്സിജൻ, അറൗണ്ട് 57 ന്യൂട്രിയൻസ് ഉണ്ട്. അത് മാത്രമേ നമ്മുടെ ബോഡിക്ക് വേണ്ടുള്ളൂ. ബാക്കിയുള്ള എന്തിനെ കണ്ടാലും നമ്മുടെ ബോഡി എന്ന് പറയുമ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് 50 ട്രില്യൺ സെൽസ് ആണ്. ആ സെൽസ് എല്ലാം കാണുന്നത് മറ്റുള്ള എല്ലാ സാധനത്തിനും ടോക്സിനായിട്ടാണ്. അപ്പം ഈ ബേസിക്കലി ഈ മെഡിക്കേഷൻസ് നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന എനിക്ക് മരുന്ന്, ഇപ്പം രോഗികളെല്ലാം കരുതും എല്ലാത്തിനും മോഡേൺ മെഡിസിൻ അങ്ങ് ഒത്തിരി പുരോഗമിച്ചു, എല്ലാത്തിനും ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നുള്ള ഒരു ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ അത് ശരിയല്ല. അതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. നമുക്ക് അങ്ങനെയൊക്കെ നമ്മൾ ഭയങ്കര ഞാനും മോഡേൺ മെഡിസിൻ ഡോക്ടറാണല്ലോ, അതുകൊണ്ട് പറയുകയാണ്, എനിക്കും വലിയ ഹൈ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. നമ്മൾ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിട്ട് വരുമ്പോഴും എപ്പോഴും ഇപ്പം നമുക്ക് പലപ്പോഴും പെയിൻ കില്ലേഴ്സ് ഒക്കെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് പേഷ്യൻറ്റിൻ്റെ അസുഖം മാറുന്നു. പെയിൻ കില്ലേഴ്സ് ശരിയാണ്, പെയിൻ കുറയ്ക്കും. അതുപോലെ ആൻറ്റിബയോട്ടിക്സ് നമുക്ക് പനിയൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് കുറയ്ക്കാനും ഭയങ്കര നല്ലതാണ്. നമ്മുടെ വാക്സിൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ദറ്റ് ഈസ് ഓൾ വെരി ഗ്രേറ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻ
മോഡേൺ മെഡിസിൻ്റെ ഡെവലപ്മെൻറ്റാണ്. പക്ഷേ നമ്മൾ എത്ര കൊല്ലമായി ഡയബറ്റീസിനെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്, പക്ഷേ ആർക്കും ഡയബറ്റീസ് മാറുന്നില്ല. പ്രഷർ ട്രീറ്റ് ചെയ്യാൻ എന്തോരം മരുന്നുകളുണ്ട്, ആരുടെയും പ്രഷർ മാറുന്നില്ല. കിഡ്നി പേഷ്യൻസിൻ്റെ നമ്പർ കൂടി വരിക, ഡയാലിസിസ് സെൻറ്റേഴ്സ് കൂടി വരുന്നു. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കണം. ശരിക്കും ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസിലാണ് വരുന്നത്. അപ്പോൾ ഇതിന് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ കറക്റ്റ് ചെയ്യാം. അല്ലാതെ മരുന്ന് കഴിഞ്ഞാൽ കിഡ്നിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മരുന്നും വിഷമാണ്. എല്ലാ മരുന്നും കിഡ്നിയുടെ വർക്ക് ലോഡ് കൂട്ടും. കാരണം അതെല്ലാം പുറത്ത് കളയേണ്ടത് കിഡ്നിയാണ്. അപ്പോൾ വയ്യാതിരിക്കുന്ന ആൾക്ക് കൂടുതൽ പണി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാമല്ലോ. ശരിക്കും ഈ കിഡ്നി ഡിസീസ് ഉള്ള പേഷ്യൻസിന് ആ കിഡ്നി ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഇങ്ങനെ സർജറി വേണം എന്ന് കേൾക്കാറുണ്ട്. അതെന്തൊക്കെ സർജറിയാണ് ഈ കിഡ്നി ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതും അതിനെപ്പറ്റി എന്താണ് അറിയേണ്ടത്? കിഡ്നി ഡിസീസിനായിട്ട് നമ്മൾ ചെയ്യുന്ന, ഇപ്പോൾ സ്റ്റോൺ ഉണ്ടെങ്കിൽ സ്റ്റോണിനെ എടുത്ത് കളയണം. അതില്ലാതെ പറ്റില്ല. സ്റ്റോൺ വന്ന് എവിടെയാണോ ബ്ലോക്ക് ഉണ്ടാക്കുന്നത്, ചിലപ്പോൾ പെൽവിസ്, കിഡ്നിയുടെ സെൻറ്ററിൽ തന്നെ പെൽവിസ് എന്നുള്ളത് തന്നെ വലിയ സ്റ്റോണൊക്കെ വരാം. അപ്പം നമ്മുടെ യൂറിൻ ഫ്ലോയൊക്കെ ഇത് വരും. അപ്പോൾ ഒന്ന് കിഡ്നിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഈ സ്റ്റോൺ മാറ്റാൻ വേണ്ടിയിട്ടുള്ള സർജറിയാണ്. പിന്നെ കിഡ്നിക്ക് പൈലോനെഫ്രൈറ്റിസ്, അതായത് ഇൻഫെക്ഷൻ വന്ന് ചിലപ്പോൾ അതിനകത്ത് പസ് കെട്ടിക്കിടക്കുന്ന പോലെയൊക്കെ വരും. അപ്പോൾ സ്റ്റോൺ വരുന്നവർക്ക് ഇൻഫെക്ഷനും വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈവൻ കിഡ്നി തന്നെ എടുത്ത് കളയേണ്ട വരാം. ഇൻഫെക്ഷൻ കൂടി, സ്റ്റോൺ കൂടി, അങ്ങനെയൊക്കെ വരുമ്പം അത് വരാം. പിന്നെ ഉള്ളത് ക്യാൻസർ കിഡ്നിയുടെ ഇതിലേലും വന്നാൽ ചിലപ്പോൾ പാർഷ്യലോ കംപ്ലീറ്റ് നെഫ്രക്ടമിയോ ഒക്കെ ചെയ്യേണ്ട വരാം. നെക്സ്റ്റ് കിഡ്നിക്ക് വേണ്ടിയിട്ട് ഈ പ്രോസ്റ്റേറ്റിനൊക്കെ ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും അത് പിന്നെ പ്രോസ്റ്റേറ്റിൻ്റെ പ്രോബ്ലം, പ്രോസ്റ്റേറ്റ് സർജറി അങ്ങനെ. അപ്പം പിന്നെ ഈ കൊച്ചു പിള്ളേരിലൊക്കെ ഉണ്ട് ഈ റിഫ്ലക്സ് വരും. അതായത് കിഡ്നിയുടെ മൂത്രാശയത്തിൽ നിന്ന് തിരിച്ച് യൂറിൻ മുകളിലേക്ക് പോകുന്ന പോലെയുള്ള ഇത് വരും. അതായത് മൂത്രം ഒഴിക്കാൻ തുടങ്ങുമ്പോൾ അത് മുകളിലേക്ക് കയറി പോകും, കിഡ്നിയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഇൻഫെക്ഷനൊക്കെ വരാം. അതിന് വേണ്ടിയിട്ടും ചിലപ്പോൾ ചില സർജറികളൊക്കെ വരാം. അതൊക്കെയാണ് കിഡ്നിയിൽ ചെയ്യേണ്ടി വരുന്ന സർജറി. പിന്നെ ഉള്ളത് കിഡ്നി ഫെയിലിയറിൻ്റെ പേരിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ ഡോണർ കിഡ്നി എടുത്ത്, അപ്പോഴും നമ്മുടെ കിഡ്നി ഉള്ള കിഡ്നി എടുത്ത് കളയല്ല ചെയ്യുന്നത്. അത് ഒരു പെൽവിക് കിഡ്നി നമുക്ക് കുറച്ചുകൂടെ താഴെ കൊണ്ടുപോയി ഒരു കിഡ്നിയും കൂടെ വെച്ച് അതിനെ ബ്ലഡ് വെസലുമായിട്ട് കണക്ട് ചെയ്ത് വേറൊരു ബ്ലഡ് വെസലിലേക്ക് കണക്ട് ചെയ്ത് മൂത്രാശയമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. കമ്പാരിറ്റീവ്ലി ട്രാൻസ്പ്ലാന്റ് സർജറികളിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്നത് റീനൽ ട്രാൻസ്പ്ലാന്റ് ആണ്. ദ പ്രോബ്ലം ഈസ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീനൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഇമ്മ്യൂണോസപ്രസൻസ് എടുക്കണം. അതിൻ്റെ സൈഡ് ഇഫക്റ്റ് നമ്മൾ ബെയർ ചെയ്യേണ്ടി വരും. ഇമ്മ്യൂണോസപ്രഷൻ കാരണം ഇൻഫെക്ഷനോ ക്യാൻസറോ ഒക്കെ വരാനുള്ള സാധ്യത കൂടും. പിന്നെ അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് തന്നെ വീണ്ടും ആ മാറ്റി വെച്ച് കിഡ്നിക്ക് ഫെയിലിയർ വരാം. ഇപ്പം ഈ കിഡ്നി ഫെയിലിയർ പേഷ്യൻസിന് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനെ പല കോംപ്ലിക്കേഷൻസ് അവർ ഫേസ് ചെയ്യും, പേഷ്യൻസ് ആയിട്ട് തന്നെ. അതിനെപ്പറ്റി എന്താണ് ശരിക്കും പേഷ്യൻസും അവരുടെ കൂടെ ഉള്ളവരും മനസ്സിലാക്കേണ്ടത്? കിഡ്നി പേഷ്യൻസ് പല പ്രശ്നങ്ങളാണല്ലോ അവർക്ക് വരുന്നത്. അവർ കിഡ്നി പ്രോബ്ലംസ് വന്നത് ഇപ്പം ഡയബറ്റീസ് കൊണ്ടാണ്. ഡയബറ്റീസിൻ്റെ പ്രശ്നം ഒരിടത്ത് കിടപ്പുണ്ടാവും. അതിൽ ചിലപ്പോൾ ഇൻസുലിനൊക്കെ എടുക്കുകയാണെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ, ഹൈപ്പർഗ്ലൈസീമിയ ഇതിലിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും അവർ. അതായത് ഷുഗർ കുറഞ്ഞു പോകുന്നതിൻ്റെ പ്രശ്നം, കൂടി പോകുന്നതിൻ്റെ പ്രശ്നം. കുറയുമ്പോൾ കൂടുതൽ ഭക്ഷണം എടുത്ത് കഴിക്കും, അന്നേരം പ്രഷർ കൂടും, ഷുഗർ കൂടും. പിന്നെ പ്രഷറിൻ്റെ പ്രശ്നം, പിന്നെ കിഡ്നി പേഷ്യൻസിൻ്റെ എല്ലാം പ്രഷർ കൂടും. കാരണം കിഡ്നിക്ക് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ റെനിൻ കൂടും, അപ്പോൾ പ്രഷർ കൂടും. അത് യൂഷ്വലി കാണുന്നതാണ്. 3-4 മരുന്ന് എടുത്തിട്ടുണ്ടെങ്കിലും പ്രഷർ കൺട്രോൾ ആയിരിക്കില്ല. പിന്നെ അവർ ഡയാലിസിസിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓരോ ഡയാലിസിസിനും പോകണമില്ല. പേഷ്യൻറ്റിനാണേലും ബുദ്ധിമുട്ട്, വീട്ടുകാർക്കാണേലും ബുദ്ധിമുട്ട്. ആഴ്ച 3 ഇപ്പം റിൻ ഫെയിലിയർ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 ഡയാലിസിസ് ആയിരിക്കും. അതിൻ്റെ പോയി ചെയ്ത് കഴിയുമ്പോഴേക്കാണേലും ക്ഷീണം വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡയാലിസിസ് ചെയ്യുമ്പോഴും ഈ പൊട്ടാസ്യം മാറ്റാൻ നോക്കുമ്പോൾ സോഡിയം കുറഞ്ഞു പോകും. പിന്നെ പലപ്പോഴും ഈ ഡയാലിസിസ് ഫ്ലൂയിഡിൽ തന്നെ ഗ്ലൂക്കോസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഗ്ലൂക്കോസ് ലെവൽ ഡയബറ്റിക് പേഷ്യൻറ്റ് ചിലപ്പോൾ ഗ്ലൂക്കോസ് അപ്പോഴേക്കും ഷുഗർ കൺട്രോൾ ബുദ്ധിമുട്ട് വരും. എക്സോസ്റ്റഡ് ആവുമല്ലോ. ഓരോ ഓൾട്ടർനേറ്റ് ഡേയ്സ് അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഡയാലിസിസ് ഒരു ഹോസ്പിറ്റലിൽ പോകുക എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാമല്ലോ. ഒരാൾ ആരോഗ്യമുള്ള ഒരാൾക്ക് ഒരു ദിവസം ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി വരുന്നത് അവിടുത്തെ തിരക്ക് മാത്രമല്ലല്ലോ, എല്ലാത്തിനും അതൊരു ക്യൂവും ഇതും എല്ലാം കഴിഞ്ഞ് വേണ്ടേ വരാനായിട്ട്. അപ്പം 2 കെയർ ഗീവറിനും അതുപോലെ തന്നെ പേഷ്യൻറ്റിനും എക്സോസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഏർലി സ്റ്റേജ് നേരത്തെ കണ്ടുപിടിക്കാൻ നോക്കുക. കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്കത് മരുന്ന് വെച്ചിട്ട് പ്രതീക്ഷിക്കരുത്. മരുന്ന് കൊണ്ട് നമുക്ക് കിഡ്നിക്ക് വേണ്ടിയിട്ട് മരുന്നൊന്നുമില്ല. അതുകൊണ്ട് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് അത് നമുക്ക് എന്ത് രോഗം കൊണ്ടാണോ കിഡ്നിക്ക് പ്രോബ്ലം വന്നത്, കിഡ്നിക്ക് വെറുതെ രോഗം വരികയല്ല, ഏതെങ്കിലും ഒരു രോഗം കൊണ്ടായിരിക്കും. ഒന്നെങ്കിൽ സ്റ്റോൺ കൊണ്ടായിരിക്കല്ലേ, ഓട്ടോഇമ്യൂൺ ഡിസീസ് കൊണ്ടായിരിക്കല്ലേ, ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ആത്രോസ്ക്ലിറോസിസോ കൊളസ്ട്രോളോ ഇതൊക്കെ കൊണ്ടാണ് കിഡ്നിക്ക് പോരുന്നത്. അത് മാറ്റാൻ നോക്കുക. മരുന്ന് വെച്ച് മാറ്റിയാൽ നമ്മുടെ കിഡ്നി ഫെയിലിയറിലേക്ക് നമ്മൾ കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. ശരിക്കും ഈ കിഡ്നി പേഷ്യൻസിൻ്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആ പേഷ്യൻറ്റിനെ പോലെ തന്നെ ആ കെയർ ഗിവറോ അല്ലെങ്കിൽ അവരുടെ കൂടെ ഉള്ളവർ അവർക്കും ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഉള്ള സിറ്റുവേഷനിൽ
ശരിക്കും അവർ ഈ കിഡ്നി ട്രീറ്റ്മെന്റിനെ പറ്റിയും കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്? നമുക്ക് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലൂടെ മാറ്റാൻ നോക്കാം. ഇപ്പം എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് എനിക്ക് പറയുകയാണെങ്കിൽ, ഞാൻ എല്ലാ ലെവലിലുള്ള സ്റ്റേജ് 1-ലുള്ളവരും 2-ലുള്ളവരും 3-ലുള്ളവരും 4-ലുള്ളവരും 5-ലുള്ളവരും 5-ൽ തന്നെ നമ്മൾ ലേറ്റ് സ്റ്റേജ് 5-ൽ ഏർലി എന്ന് പറയുമ്പം ഒരു ക്രിയാറ്റിനൊക്കെ ഒരു 4.5 നിൽക്കുന്നതാണ് ഏർലി സ്റ്റേജ്. ഒരു 8-ലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രോഗ്രസ് ചെയ്തു. 10-ലേക്കൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെരി ഡിഫിക്കൽട്ടാണ്. 10-12 ഒക്കെ കാണുമ്പോഴായിരിക്കും ചിലർ ഇതുവരെ നമ്മൾ ഡയബറ്റീസ് ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, ഒന്നിനും ഒരു കെയർ ഒക്കെ കൊടുക്കാതെ, കാരണം സിംറ്റംസ് ഇല്ലല്ലോ. സിംറ്റംസ് ഇല്ലെങ്കിൽ അന്ന് ഇഗ്നോർ ചെയ്യുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലുള്ളവർക്കാണ് പലപ്പോഴും ഇതെത്തുന്നത്. പിന്നെ വെരി റെയർ ആയിട്ട് ഈ IgA നെഫ്രോപ്പതിയൊക്കെ 10-30 വയസ്സിലൊക്കെ ആയിരിക്കും ലേറ്റ് സ്റ്റേജ്, വല്ല വോമിറ്റിംഗ് ഒക്കെ വന്നു കഴിഞ്ഞ് ക്രിയാറ്റിനൊക്കെ 10-12 ഒക്കെ എത്തിക്കഴിയുമ്പോൾ മാത്രം അറിയുന്നത്. അല്ലാത്ത 99% ഓഫ് ദി പേഷ്യൻസിനും ഇവർക്ക് നേരത്തെ അറിയുന്നുണ്ട്, അറിഞ്ഞിട്ടും ഇഗ്നോർ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫാമിലിയിലോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒക്കെ ഷുഗർ നോക്കുകയും കൊളസ്ട്രോൾ നോക്കുകയൊക്കെ ചെയ്യുമല്ലോ. എന്ന് പറഞ്ഞാൽ ഒരു RFT നോക്കുക. RFTയിൽ നമ്മൾ GFR കുറയുമോ, ക്രിയാറ്റിനെ മാത്രം ബേസ് ചെയ്യരുത്. GFR 90 താഴെയാണെന്ന് കണ്ടാൽ തന്നെ സീരിയസ് ആവുക. യൂറിനിൽ പസൽസോ RBCസോ റിപ്പീറ്റഡ് ആയിട്ട് കാണുകയാണെങ്കിൽ, അതുപോലെ ആൽബുമിൻ കാണുകയാണെങ്കിൽ സീരിയസ് ആയിട്ട് തന്നെ അതിനെ കാണുക. പിന്നെ സ്റ്റോൺ വരികയാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട്, ഒരു പ്രാവശ്യം സ്റ്റോണിന് ലിത്തോട്രിപ്സി സർജറി ഒക്കെ ചെയ്തു, അതും ഇനി വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കുക. അത് മോഡേൺ മെഡിസിനിൽ ഇപ്പം നമ്മൾ നെഫ്രോളജിസ്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അധികം വലിയ അവർക്ക് കുറച്ച് അഡ്വൈസ് ഉണ്ടാകും, ഡയറ്റ് അഡ്വൈസും ഒക്കെ തരും. പക്ഷെ ഓറിയന്റഡ് ലൈഫ് സ്റ്റൈലിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഡോക്ടേഴ്സിനോട് കൂടെ ഇത് ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ റിസിസ്റ്റ് ഡിവോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഡയബറ്റിക് പേഷ്യൻസ് എല്ലാവരും മനസ്സിലാക്കണം, നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി ഫാസ്റ്ററായിട്ട് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. മരുന്ന് നിർത്തി എല്ലാവരും നിർത്താനല്ലേ പറയുന്നത്, ഒരു ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്തുകൊണ്ട് മരുന്നിൽ നിന്ന് മോചനം നേടാൻ നോക്കുവാണെങ്കിൽ നമുക്ക് ചെയ്യാം. ലൈഫ് നമുക്ക് എല്ലാവർക്കും അറിയാം, ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മരിക്കും എന്നുള്ളത് സുനിശ്ചിതമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് നമ്മൾ ആ ജീവിക്കുന്ന സമയത്തെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ, അതിപ്പം ഏത് രീതിയിലാണെങ്കിലും വരാമല്ലോ, ഓരോരുത്തർക്കും ഒരു ലൈഫ് സ്പാൻ വെച്ചിട്ടുണ്ടാവും. പക്ഷെ അത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ നോർമലായിട്ട് നിർത്തേണ്ടത് അത്യാവശ്യമാണ്. കിഡ്നി ഫെയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കിഡ്നിയുടെ ഹെൽത്ത് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. പിന്നെ മെഡിക്കൽ പ്രാക്ടീസിൽ ശരിക്കും പറഞ്ഞാൽ പ്രാക്ടീഷണേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ കിഡ്നി ഫെയിലിയർ ട്രീറ്റ്മെൻറ്റിൽ എന്താണ് ചാലഞ്ചസ്? കിഡ്നി ഫെയിലിയറിന് നമുക്ക് കാര്യമായ ഒരു മരുന്നോ ഒന്നും കൊണ്ടൊന്നും ചെയ്യാനില്ല. ഈ ഡയാലിസിസ് ആണ് ആകെയുള്ള ഒരു സൊല്യൂഷൻ ഫെയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. മോഡേൺ മെഡിസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് മരുന്ന് വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, മരുന്ന് വെച്ച് നമുക്ക് കിഡ്നിക്ക് വേണ്ടിയിട്ട് ചെയ്യാനുള്ള ഡയബറ്റീസിന് കൊടുക്കാം, അതിൻ്റെ കോസോഫിറ്റീവ് ഫാക്ടേഴ്സിന് കൊടുക്കാം. പക്ഷെ അതെല്ലാം മരുന്നാണ്, അതെല്ലാം കിഡ്നിയുടെ വർക്ക് ലോഡ് കൂട്ടും. പിന്നെ ഫൈനലി ഡയാലിസിസ് കൊടുക്കാം, പിന്നെ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ചിന്തിക്കാം. വേറെ ഒന്നും ചെയ്യാനില്ല ബേസിക്കലി. അപ്പം അതുകൊണ്ട് മരുന്ന് മോഡേൺ മെഡിസിന് നമുക്ക് ഒത്തിരി പൈസ ഉണ്ടാവുമോ, എനിക്ക് കിഡ്നി ഫെയിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒരു റിനൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യും. ഇപ്പം റിലേറ്റീവ്സ് മാത്രമേ അതിന് തരാൻ ആൾ വേണം. ലീഗലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് റിലേറ്റീവ്സിന് മാത്രമേ നമുക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനുള്ളൂ. പക്ഷേ അല്ലാതെയൊക്കെ പൈസ കൊടുത്തും ഒക്കെ മേടിക്കാമെന്നൊക്കെ കരുതിയാൽ പോലും നമ്മൾ ഓർക്കണം, അല്ലെങ്കിൽ അതുപോലെയുള്ള രീതിയിലൊക്കെ മാനേജ് ചെയ്യാമെന്ന് കരുതിയാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് കഴിഞ്ഞാലും നമ്മൾ ഈ ഇമ്മ്യൂണോസപ്രസൻസ് എടുക്കണം, അതും നമുക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് കിഡ്നിക്ക് നമ്മൾ പൈസ ഉണ്ട്, എനിക്ക് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ചെയ്യാമെന്നൊന്നും കരുതിയിട്ട് കാര്യമില്ല. ഡയാലിസിസിന് പൈസ ഉണ്ടാവും. പൈസ ഉണ്ടായിട്ട് മാത്രം നമ്മൾ 2 പ്രാവശ്യം ചെയ്ത് അതിൻ്റെ ടയർഡ്നെസ്സും അതിൻ്റെ സ്ട്രെസ്സും അതിൻ്റെ കോംപ്ലിക്കേഷൻ, ഡയാലിസിസ് ഓൾസോ ഹാസ് സോ മെനി കോംപ്ലിക്കേഷൻസ്. കാരണം നമ്മൾ അത്രയധികം ഫ്ലൂയിഡ്, ഓൾമോസ്റ്റ് 200 ലിറ്റേഴ്സ് ഓഫ് ഫ്ലൂയിഡുമായിട്ട് എക്സ്പോഷർ വരിക. ഇതൊക്കെ വെള്ളവും ഇലക്ട്രോലൈറ്റ്സും ഗ്ലൂക്കോസും വെച്ചാണ് ബേസിക്കലി ഈ ഡയാലിസിസ് ഫ്ലൂയിഡ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ ബ്ലഡും ഇതുമായിട്ട് ആ ഒരു ബ്ലഡ് അതുമായിട്ട് എക്സ്പോഷർ വരുവാണ്. അതിനൊക്കെ ഒത്തിരി സൈഡ് എഫക്ട്സ് വരാം. അപ്പം അതുകൊണ്ട് നമ്മൾ എല്ലാം സൊല്യൂഷനുണ്ട്, എന്തായാലും ഞാൻ ട്രീറ്റ്മെൻറ്റേ എടുക്കുകയുള്ളൂ, ഞാൻ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുകയല്ല എന്ന് കണ്ടിരിക്കാതെ നേരത്തെ കണ്ടെത്തി ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് അത് നമ്മുടെ കിഡ്നി സംരക്ഷിക്കാനായിട്ട് നോക്കുക. അപ്പം ശരിക്കും നമ്മളുടെ പൊതുവെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ കിഡ്നി ഡിസീസ് അതിനെപ്പറ്റി അത് മനസ്സിലാക്കി തരുന്നതിനും, പിന്നെ അതേസമയം അതിൻ്റെ റിവേഴ്സലിനെ പറ്റി അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുന്നതിനെ പറ്റി നമുക്ക് എന്തായിരിക്കും ഡോക്ടറിന് പറയാനുള്ളത്? എൻ്റെ
ഞാൻ ചെയ്യുന്ന രീതി ഒരു നെഫ്രോളജിസ്റ്റ് ആണല്ലോ കിഡ്നിയുടെ സ്പെഷ്യലിസ്റ്റ്, സർജൻ ആണെങ്കിൽ ന്യൂറോളജിസ്റ്റ് ആണ് സർജൻ. അവരുടെ ഒരു കൺസെപ്റ്റോ അല്ലെങ്കിൽ അവരുടെ ഒരു ഐഡിയോളജിയോ അല്ല ഇതിനകത്ത് വരുന്നത്. ഇപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ബേസിക്കലി ഇപ്പം നമ്മൾ ഒരു മെഡിക്കൽ ബുക്സ് നോക്കിയാലോ അല്ലെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്താലോ ഒന്നും ഈ രീതിയിലായിരിക്കുകയല്ല നമുക്ക് ആർക്കും കിട്ടുന്നൊരു റെസ്പോൺസ്. ഇപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ നോക്കിയാൽ നമ്മൾ ഏത് കാരണം കൊണ്ട് വന്നതാണേലും, ഡയബറ്റീസ് ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും IgA നെഫ്രോപ്പതി ആണെങ്കിലും SLE ആണെങ്കിലും ഏതാണേലും കിഡ്നി ഡിസീസിന് കാരണമായത്, ഈവൻ ഫാമിലിയൽ പോളിസിസ്റ്റിക് ഡിസീസ് ആണെങ്കിലും നേരത്തെ വരികയാണെങ്കിൽ, അതായത് ഒരു സ്റ്റേജ് 1 or 2 ആണെങ്കിൽ മിക്കവാറും GFR 90ക്ക് മുകളിലേക്ക് കൊണ്ടുപോകാം. 60ക്ക് താഴെ, അതായത് സ്റ്റേജ് 3 എത്തിയതാണെങ്കിൽ അത് മിക്കവാറും സ്റ്റേജ് 2ലേക്കെങ്കിലും എത്തിക്കാൻ പറ്റും. ഈവൻ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ സ്റ്റേജ് 3 എത്തിയവരുടെ കംപ്ലീറ്റ് റിവേഴ്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ളവരുമുണ്ട്. പിന്നെ സ്റ്റേജ് 4 എത്തിയാലും മിക്കവാറും സ്റ്റേജ് 3ലേക്ക് കൊണ്ടുവരാൻ പറ്റിയെന്നിരിക്കും. സ്റ്റേജ് 5 എത്തി ഏർലി സ്റ്റേജ് ആണെങ്കിൽ ചിലപ്പം സ്റ്റേജ് 4ലേക്ക് കൊണ്ടുവരാൻ പറ്റിയെന്നിരിക്കും. ലേറ്റ് സ്റ്റേജ് ആണെങ്കിൽ ഒരു സിംറ്റം ഫ്രീ ആണെങ്കിൽ, അതായത് ഇപ്പോൾ ഛർദിലൊക്കെ വന്ന് തീരെ വയ്യാത്ത ഒരു പേഷ്യൻറ്റിന് ലൈഫ് സ്റ്റൈൽ ചെയ്യാൻ, അതായത് ബേസിക് എക്സസൈസ് ചെയ്യാനും ഫുഡ് നോക്കാനും ഉള്ള ഒരു ശേഷി വേണം. അപ്പോൾ നമ്മൾ സ്റ്റേജ് 3 എത്തുമ്പോഴേക്കും തന്നെ നമ്മൾ ഫുഡിൽ റെസ്ട്രിക്ഷൻ വരും, പ്രോട്ടീനൊക്കെ കുറയ്ക്കേണ്ടി വരും. സ്റ്റേജ് 4ലേക്ക് വരുമ്പോൾ വീണ്ടും കുറയ്ക്കേണ്ടി വരും, പൊട്ടാസ്യം കുറയ്ക്കേണ്ടി വരും. മറ്റേതിലാണെങ്കിലും പൊട്ടാസ്യത്തിൻ്റെ അളവൊക്കെ കുറയ്ക്കേണ്ടി വരും. അപ്പം നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിഡ്നി റിപ്പയർ ചെയ്യാനാണ്. റിപ്പയർ ചെയ്യണമെങ്കിൽ ന്യൂട്രീഷൻ വേണം, പ്രോട്ടീനും അമിനോ ആസിഡ്സും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഈവൻ കിഡ്നിക്ക് പേഷ്യൻസിന് പ്രഷറാണ് ഒരു മെയിൻ പ്രോബ്ലം. അപ്പോൾ പ്രഷർ കറക്റ്റ് ചെയ്യാനായിട്ട് സോഡിയം പൊട്ടാസ്യം ബാലൻസ് ആണ് കറക്റ്റ് ചെയ്യേണ്ടത്. സോഡിയം പൊട്ടാസ്യം ബാലൻസ് കറക്റ്റ് ചെയ്യണം. അപ്പം നമുക്ക് പൊട്ടാസ്യം ഉപയോഗിക്കാൻ പറ്റില്ല, പൊട്ടാസ്യം തീരെ കുറയ്ക്കേണ്ടി വരും. അപ്പം നമ്മൾ കിഡ്നി ഫംഗ്ഷൻ ഡിറ്ററിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ റിപ്പയർ പോസിബിലിറ്റി കുറഞ്ഞു വരും. അതിന് കാരണം നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനും ഇതെല്ലാം ഉള്ള പോസിബിലിറ്റി കുറയുക. പിന്നെ തീരെ വീക്കായി പോകും, അപ്പം എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ എത്ര നേരത്തെ കണ്ടുപിടിക്കുന്നു അതനുസരിച്ച് റിവേഴ്സ് ചെയ്യാനും കുറച്ച് ഒരു ലെവലിലേക്ക് കൊണ്ടുവരാനും പിന്നെ അത് സ്റ്റേബിൾ ആക്കി കൊണ്ടുപോകാനും പറ്റും. പിന്നെ 90% നമ്മൾ എല്ലാ പേഷ്യൻസിനും തന്നെ ഏത് സ്റ്റേജിലുള്ളവരാണ് പറഞ്ഞ ലേറ്റ് സ്റ്റേജ് 5 അല്ലാത്തവർക്കൊക്കെ തന്നെ കംഫർട്ടബിൾ ആക്കാൻ പറ്റും. പിന്നെ നേരത്തെ ഉള്ളവർക്കൊക്കെയാണ് എല്ലാ മെഡിക്കേഷനിൽ നിന്ന് മാറാൻ പറ്റും. അതായത് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, ഹാർട്ടിന് ഇതൊക്കെ കഴിക്കുന്ന മരുന്നുകൾക്ക് മിക്കവാറും പേർക്കും ഇതിനെ മന്ത് തന്നെ മാറ്റാൻ പറ്റും. അപ്പോൾ തന്നെ കിഡ്നിക്ക് ഭയങ്കര ആശ്വാസമായി. അപ്പം മരുന്നില്ലാതെ തന്നെ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും എല്ലാം കൺട്രോൾഡ് ആവണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ബെറ്റർ കിഡ്നിയെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. സാധാരണഗതിയിൽ കിഡ്നി ഡിസീസിന്റെ കൂടെ വരുന്ന മറ്റ് അസുഖങ്ങൾ ഏതൊക്കെയാണ്? കിഡ്നി ഡിസീസിന് തന്നെ കാരണമാകുന്ന അസുഖങ്ങളൊക്കെ കിഡ്നി ഡിസീസ് വന്നു കഴിയുമ്പോൾ കണ്ടിന്യൂ ചെയ്യുമായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ ഒന്ന് ഡയബറ്റീസ് ആണ്, പിന്നെ ഹൈപ്പർ ടെൻഷന്, പിന്നെ ഒബേസിറ്റി. ചിലർ പിന്നെ അസുഖം കൊണ്ട് ഡയബറ്റീസ് ഒക്കെ കൂടി ചിലപ്പോൾ ഒബേസിറ്റി, കിഡ്നി ഫെയിലിയർ എത്തുമ്പോഴേക്കും ചിലപ്പോൾ ഒബേസിറ്റി ഒക്കെ മാറിയിട്ടുണ്ടാവും. പിന്നെ ഹൈ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും വന്ന് ഈ ഹാർട്ടിലൊക്കെ ബ്ലോക്ക് വന്ന് ഹാർട്ട് ഡിസീസ് ആയിരിക്കും പിന്നെ ഉള്ളത്. പിന്നെ പലർക്കും ഈ കിഡ്നി സ്റ്റോൺ സംബന്ധമായിട്ടുള്ളതുണ്ടാകും. പിന്നെ പലപ്പോഴും ഈ കിഡ്നി ഡിസീസിലേക്ക് പോയത് തന്നെ പല ആർത്രൈറ്റിസ് ഒക്കെ പോലെയുള്ള ഓട്ടോഇമ്യൂൺ ഡിസീസിനും വേണ്ടിയിട്ട് പെയിൻ കില്ലേഴ്സ് ഒക്കെ ലോങ് ടേം എടുത്ത് അങ്ങനെ പല അസുഖം, പ്രത്യേകിച്ചും ഈ ആർത്രൈറ്റിസിനാണല്ലോ ഇങ്ങനെ ലോങ് ടൈം മരുന്നുകൾ എടുക്കേണ്ടി വരുന്നത്. അതുപോലെ തലവേദന, സൈക്യാട്രി പ്രോബ്ലംസ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ലോങ് ടൈം മരുന്നുകൾ എടുത്തതും ഒക്കെ ആയിരിക്കും ഈ കിഡ്നിക്ക് പ്രോബ്ലം വരാൻ തന്നെ കാരണം. അപ്പം ഈ പ്രോബ്ലംസ് എല്ലാം അതിൻ്റെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. അതുകൂടാതെ വൺസ് കിഡ്നിക്ക് രോഗം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും അവർക്ക് പ്രഷർ കൊണ്ടല്ല വന്നെങ്കിൽ പോലും അതൊക്കെ കിഡ്നിക്ക് രോഗം വന്നു കഴിയുമ്പോഴേക്കും പ്രഷറും കൂടെ കൂടാൻ തുടങ്ങും. അപ്പം ഇതിൻ്റെ മരുന്നുകളും എല്ലാം കൂടെയാണ് നമ്മൾ പിന്നെയും അതിൻ്റെ ഒരു പ്രോഗ്രഷനിലേക്ക് കൊണ്ടുപോകുന്നത്. പലപ്പോഴും കേൾക്കാറുണ്ട് ഈ കിഡ്നി അസുഖമുള്ളവർ മരുന്നുകൾ പറ്റുന്നത്രയും ഒഴിവാക്കണം, അല്ലെങ്കിൽ കിഡ്നിയെ തന്നെ അത് ബാധിക്കും, കിഡ്നിയുടെ അസുഖത്തിനെ കൂട്ടാനായിട്ട് ചിലപ്പോൾ അത് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള സ്ഥിതിയിൽ ഈ ഡയബറ്റീസ് മെഡിക്കേഷൻസിൻ്റെ കാര്യത്തിൽ ഇപ്പം ഇങ്ങനെ പറയും പുതിയത് വന്നിട്ടുണ്ട്, ആ ഡയബറ്റീസ് മെഡിക്കേഷൻ ഈ വന്നേക്കുന്നത് കിഡ്നിക്ക് നല്ലതാണ് എന്നുള്ള രീതിയിലേക്കൊക്കെ കേൾക്കാറുണ്ട്. ഇത് രണ്ടും എങ്ങനെയാണ് ഒത്തുവരുന്നത്? ഒരു മരുന്നും ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഡയബറ്റീസ് എന്നല്ല ഒരു മരുന്നും, കിഡ്നിക്ക് വേണ്ടിയാണെങ്കിൽ പോലും എടുക്കുന്ന ഒരു മരുന്നും കിഡ്നിക്ക് സ്ട്രെസ്സാണ് ഉണ്ടാക്കുന്നത് ഏത് മരുന്നും. അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ, എന്ത് സാധനം വേണമെങ്കിൽ കിഡ്നി വേണം എക്സ്ക്രീറ്റ് ചെയ്യാൻ. അപ്പോൾ എന്ത് സാധനം കഴിക്കുന്ന മരുന്ന് തന്നാലും അത് ഈവൻ നമ്മുടെ ഫുഡ് കൂടുതലായി പോയാലും, അപ്പോൾ പ്രോട്ടീൻ കൂടിപ്പോയാൽ കിഡ്നിക്ക് പ്രോബ്ലം വരാൻ, ക്രിയാറ്റിനിൻ കൂടി അതിൻ്റെ എക്സ്ക്രീറ്ററി പ്രോസസ്സ്. പ്രോട്ടീൻ കൂടുമ്പോൾ എന്ത് പറ്റും, യൂഷ്വലി ഫുഡ് എക്സസ് വരുമ്പോഴാണ് ക്രിയാറ്റിനിൻ കൂടും, യൂറിക് ആസിഡ് കൂടും. യൂറിക് ആസിഡ് ഓൾസോ ഇസ് മെഷർ. നമ്മൾ പലപ്പോഴും യൂറിക് ആസിഡ് കൂടുമ്പോൾ യൂറിക് ആസിഡ് ബ്ലോക്ക് ചെയ്യാനുള്ള മരുന്നെടുക്കും.
പക്ഷെ ശരിക്കും യൂറിക് ആസിഡ് കൂടുന്ന യൂറിക് ആസിഡിന് കിഡ്നിയാണ് പുറത്തേക്ക് കളയേണ്ടത്, കിഡ്നിക്ക് അത് പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ യൂറിക് ആസിഡിനെ ഉണ്ടാക്കാതെ ബ്ലോക്ക് ചെയ്താൽ നമുക്ക് വെറുതെ ഒരു സിംറ്റം, നമ്മൾ ബ്ലഡ് ടെസ്റ്റിൽ ഇമ്പ്രൂവ്മെന്റ് കാണിക്കുന്നുള്ളൂ, അതിനപ്പുറത്തുള്ള വേസ്റ്റ് മെറ്റീരിയൽ ബോഡിയിൽ അടിഞ്ഞു കൂടുമായിരിക്കും ചെയ്യുന്നത്. സോ അപ്പോൾ അതൊന്നും ബേസിക്കലി സൊല്യൂഷൻ അല്ല ശരിക്കും. ഈ ഡയബറ്റീസിനെ സംബന്ധിച്ചിടത്തോളം ഡയബറ്റീസിന്റെ ചില മരുന്നുകൾ, പ്രത്യേകിച്ച് മൂത്രത്തിൽ കൂടി വിടുന്ന ഗ്ലൂക്കോസിനെ പുറത്തേക്ക് കളയാനുള്ള ഒരു മരുന്നാണ് ഇപ്പം ഗ്ലിഫ്ലോസിൻ, ഡപ്പാഗ്ലിഫ്ലോസിൻ എന്നൊക്കെ പറഞ്ഞ് ചില മരുന്നുകളുണ്ട്. പക്ഷെ അത് ഡെഫിനറ്റ്ലി ശരിയാണ്, അത് ഇൻസുലിൻ ലെവൽ കൂട്ടൂല, അത് യൂറിൻ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരു മരുന്ന് നമ്മൾ ഡയബറ്റീസുകാർക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നത്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് ഓവറായിട്ട് ലൈഫ് സ്റ്റൈൽ സ്ട്രിക്റ്റ് ആയിട്ട് ലോ കാർബ് ഡയറ്റ് എടുത്തിട്ട് ഒപ്റ്റിമൽ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെ ലോ ഡോസിൽ വല്ലപ്പോഴും, അതായത് നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഒക്കെ എന്തെങ്കിലും ഒരു ഇച്ചിരി മധുരമൊക്കെ കഴിക്കണമെന്ന് കൊതിയൊക്കെ തോന്നുന്ന ആ സമയത്തൊക്കെ വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഡെയിലി എടുത്താൽ എന്താ, നമ്മുടെ യൂറിൻ തന്നെ ഒരു ഫ്രൂട്ട് ജ്യൂസ് പോലെയാവും. അതായത് ഒരു ഗ്ലൂക്കോസ്, വെരി ഹൈപ്പർ ഗ്ലൂക്കോസ് ഉള്ള മധുരം ആയിട്ടുള്ള യൂറിനായി മാറും അത്. കാരണം മൂത്രത്തിൽ കൂടി ഗ്ലൂക്കോസിനെ പുറത്തു വിടാനാണ് നോക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും, ഇൻഫെക്ഷൻ വരും, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും മറ്റേത് വരാം. അപ്പോൾ അത്തരം മരുന്നുകളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ കോവിഡ് ടൈമിലൊക്കെ ഈ വൈറ്റ് ഫംഗസ്, ബ്ലാക്ക് ഫംഗസ് എന്നൊക്കെ പറഞ്ഞ് ഇത് വരികയും പിന്നെ ഒരു നെക്രോട്ടൈസിങ് മസ്കുലർ ഡിസ്ട്രോഫി, മസിൽസിനെ എല്ലാം കൂടെ ഭയങ്കര സിവിയർ ഇൻഫെക്ഷൻ, പ്രത്യേകിച്ച് പെൽവിക് ഇൻഫെക്ഷനൊക്കെ വന്ന് ഉള്ള പ്രശ്നങ്ങൾ വന്നിരുന്നു. പിന്നെ ഇതെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ മൂത്രത്തിൽ കൂടെ യൂറിൻ ഗ്ലൂക്കോസിനെ വിടുന്ന കാര്യം എടുക്കുമ്പോഴും വെരി ഇഫക്റ്റീവ് ഒക്കെയാണ്, പക്ഷേ അത് അത്ര കൺട്രോൾഡ് ആയിട്ട് മാത്രം ഉപയോഗിക്കേണ്ടതാണ്. അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ വന്ന് അവിടെയും കിഡ്നിക്ക് പ്രോബ്ലം വരുത്താം. കാരണം ഗ്ലൂക്കോസ് ആണല്ലോ, അതിനകത്ത് ബാക്ടീരിയ വളരും. പിന്നെയുള്ള ഒരു GLP-1, ഇപ്പം നമ്മൾ ഈ വെയിറ്റ് കുറയ്ക്കാനായിട്ട് എടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ ഇപ്പോൾ പുതിയതായിട്ടൊക്കെ ഇവിടെ നമ്മൾ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതൊരു GLP-1 അഗനിസ്റ്റ്, റിസപ്റ്റർ അഗനിസ്റ്റ് എന്ന് പറഞ്ഞുള്ള ഒരു മെഡിസിൻസ് ആണ്. അതിലെന്താ ഗുണം എന്ന് ചോദിച്ചാൽ, അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ വിശപ്പ് കുറയ്ക്കും. ഈ വിശപ്പ് കാരണമാണല്ലോ നമ്മൾ ഇതെല്ലാം കൂടി എടുത്ത് കഴിച്ചിട്ടാണ് ഷുഗർ കൂടുന്നത്, അല്ലാതെ തന്നെ. അപ്പോൾ ഈ മരുന്നൊന്നുമില്ല, സ്വയം അങ്ങ് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് എപ്പോഴും നല്ലത്. പിന്നെ അത്ര കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവർക്ക് വെരി ഷോർട്ട് ടൈം ആയിട്ട് വെയിറ്റ് കുറയ്ക്കുന്നതിൻ്റെ, ഡയബറ്റീസ് കൺട്രോളിൻ്റെ ഭാഗമായിട്ട് ഷോർട്ട് ടൈം ആയിട്ട് ഉപയോഗിക്കാം. ലോങ് ടൈം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഷോർട്ട് ടൈം ഉപയോഗിക്കുമ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഓവർ വെയിറ്റ് ഉള്ളവർക്കാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇവരുടെ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് പാങ്ക്രിയാസിന് ഓൾറെഡി നീർക്കെട്ടൊക്കെ ഉണ്ടാവും. അപ്പം ക്രോണിക് പാങ്ക്രിയാറ്റൈറ്റിസ് ഉള്ളവർക്ക് ഇത് വന്നു കഴിയുമ്പോൾ ഒരു സൈഡ് എഫക്റ്റ് വരുന്ന അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസ് ഉണ്ടാകുന്നത്. അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സീരിയസ് പ്രോബ്ലമാണ്. അതിന് മരുന്നൊന്നുമില്ല, കാരണം പാങ്ക്രിയാസിൽ നിന്നുള്ള എൻസൈംസ് എല്ലാം പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അത് അവിടെ എല്ലാം ഡൈജസ്റ്റ് ചെയ്ത് കളയും. അപ്പോൾ അതൊരു സീരിയസ് ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷനാണ്. അതുണ്ടാകുന്നുള്ളതാണ് ഒരു പ്രോബ്ലം. ഇപ്പോൾ രണ്ടാമതായിട്ട് വേറൊരു അതിൻ്റെ സൈഡ് എഫക്റ്റ് ലോങ് ടൈം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഡിലറി കാർസിനോമ, തൈറോയിഡിനൊരു ക്യാൻസർ വരാമെന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ വളരെ ജുഡീഷ്യസ് ആയിട്ട് ലിമിറ്റഡ് ആയിട്ട് വേണമെങ്കിൽ അത്ര ഫുഡ് നമുക്ക് വോളണ്ടറി ആയിട്ട് ഫുഡ് കൺട്രോൾ ചെയ്യാൻ, വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ലാത്തവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഷോർട്ട് ടൈം ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലാതെ ഇത്തരം മരുന്നുകളൊന്നും ലോങ് ടൈം ഉപയോഗിക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ റിവേഴ്സലിൻ്റെ ഒരു പാർട്ടായിട്ട് അതിനെ ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം മരുന്നുകൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ പറയുന്നത്. ഇപ്പോൾ മെറ്റ്ഫോമിൻ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്ന്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോഷ്യസ് ആവണമെന്നാണ്. അത് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെറ്റ്ഫോമിൻ യൂസ് ചെയ്യാറില്ല. പിന്നെ പലപ്പോഴും ഇൻസുലിനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇൻസുലിൻ ആണെങ്കിലും കിഡ്നിക്ക് ദോഷം ചെയ്യും. കാരണം ടൈപ്പ് 1 ഡയബറ്റീസിന് ഇൻസുലിൻ എടുക്കുന്നതിന് കുഴപ്പമില്ല, അവിടെയും നമ്മൾ കൺട്രോൾഡ് ആയിരിക്കണം. അതിൻ്റെ കൂടെ ടൈപ്പ് 2 ഇൻസുലിൻ റെസിസ്റ്റൻസും കൂടെ വരാതെ നോക്കണം. കാരണം ഇൻസുലിൻ്റെ അളവ് കൂടിയാൽ സോഡിയം റിട്ടൻഷൻ വന്ന് പ്രഷർ കൂടാൻ തുടങ്ങിയാൽ പ്രഷറിൻ്റെ മരുന്ന് കൂട്ടണം. അങ്ങനെ അതൊരു കോംപ്ലിക്കേഷനിലേക്ക് പോകും. ടൈപ്പ് 2 ഡയബറ്റീസിന് ഒരു കാരണവശാലും നമ്മൾ ഇൻസുലിൻ എടുക്കാൻ പാടില്ല എന്നുള്ളത് സയൻറ്റിഫിക്കലി നോക്കിയാൽ ഇത്തരം മരുന്നുകൾ, ഈ പ്രത്യേകിച്ച് ഇൻസുലിൻ്റെ അളവ് കൂട്ടുന്ന മരുന്നുകൾ എടുക്കരുത്. എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെ കിഡ്നിക്ക് ദോഷം വരുത്തും. കാരണം കിഡ്നിയുടെ ബ്ലഡ് വെസൽസിനെ ഡാമേജ് ചെയ്യും. കിഡ്നിയുടെ വരുന്നതിൻ്റെ കൂടെ കണ്ണിൻ്റെ ബ്ലഡ് വെസൽ, ബ്രെയിനിൻ്റെ ബ്ലഡ് വെസൽ, അപ്പോൾ എല്ലായിടത്തും അതിൻ്റെതായ നെഗറ്റീവ് ഇഫക്റ്റ് വരും. ശരിക്കും ഈ ഹൈപ്പർ ടെൻഷൻ കിഡ്നിയും ആയിട്ട് ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ ഹൈപ്പർ ടെൻഷൻ മെഡിസിൻ്റെ കാര്യത്തിലും പറയുന്നത് ചില ഹൈപ്പർ ടെൻഷൻ മെഡിസിൻസ് കിഡ്നിക്ക് വളരെ ഗുണം ചെയ്യും എന്നുള്ളതാണ്. അതേസമയം നമ്മൾ മനസ്സിലാക്കുന്നു ഈ ഹൈപ്പർ ടെൻഷൻ മെഡിസിൻസും ഈ കിഡ്നിയെ സ്ട്രെസ് ചെയ്യുന്നു എന്ന് കേൾക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ കിഡ്നിയുടെ പ്രോബ്ലം കൊണ്ട് വരുന്ന പ്രഷർ കൂടുതലാണെങ്കിൽ കിഡ്നിക്ക് പ്രോബ്ലം വരുമ്പോൾ എന്ത് ചെയ്യും, കിഡ്നി റെനിൻ ഉണ്ടാക്കും. റെനിന് ആൻജിയോടെൻസിൻ കൺവേർട്ടിങ് എൻസൈമിൽ ആക്ട് ചെയ്ത് അതിന് ആൻജിയോടെൻസിൻ ഉണ്ടാക്കിക്കും. ഒരു ആൻജിയോടെൻസിൻ 1 ആൻജിയോടെൻസിനോജിനെ 1 ആക്കും. അങ്ങനെ കുറച്ച് മെക്കാനിസം ഉണ്ട്. അപ്പം അങ്ങനെയാണ് ശരിക്കും പ്രഷർ കൂടാനുള്ള കാരണം. അപ്പം അങ്ങനെയുള്ള ചില മരുന്നുകളാണ് ഒരു SE ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ARBs, ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ്.
അങ്ങനത്തെ ഈ അതായത് റെനിനെ ഡിഫറെന്റ് ലെവലിൽ, അതായത് കിഡ്നി ഉണ്ടാക്കുന്ന റെനിൻ എന്ന് പറഞ്ഞ ഹോർമോണിനെ ഡിഫറെന്റ് ലെവലിൽ ബ്ലോക്ക് ചെയ്യുന്ന ചില മരുന്നുകളാണ് നമ്മൾ ഈ കിഡ്നിക്ക് ഉള്ളവർക്ക് പിന്നെയും കൊടുക്കാന്ന് പറഞ്ഞു. അത് ശരിയാണ്, കാരണം ആ റെനിനെ ബ്ലോക്ക് ചെയ്യുന്ന മരുന്നുകളാണ്. പിന്നെയും ഒത്തിരി തരം മരുന്നുകൾ അല്ലാതെ ഉണ്ട്. ബി പിക്ക് വേണ്ടിയിട്ട് ഇപ്പം ഹൺഡ്രഡ്സ് ഓഫ് മെഡിസിൻസും കോമ്പിനേഷൻസും ഉണ്ട്. അപ്പൊ അതിൽ ഈ 2 ഗ്രൂപ്പിനെയാണ് നമ്മൾ കിഡ്നിക്ക് കിഡ്നിക്ക് ബെറ്റർ ആയിട്ട് പറയുന്നത്. പക്ഷെ ഏത് മരുന്നും അത് മരുന്നായി കഴിയുമ്പോഴേക്കും കിഡ്നിക്ക് അതിന്റെ മെറ്റബോളൈറ്റിനെ ഇതിന്റെ വേസ്റ്റ് മെറ്റീരിയൽ വരുമ്പോൾ കിഡ്നി വിടണമല്ലോ. അപ്പൊ ബേസിക്കലി എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഏർലി സ്റ്റേജ് ഓഫ് കിഡ്നി ഫെയിലിയർ, സ്റ്റേജ് 1 സ്റ്റേജ് 2 3 ഈവൻ 4 വരെയും നമുക്ക് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് BP കൺട്രോൾ ചെയ്യാൻ മിക്കവാറും പേർക്ക് പറ്റും മരുന്നില്ലാതെ. അതായത് മരുന്ന് നമ്മളിപ്പോൾ ഒരു റെനൽ പേഷ്യൻറ്റിന് തുടങ്ങുകയാണെങ്കിൽ, കിഡ്നിക്ക് പേഷ്യൻ്റ് അല്ലാത്തവർക്കാണെങ്കിൽ ഈസി ആയിട്ട്, കാരണം ഈ ലേറ്റ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഈ സോഡിയം പൊട്ടാസ്യം ബാലൻസ് ആണ് നമ്മുടെ BP കൺട്രോൾ ചെയ്യുന്നത്. ശരിക്കും അതിനൊരു മേജർ പാർട്ട് വഹിക്കുന്നത്. അപ്പോൾ ഈ പൊട്ടാസ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല. പൊട്ടാസ്യം ലോ ആക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് വരും. എന്നാൽ പോലും എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഈ 5th സ്റ്റേജ് ഓഫ് റിനൽ ഫെയിലിയറിലുള്ള പേഷ്യൻറ്റിനും അവർ കറക്റ്റായിട്ട് പറയുന്ന പോലെ ചെയ്യുന്നുണ്ടെങ്കിൽ മരുന്നില്ലാതെ BP കൺട്രോൾ ചെയ്യാനും മിക്കവർക്കും പറ്റുന്നുണ്ട്. വന്നാൽ തന്നെ പിന്നെ ഏതെങ്കിലും അതിപ്പോൾ അതിലും ഇത് ഈ പറഞ്ഞ പോലെ ASE അല്ലെങ്കിൽ ARBs ഏതെങ്കിലും ഒരു മരുന്ന് വെച്ച്, ഒരു സിംപിൾ മെഡിസിൻ വെച്ച് എപ്പോഴേലും ആവശ്യമുള്ളപ്പോൾ മാത്രം എടുക്കുന്ന ഒരു നിലയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കിഡ്നിയുടെ വർക്ക് ലോഡ് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഡയബറ്റീസ് മെഡിസിൻ ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ തുടങ്ങുമ്പോൾ തന്നെ നിർത്താം. പേഷ്യൻറ്റ് കറക്റ്റായിട്ട് പറയുന്ന പോലെ ചെയ്യുന്നുണ്ടെങ്കിൽ വിതിൻ 24 to 48 hours തന്നെ ഷുഗർ നോർമൽ ആകും. അതാണ് അത്. ഇപ്പോൾ ഈ മെറ്റ്ഫോമിനും ഡയബറ്റിക് മെഡിസിൻസും ഇൻസുലിനും കുറച്ച് കഴിയുമ്പോൾ തന്നെ കിഡ്നി ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യും. ഡയബറ്റീസ് പിന്നെ ഹാർട്ടിനുള്ള മരുന്നുകൾ എല്ലാം നമുക്ക് കുറച്ചുകൊണ്ട് വന്നേക്കാം. യൂഷ്വലി കിഡ്നി പേഷ്യൻസിൽ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മരുന്ന് കുറച്ചുകൊണ്ട് വന്ന് നിർത്താത്ത ഏർലിയസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം മരുന്ന് കിഡ്നിക്ക് സ്ട്രെയിൻ ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് മിക്കവാറും ഇതിൻ്റെ മന്ത് ചിലപ്പം പലർക്കും 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതിൻ്റെ മന്ത് എല്ലാ മരുന്നും കുറച്ചുകൊണ്ട് വന്ന് നിർത്താൻ പറ്റും. പിന്നെ ഡിഫിക്കൽറ്റി വരുന്നത് ഈ ലേറ്റ് സ്റ്റേജ് ഉള്ളവർക്കാണ്. പ്രഷർ കൺട്രോൾ ചെയ്യാനായിരിക്കും ഏറ്റവും ഡിഫിക്കൽറ്റി വരുന്നത്. ശരിക്കും ഈ കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് പലർക്കും ഈ ഹാർട്ട് ഡിസീസും കൂടെ ഉണ്ടാവാറുണ്ട്. ഹാർട്ട് ഡിസീസ് പല രീതിയിൽ ഉണ്ടാവാറുണ്ട്. അപ്പം ഈ ഹാർട്ട് ഡിസീസും കിഡ്നി ഡിസീസും ഒരുമിച്ച് ഉണ്ട് എങ്കിൽ എന്തൊക്കെയാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്? കിഡ്നിക്ക് പ്രോബ്ലം വന്നാൽ ഡെഫിനറ്റ്ലി അതിന്റെ ഇമ്പാക്ട് ഹാർട്ടിൽ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ കിഡ്നിക്ക് പ്രോബ്ലം വരുമ്പോഴേക്കും ഇപ്പോൾ യൂഷ്വലി ഹാർട്ടിൽ അസുഖം എന്ന് പറയുമ്പം ഈ കൊറോണറി ആർട്ടറി ഡിസീസ്, ഹാർട്ടിൽ ബ്ലോക്ക്, അതിനാണ് നമ്മൾ ഈ സ്റ്റെൻ്റൊക്കെ ഇടുന്നത്. അപ്പം സ്റ്റെൻറ്റ് നമ്മളൊരു നെഞ്ചുവേദനയായിട്ട് സ്റ്റെൻറ്റ് ഇടാൻ ചെല്ലുമ്പോഴേക്കും മിക്കവാറും ഹാർട്ടിൽ മാത്രമല്ല, രക്തക്കുഴലുകൾ ഏകദേശം 6000 മൈൽസാണ് അതിൻ്റെ ലെങ്ത്. അപ്പം കൊറോണറി ആർട്ടറിയിൽ ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ കിഡ്നിയിലെ ആർട്ടറികളിലും ബ്ലോക്ക് ഉണ്ടാകും. ഈ കിഡ്നിയിലെ ആർട്ടറിയിൽ ബ്ലോക്ക് ഉള്ളപ്പോഴാണ് പ്രഷർ കൂടുന്നത്. പ്രഷർ കൂടുമ്പം ഹാർട്ട് മോർ സ്ട്രെസ്സാണ്, ഹാർട്ടിനെ സംബന്ധിച്ച് മോർ സ്ട്രെസ്സാണ്. അപ്പം ഹാർട്ട് എന്താ ഈ മെസ്സേജ് തന്നെ എങ്ങനെയാണ്, റെനിൻ വരുമ്പം റെനിൻ ഹോർമോൺ കിഡ്നിക്ക് ബ്ലഡ് ആവശ്യത്തിന് കിട്ടാതെ വരുമ്പം റെനിൻ പുറത്തു വരും. റെനിൻ ബ്ലഡ് പ്രഷർ കൂട്ടാനുള്ള മെക്കാനിസമാണ് ചെയ്യുന്നത്. അതിനെയാണ് ബ്ലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഈ ARBസും ACEസും ഒക്കെ കൊടുക്കുന്നത്. അപ്പം ഈ ഹാർട്ടിൻ്റെ വർക്ക് ലോഡ്, കിഡ്നി ഡിസീസ് വന്ന് പ്രഷർ കൂടിയാൽ തന്നെ ഹാർട്ടിൻ്റെ വർക്ക് ലോഡ് കൂടും. അപ്പം അത് മനസ്സിലാക്കി നമുക്ക് അവിടെ കാരണം എന്താ, ഈ ഹാർട്ടിൽ ബ്ലോക്ക് വരാനും കിഡ്നിയിൽ പ്രഷർ കൂടാനും കാരണം എന്താ, നമ്മൾ കൊഴുപ്പ് പോയി രക്തക്കൊഴലിൽ അടിഞ്ഞ് രക്തക്കൊഴലിൽ നാരോ ആകുന്നു, രക്തക്കൊഴലിൻ്റെ അത് കുറഞ്ഞു വരുന്നു. അപ്പം നമ്മൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത്, മരുന്ന് കഴിച്ചല്ല, കൊളസ്ട്രോളും ട്രൈഗ്ലിസറോളൊന്നും മരുന്നില്ലാതെ ലൈഫ് സ്റ്റൈൽ വെച്ച് കറക്റ്റ് ചെയ്യണം നമ്മുടെ ബോഡിയിൽ. പിന്നെ വേറൊരു ഇത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഹോർമോണൽ മെക്കാനിസംസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ഫാറ്റാണ്, പ്രത്യേകിച്ച് omega-3-6 ഫാറ്റ്. അപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ കിഡ്നി ഹാർട്ട് പേഷ്യൻസും ഒക്കെ നട്ട്സ് നല്ലതാണെന്ന് പറഞ്ഞ് കഴിക്കുന്നത്. ജനറൽ കൺസെപ്റ്റ് അതാണ്, നട്ട്സ്, കശുവണ്ടി, കപ്പലണ്ടി, ബദാം ഇതൊക്കെ കഴിക്കുന്നത് ഹാർട്ടിന് നല്ലതാണ്. ആക്ച്വലി ഈ നട്ട്സിലെല്ലാം omega-6 വെരി ഹൈ ആണ്. omega-6 ഇൻഫ്ലമേറ്ററി ആണ്. ഈ omega-6നെ ബ്ലോക്ക് ചെയ്യാനാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്ന 90% ഓഫ് ദ മെഡിക്കേഷൻസ്. അത് ആക്ട് ചെയ്യുന്നത് തന്നെ ഈ omega-6 മെറ്റബോളിസത്തിൽ ബ്ലോക്ക് ചെയ്യാനാണ്. അപ്പം നമ്മളുള്ള omega-6 ഉള്ള നട്ട്സും ഈ സൺഫ്ലവർ, ഇപ്പോൾ അത് മാറിയെന്ന് തോന്നുന്നു. പണ്ടൊക്കെ ഞാനൊക്കെ മെഡിസിനൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ കാർഡിയോളജിസ്റ്റ് ആണെന്ന് പറയുന്നത് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാനാണ്. അപ്പോൾ ഈ സൺഫ്ലവർ ഓയിലിൽ ശരിക്കും ഓൾമോസ്റ്റ് 70% omega-6 ആണ്. അപ്പം omega-6 വെരി ഹൈ, omega-3 വെരി ലോയുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഫ്ലമേറ്ററി ലെവൽ കൂടുകയാണ് ചെയ്യുന്നത്. അത് തന്നെ BP കൂടാനായിട്ട് കാരണം വരും. ഈവൻ ഞാൻ കാണാറുണ്ട് പേഷ്യൻസ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു പേഷ്യൻ്റ്, പ്രത്യേകിച്ചും ഇദ്ദേഹത്തിന് ഡയബറ്റീസ് ഉണ്ട്, ഹൈപ്പർ ടെൻഷനുണ്ട്. അപ്പം നമ്മൾ എനിക്കൊന്ന് സ്റ്റേജ് 3 സ്റ്റേജ് എനിക്ക് അറൗണ്ട് 30 ആ റേഞ്ചിൽ, അറൗണ്ട് 20-30 ആ റേഞ്ചിലേക്ക് വന്നായിരുന്നു GFR. അപ്പം ഇദ്ദേഹത്തിൻ്റെ കൂടി ഒരു 60-ന് മുകളിലേക്ക് ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തിക്കാൻ പറ്റി. ഇത് കഴിഞ്ഞ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ എന്നാലും പ്രഷർ എല്ലാം മരുന്ന് നിർത്തി, ഷുഗറും മരുന്നെല്ലാം നിർത്തിപ്പോയി.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് ഒരു ദിവസം വിളിച്ചു, ഭയങ്കര പ്രഷർ കൂടുതലാണ്, എന്തായിരിക്കും? അപ്പം എന്താണെന്ന് ചോദിച്ചു. നമ്മൾ ഈ പറഞ്ഞ ഫുഡ് കഴിക്കുന്നതൊക്കെ എഴുതണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ പലപ്പോഴും ഈ കുറച്ചൊക്കെ എല്ലാം കൺട്രോൾ ആയി കഴിഞ്ഞാൽ അത്ര എഴുതിയല്ല. അപ്പം നമ്മൾ തിരിച്ച് പിന്നെയും പിന്നെയും ചോദിക്കുമ്പോഴാണ് അദ്ദേഹം കടല 3-4 ദിവസം കഴിച്ചു, നിലക്കടല. ആ, അപ്പം ആക്ച്വലി ഈ നിലക്കടല കശുവണ്ടി എന്തോ ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി. ആക്ച്വലി ഈ കടല കഴിച്ചതിന്റെ ഇഫക്റ്റിലോ അതുപോലെ കശുവണ്ടി കഴിച്ചതിന്റെ ഇഫക്റ്റില് പിന്നെ ആ ബ്ലഡ് പ്രഷർ തിരിച്ച് നോർമലിലേക്ക് കൊണ്ടുവരാൻ 3-4 ദിവസം എടുത്തു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കി ഇത് പറ്റില്ല എന്നുള്ള കാര്യം. അപ്പൊ അത്ര സെൻസിറ്റീവാണ്, കാരണം ഇത് omega-6 കൂടിയല്ല, അത് ഇൻഫ്ലമേറ്ററി ആണ്, അത് ബ്ലഡ് പ്രഷർ കൂട്ടും. അപ്പൊ അത് ഹാർട്ടിന് നല്ലതല്ല. ശരിക്കും omega-3 omega-6 ബാലൻസ് 1:1 വരണം. ഇതൊക്കെ നമ്മൾ അത്ര മെറ്റിക്കുലസ്ലി നോക്കി ചെയ്യുന്നതുകൊണ്ടാണ് ഈ BP ഡയബറ്റിക് കിഡ്നി പേഷ്യൻസിന്റെ ഒക്കെ BPയുടെയും പ്രഷറിന്റെയും എല്ലാത്തിന്റെയും മരുന്ന് കുറയ്ക്കാൻ പറ്റുന്നത്. ഈ omega-6 ആണ് നമുക്ക് ശരിക്കും ഹീലിങ്ങിനും റിപ്പയറിനും വേണ്ടത്. അപ്പൊ അത് കറക്റ്റ് ചെയ്യാൻ കൂടെയാണ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ അതിലൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര റിസൾട്ട് ഇത്ര നന്നായിട്ട് കിട്ടാനും കാരണം. മറ്റേ അതും പേഷ്യന്റ് കൂടെ മനസ്സിലാക്കണം. അത് ചിലപ്പം ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ തന്നെ പലപ്പോഴും ഇതാണ്, പേഷ്യന്റ് തെറ്റിച്ച് ചെയ്യും, അത് പിന്നെ അത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. ഈ ഇപ്പോൾ ഈ ആർത്രൈറ്റിസ്, വാദം, സാമവാദമൊക്കെ ഇങ്ങനെ വളരെ കൂടുതൽ കാണുന്നുണ്ട്. അപ്പം അത് ഡയഗ്നോസും ചെയ്യുന്നുണ്ട്, ആമവാദം എന്നൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്നവർക്കും ഈ കിഡ്നി ഡിസീസിനെ അത് എഫക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. പക്ഷെ പലപ്പോഴും ആ കണക്ഷൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അത് ടെസ്റ്റ് ചെയ്യാറോ ചെക്ക് ചെയ്യാറോ ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെയുള്ളവർ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആർത്രൈറ്റിസ് പേഷ്യൻസ് എല്ലാം കണ്ടിന്യൂസ്ലി മെഡിസിൻ എടുക്കുന്നുണ്ടാവും. അതിപ്പോൾ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണെങ്കിൽ മൾട്ടിപ്പിൾ മെഡിസിൻസ് ആയിരിക്കും. ഈ ഇമ്യൂണോസപ്രസൻസ് തന്നെ 2-3 കാണും, പിന്നെ പെയിൻ കില്ലേഴ്സ് കൂടാതെയും കാണും. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് കിഡ്നിക്ക് ദോഷം ഉണ്ടാക്കും. കാരണം പിന്നെ ഈ പേഷ്യൻസ് ഒക്കെ തന്നെ മിക്കവാറും ഈ ആസ്പിരിൻ പോലെയുള്ള മരുന്നുകൾ എടുക്കുന്നുണ്ടാവും. ഈ ആസ്പിരിൻ അതുപോലത്തെ ഈ അനാൽജസിക് നെഫ്രോപ്പതി അത് വേറൊരു എൻറ്റിറ്റി തന്നെയാണ്. പെയിൻ കില്ലേഴ്സ് കാരണം വരുന്ന നെഫ്രോപ്പതി വരാം. അപ്പൊ അത് ഈ പെയിൻ കാരണം നമ്മൾ മരുന്നെടുത്തു പോകുമല്ലോ, അതാണ് ഇതിനകത്ത് വരുന്നത്. ഈവൻ ഓസ്റ്റിയോആർത്രൈറ്റിസും വേറെ എന്താ ട്രീറ്റ്മെന്റ് ഉള്ളത്? ആകെ പെയിൻ കില്ലേഴ്സ് കൊടുക്കാൻ മോഡേൺ മെഡിസിനിൽ കൊടുക്കാനുള്ളത് പെയിന് മരുന്ന് കൊടുക്കാം, പിന്നെ എല്ലാം മുട്ട് മാറ്റി വയ്ക്കാം. ഈ 2 ഓപ്ഷനേ ഉള്ളൂ. അവിടെ മോഡേൺ മെഡിസിനിൽ മോഡേൺ സർജിക്കൽ മെഷേഴ്സ് ഇത് 2 ഉള്ളൂ. മെഡിസിന് പെയിൻ കില്ലർ, സർജറിയാണ് മുട്ട് മാറ്റി വയ്ക്കാം. ഈ ഓപ്ഷൻസേ ഉള്ളൂ. ഇത് അപ്പൊ ആക്റ്റീവായി പോയി മുട്ട് മാറ്റി വയ്ക്കുക. അപ്പൊ ഇതിന് എല്ലാം ഇങ്ങനെ മരുന്നുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കും. ആക്ച്വലി ഓസ്റ്റിയോആർത്രൈറ്റിസ് ആണെങ്കിലും ഏത് ആർത്രൈറ്റിസ് ആണെങ്കിലും, റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണെങ്കിലും മറ്റേ സോറിയാറ്റിക് ആർത്രൈറ്റിസോ ആങ്കിലോസിസ് സ്പോണ്ടിലൈറ്റിസോ എല്ലാത്തിൻ്റെയും ബേസിക് റീസൺ കിടക്കുന്നത് ലൈഫ് സ്റ്റൈലിലാണ്. അപ്പം ഈ ഇതൊക്കെ പലതും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ആക്ച്വലി ഇതെല്ലാം ബേസിക്കലി ഇപ്പം നേരത്തെയൊക്കെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നമ്മൾ മുട്ടിന് വരുന്നതിന് നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഓട്ടോ ഇമ്മ്യൂൺ കാറ്റഗറി അല്ല എന്ന് പറയാം. ആക്ച്വലി ഇത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അതിൽ മെയിൻലി അഫക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഈ തരുണാസ്ഥി അല്ലെങ്കിൽ കാർട്ടിലേജ് ബോണിൻ്റെ എൻഡിലാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ബോണിൻ്റെ എൻഡിലെ ഈ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ അറ്റാക്ക് ചെയ്ത് അതിന് ഇല്ലെന്നായി പോകും. അതാണ് നമ്മൾ ഡീജനറേറ്റീവ് ഡിസീസ് അല്ലെങ്കിൽ തേയ്മാനം എന്നൊക്കെ പറയുന്നത്. അതായത് അതിൻ്റെ തരുണാസ്ഥി ഇല്ലെന്നായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും അത് ബോൺ തമ്മിൽ കൂട്ടിമുട്ടി വേദന എടുക്കാൻ തുടങ്ങും. അപ്പം ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഒരു 10 ഇപ്പം ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ 10-15 കിലോ കുറച്ച് മാറാത്ത ഓസ്റ്റിയോആർത്രൈറ്റിസ് ഒന്നും ഇല്ല. പിന്നെ അതിനുള്ള അത് ചെയ്യാമെങ്കിൽ നമ്മളിപ്പം കാലൊക്കെ വളഞ്ഞു പോയ ഓസ്റ്റിയോആർത്രൈറ്റിസും ഈവൻ ഡിഫോമിറ്റി വന്ന പേഷ്യൻസും ഒക്കെ എനിക്ക് എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത് അവരുടെയൊക്കെ മരുന്നുകൾ നിർത്താനും പറ്റും. പിന്നെ ഒരാൾ പുറത്തെ നോക്കി കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ള പിന്നെ ഈ മുട്ട് മാറ്റി വയ്ക്കണമെന്നൊക്കെ പറഞ്ഞ് പേഷ്യൻസ് നമ്മൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഒരാളും പിന്നെ പോയി മുട്ട് മാറ്റി വയ്ക്കേണ്ട വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈവൻ നന്നായിട്ട് വളഞ്ഞു പോയ പലപ്പോഴും പലരുടെയും വളഞ്ഞു പോകും. അതുപോലെ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പേഷ്യൻ്റ് ആണെങ്കിലും പലപ്പോഴും ഹാൻഡിനുമൊക്കെ ഡിഫോമിറ്റി പോലും കുറച്ചുകൊണ്ട് വരാൻ പറ്റും എന്നുള്ളതാണ്. ഒൺലി തിങ് നമ്മൾ അതിനുള്ള അത് കറക്റ്റ് വേയിൽ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനായിട്ട് മനസ്സിലാക്കി അത് ചെയ്യണം എന്നുള്ളതാണ്. ഈ കിഡ്നി ഡിസീസിനെ പറ്റി പറയുമ്പോൾ സാധാരണ ഈ കിഡ്നി ഡിസീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് അതിൻ്റെ കുറേ കോംപ്ലിക്കേഷൻസ് വന്നു കൂടുന്നതായിട്ടാണ് കാണുക. അപ്പം ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നിൽ തുടങ്ങും, പിന്നെ അടുത്തത് ഡയഗ്നോസ് ചെയ്ത് അങ്ങനെ കൂടി വരും. അപ്പം ഇതിനെപ്പറ്റി ശരിക്കും പേഷ്യൻസും അവരുടെ കൂടെ ഉള്ളവരും എന്താണ് മനസ്സിലാക്കേണ്ടത്? കിഡ്നി ഫെയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സ്ക്രീറ്ററി, അതായത് വേസ്റ്റ് പോകാത്തതിൻ്റെ കൊണ്ട് നമ്മൾ ക്രിയാറ്റിൻ കുറയ്ക്കാൻ മരുന്നൊന്നുമില്ല, ആകെ നമുക്ക് പ്രോട്ടീൻ കുറയ്ക്കാന്നേ ഉള്ളൂ. യൂറിക് ആസിഡ് കുറയ്ക്കാൻ മരുന്നുള്ളതുകൊണ്ട് ശരിക്കും ക്രിയാറ്റിൻ കൂടുന്നു യൂറിക് ആസിഡ് കൂടുന്നു ഒരേ കാരണം കൊണ്ടാണ്.
പക്ഷേ യൂറിക് ആസിഡിന് പുറകെ മരുന്നുള്ളതുകൊണ്ട് വേഗം യൂറിക് ആസിഡിന് മരുന്നെടുത്ത് കഴിക്കും. അപ്പോൾ അതും ദോഷം ചെയ്യുകയാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ മിക്കവാറും കിഡ്നി പേഷ്യൻസിനെല്ലാം അവിടെ ഇവിടെയൊക്കെ കുറച്ച് ജോയിന്റ് പെയിനും മസിൽ പെയിനും ഒക്കെ ഉണ്ടാവും. അതെല്ലാം ഗൗട്ടാണെന്നും കരുതിക്കൊണ്ട് ഗൗട്ടി ആർത്രൈറ്റിസിന് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലവോക്സേറ്റ് ഒക്കെ പോലെയുള്ള യൂറിക് ആസിഡ് കുറയ്ക്കാനുള്ള മരുന്നെടുക്കണ്ടേ. ഇതിന് അങ്ങനത്തെ മരുന്നെടുക്കുന്നത് ശരിക്കും പറഞ്ഞ് ദോഷമാണ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ പഴയ കൺസെപ്റ്റ് ഓഫ് മെഡിക്കൽ ഇതിലങ്ങ് വന്നു പെട്ടിരിക്കുന്നത് അതൊക്കെ ഇപ്പോഴും ഒന്ന് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ കിഡ്നി ഫെയിലിയർ പേഷ്യൻസിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിഡ്നി ഫെയിലിയർ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളുടെ കിഡ്നിയുടെ കോംപ്ലിക്കേഷൻസ് വരുന്നത് ഒന്നും നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ തന്നെയാണ്. കിഡ്നിക്ക് പ്രോബ്ലം വരാൻ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണല്ലോ, അതിനുവേണ്ടി കഴിക്കുന്ന മരുന്നുകളും പിന്നെ എല്ലാവർക്കും ആത്രോസ്ക്ലെറോസിസ് ഉണ്ടാവും. അത് കിഡ്നിയുടെ രക്തക്കൊള്ളികളെ ഇപ്പോൾ ഡയബറ്റീസ് പേഷ്യൻറ്റ്, ഹാർട്ട് പേഷ്യൻറ്റ്, പ്രഷറുള്ളവർ ഇവർക്കൊക്കെ ആണല്ലോ കിഡ്നി പ്രോബ്ലം വരുന്നത്. അവർക്കെല്ലാം ഈ പ്രോബ്ലംസ് ഇതെല്ലാം നമ്മുടെ ആ മരുന്നുകളും കൂടെയാണ് പ്രോബ്ലം ഉണ്ടാക്കുന്നത്. പിന്നെ അധികം മരുന്ന് കഴിക്കാതിരിക്കുന്ന IgA നെഫ്രോപ്പതി പേഷ്യൻസ് മാത്രമാണ്. അതിന് പിന്നെ ലൈറ്റ് സ്റ്റിറോയിഡ്സ് ഒക്കെ മാത്രമേ കൊടുക്കാറുള്ളൂ. അവരുടെ കാര്യത്തിലും ചിലപ്പോൾ അവർ ഒബേസിറ്റി ഉണ്ടെങ്കിൽ അതും കൂടെ ആഡഡ് കാര്യമാകുകയാണ്. പിന്നെ ഫെയിലിയറിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കിഡ്നിയുടെ മറ്റ് ഫങ്ഷൻസ് ഉണ്ടല്ലോ, ഈ കാൽസ്യത്തിൻ്റെ വൈറ്റമിൻ ഡിയുടെ ഏറ്റവും ഹയസ്റ്റ് ഫോം വൈറ്റമിൻ ഡി കാൽസിട്രയോൾ എന്ന് പറയും. അതിലുണ്ടാക്കുന്നത് ശരിക്കും കിഡ്നിയാണ്. നമ്മുടെ സ്കിന്നിൽ വൈറ്റമിൻ ഡി ഉണ്ടാക്കും, അതിനെ നെക്സ്റ്റ് സ്റ്റേജായിട്ട് ലിവർ മാറ്റും, അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് കിഡ്നിയാണ്. അപ്പോൾ ആ ഫങ്ഷൻ പോകും. അപ്പം ബോൺ പ്രശ്നങ്ങൾ വരും. അപ്പം നമ്മുടെ ബോൺ ഡീജനറേഷൻ വരും, വാക്സിനുള്ള പോസിബിലിറ്റി കൂടും. പിന്നെ എരിത്രോപോയറ്റിൻ കുറയും, അപ്പം ബ്ലഡിൻ്റെ അളവ് കുറയും. അതാണ് കിഡ്നി പേഷ്യൻസിനൊക്കെ അനീമിക് ആവും. അനീമിക് ആകുന്നത് ഹാർട്ടിന് ദോഷം ചെയ്യും. അനീമിയ വരുമ്പോൾ വീണ്ടും ഹാർട്ടിൻ്റെ വർക്ക് ലോഡ് കൂടും. കാരണം ഓക്സിജൻ എത്താതെ വരുമ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരുമല്ലോ. ഹാർട്ടിന് മാത്രമല്ല എല്ലാ സിസ്റ്റത്തിനും ഓക്സിജൻ്റെ കുറവ് വരും. അപ്പോൾ അതിന് തന്നെ നമുക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ട് എരിത്രോപോയറ്റിൻ ഇഞ്ചക്ഷൻ കൊടുക്കാം. പക്ഷെ അതുകൊണ്ട് നമ്മളിതൊക്കെ ആർട്ടിഫിഷ്യലാണല്ലോ, അപ്പോൾ കുറച്ച് ഇതെല്ലാം ഒന്നും നാച്ചുറൽ എരിത്രോപോയറ്റിൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെതായ അതിൻ്റെ കൂടെയുള്ള വീണ്ടും ഓരോ ഇഞ്ചക്ഷൻ്റെ കൂടെയും അതിൻ്റെ കൂടെ കുറേ കെമിക്കലും കൂടെ വരും, അതിനെ പ്രിസർവേറ്റീവായിട്ടും മറ്റൊക്കെ. ഇതൊക്കെ നമുക്ക് കിഡ്നിക്ക് അതിൻ്റെതായ ദോഷങ്ങൾ ഉണ്ടാക്കുന്നുള്ളതാണ്. ബേസിക്കലി പിന്നെ നമുക്ക് പലർക്കും ന്യൂറോളജിക്കൽ പ്രോബ്ലം ഉണ്ടാകും. അത് തന്നെ അതിൻ്റെ കൂടെയുള്ള ഡയബറ്റിക് നെഫ്രോപ്പതിയും നെഫ്രോപ്പതിയുടെ കൂടെ അതിൻ്റെ ന്യൂറോപ്പതി ഉണ്ടാവും. അതുപോലെ അത്രോസ്ക്ലെറോസിസ് വരുമ്പോഴും ന്യൂറോപ്പതി, ബ്ലഡ് വെസൽസിനുള്ള പെരിഫറൽ ആർട്ടറി വാസ്കുലോപ്പതി വരും. അങ്ങനെ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ആയിരിക്കും ഇതിനകത്ത് വരിക. ഈ കിഡ്നി സർജറിയുടെ കാര്യം പറയുമ്പോൾ കിഡ്നി പേഷ്യൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും ഒരു വീക്ക്നെസ്സോ പ്രോബ്ലം ഉണ്ടെങ്കിൽ സർജറി എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. അത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്കൊക്കെ വരാം എന്ന് കേൾക്കും. അത് എത്രമാത്രം ശരിയാണ്? സർജറി കിഡ്നിയെ എങ്ങനെ ബാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സർജറി ചെയ്യുമ്പം എന്ത് സർജറി ചെയ്താലും അനസ്തീസിയയുടെ മരുന്നുണ്ടാവും, പിന്നെ മുറിവ് വന്നു കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് ഉണ്ടാവും, അത് കഴിഞ്ഞ് പെയിൻ കില്ലേഴ്സ് ഉണ്ടാവും. ഇങ്ങനെ കുറേ മരുന്നുകൾ എന്തായാലും വേണ്ടി വരും. പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് വേണ്ടിയിട്ട് കഴിയുമ്പോൾ ചെയ്യുന്ന സർജറി ആണെങ്കിൽ പിന്നെ അതിനുള്ള മരുന്നുകൾ വേറെ ഉണ്ടാവും. പിന്നെ വല്ല ഇഞ്ചുറി ഒക്കെ ആണെങ്കിൽ ഇത് മാത്രമാണ് വരിക. അപ്പം ഇതെല്ലാം കിഡ്നിക്ക്, പ്രത്യേകിച്ച് ഒരു രോഗമുള്ള ആളാണെങ്കിൽ കിഡ്നി ഒരു ലെവലും കൂടെ, ഇപ്പം 2-ലുള്ളവരാണെങ്കിൽ അത് 3-ലേക്ക് പോകാനും, 3-ലുള്ളവരാണെങ്കിൽ 4-ലേക്ക് പോകാനും, 4-ലുള്ളവരാണെങ്കിൽ 5 ഫെയിലിയറിലേക്ക് പോകാനുള്ള സാധ്യത കൂടുമായിരിക്കും ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇന്നിപ്പോൾ കൂടുതൽ ചെയ്യുന്ന ഒരു ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റി ആണല്ലോ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ഇപ്പം ചെയ്യപ്പെടുന്ന സർജറികൾ. നമ്മുടെ ഇവൻ വില്ലേജസിൽ പോലെയുള്ള ഹോസ്പിറ്റൽസുകളിൽ ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റിയും ആൻജിയോഗ്രാമും ഉണ്ട്. സോ ഇത് വളരെയധികം കൂടുതൽ ചെയ്യുന്നൊരു സർജറിയാണ്. അതിൽ നമ്മൾ വലിയ അതും കീഹോളാണ്. അതുകൊണ്ട് ഒരു സർജറി ആണെന്ന് പോലും പേഷ്യൻസ് നമ്മൾ അത്ര ഒരു പ്രൊസീജിയർ എന്ന് മാത്രമേ ഇരുന്നുള്ളൂ, മുറിവില്ല എന്നുള്ളതുകൊണ്ട്. പക്ഷെ അത് കിഡ്നിക്ക് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യാവുന്നതാണ്. കാരണം ഈ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ ഒരു ഡൈ ഇഞ്ചെക്ട് ചെയ്യണം, കോൺട്രാസ്റ്റ് ഡൈ എന്ന് പറയും. ഇപ്പോൾ കോൺട്രാസ്റ്റ് നെഫ്രോപ്പതി എന്ന് പറഞ്ഞത് തന്നെ ഒരു എൻറ്റിറ്റി ആയിട്ട് തന്നെയുണ്ട്. ചിലർക്കത് ഭയങ്കരമായിട്ട് ചെയ്ത് പ്രോബ്ലം ഇല്ലാത്തവർക്ക് തന്നെ റീനൽ ഫെയിലിയറിലേക്ക് പോകാം. പിന്നെ ഇമ്മീഡിയറ്റ്ലി ഒക്കെ റെക്കഗ്നൈസ് ചെയ്ത് ഡയാലിസിസ് ഒക്കെ ചെയ്ത് നമുക്ക് റിക്കവറി കൊണ്ടുവന്ന് വരാൻ പറ്റിയെന്നിരിക്കും. പക്ഷേ എന്നാലും അപ്പോഴേക്കും കുറേ നെഫ്രോൺസ് പോയിട്ടുണ്ടാവും. പിന്നെ ഓൾറെഡി ഒരു സ്റ്റേജ് 2 or 3 സ്റ്റേജിലേക്ക് എത്തിയവരാണെങ്കിൽ ചിലപ്പം റീനൽ ഫെയിലിയറിലേക്ക് പോയാൽ തിരിച്ചു കൊണ്ടുവരാൻ തന്നെ പറ്റിയില്ല എന്നിരിക്കും. അപ്പം ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ വളരെ ലാഘവത്തോടെ കാണുന്ന ഒരു ഇതാണ്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ആക്ച്വലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഒരു പേഷ്യൻറ്റ് കിഡ്നി ഫോർത്ത് സ്റ്റേജ് അല്ല, ഓൾറെഡി 4th സ്റ്റേജിലുള്ള 20-21 എന്തോ GFR ഉള്ള പേഷ്യൻറ്റിന് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ടോട്ടലി റീനൽ ഫെയിലിയറിലേക്ക് പോയി. അപ്പോൾ അവർക്ക് ബ്ലോക്ക് ഉണ്ട്. ഓൾറെഡി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റാണ്. ആ പേഷ്യൻറ്റിനോട് പറഞ്ഞിരിക്കുക ഡയാലിസിസ് ചെയ്ത് കിഡ്നി ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ ബൈപ്പാസ് ചെയ്യാമെന്ന്. നമ്മൾ ഈ
ഇപ്പം ഇത്രയും ഹോസ്പിറ്റൽസും ഇതെല്ലാം വന്നിരിക്കുമ്പം സ്പെഷ്യലിസ്റ്റ് എല്ലാം അവരുടെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഹാർട്ട് ഡോക്ടർ ഹാർട്ടിന്റെ കാര്യം, ഹാർട്ടിന് ബൈപ്പാസ് ചെയ്യാം, അവർക്കിപ്പം കിഡ്നിയെ കുറിച്ച് അവർക്ക് ചിന്തിക്കുന്നില്ല. കിഡ്നിയുടെ ഡോക്ടർ കിഡ്നിയുടെ മാത്രം നോക്കുന്നു. ഈ സ്റ്റേജിൽ അതും 10, 70, 68, 70 വയസ്സുള്ള ആളാണ്. അദ്ദേഹത്തിന് ഓൾറെഡി റീനൽ ഫെയിലിയറിലുള്ള ആൾക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ട് ബൈപ്പാസ് ചെയ്യാം. ബൈപ്പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേജർ സർജറിയാണ്. നമ്മുടെ ഈ ചെസ്റ്റ് ബോണിനെ തന്നെ നമ്മൾ ശരിക്കും ഈ ടൈലൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ ഇലക്ട്രിക് കട്ടർ വെച്ച് കട്ട് ചെയ്ത് നെഞ്ച് ഓപ്പൺ ചെയ്ത് ചെയ്യുന്ന ഒരു സർജറിയാണ്. അത് ഇത്രയും വയസ്സുള്ള ഓൾറെഡി ഇതായിട്ടുള്ള റീനൽ ഫെയിലിയറിലായിട്ടുള്ള ആള് റീനൽ ഡയാലിസിസ് ചെയ്തിട്ട് വീണ്ടും അത് ചെയ്യാമെന്നുള്ളത്, അതും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നുണ്ട്. അത്രയൊക്കെ നമ്മൾ അങ്ങനെ പോകണോ എന്നുള്ളതാണ് നമ്മൾ ഓരോ, അതായത് ട്രീറ്റ്മെന്റ് പറയുമ്പം രോഗിയും കൂടെ ബൈസ്റ്റാൻഡേഴ്സും കൂടെ ചിന്തിക്കണം. നമ്മൾ ഇത്രയൊക്കെ എവിടെ വരെ ട്രീറ്റ്മെന്റ് വേണമെന്നുള്ളതിന്, കാരണം ഡോക്ടേഴ്സിനെ നമുക്കുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. ഡോക്ടേഴ്സ് എപ്പോഴും അവരുടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റും പറയും. പക്ഷെ എവിടെ വരെ എടുക്കണമെന്നുള്ള കാര്യത്തിൽ ഡോക്ടേഴ്സും കൂടെ രോഗികളും കൂടെ ചിന്തിക്കണം. എനിക്കതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് കിട്ടും എന്നുള്ളത് ചോദിക്കണം. ഈ ബൈപ്പാസ് ചെയ്യുമ്പോൾ ഉള്ള വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹാർട്ട് ലങ് മെഷീനിൽ കൂടെ ആണ് ബ്ലഡ് കയറി ഇറങ്ങുന്നത്. അപ്പം ഇപ്പം ബ്ലഡിൽ ശരിക്കും പറഞ്ഞാൽ ക്ലോട്ട് ആകാതിരിക്കാനുള്ള മരുന്നുകൾ കൊടുത്തിരിക്കുക. അപ്പം ചെറിയ മൈക്രോ ക്ലോട്ട്സ് വരാം. അത് പോയി കിഡ്നിക്കും വരാം, ബ്രെയിനിലും വരാം. അപ്പം നമ്മുടെ മെമ്മറിയും കോഗ്നിറ്റീവ് പവറും കുറഞ്ഞിരിക്കും ബൈപ്പാസ് സർജറിയും. അതുപോലെ ഏത് ഓപ്പൺ ഹാർട്ട് സർജറിയും ചെയ്യുമ്പോൾ, ബൈപ്പാസും ഇങ്ങനത്തെ മേജർ സർജറീസ് ഒക്കെ ചെയ്യുമ്പം ഇങ്ങനെ ക്ലോട്ട്സ് വന്ന് സ്ട്രോക്ക് വരുമ്പോൾ ചെറിയ ചെറിയ സൈലന്റ് സ്ട്രോക്കുകൾ വരാം. അത് കിഡ്നിക്കും സൈലന്റ് സ്ട്രോക്ക് വരാം. അത് പിന്നെയും കിഡ്നി ഫംഗ്ഷൻ കുറയ്ക്കും. അപ്പം ഈ കാര്യങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കണം. എന്ത് ഓപ്പറേഷൻ ആണെങ്കിലും കിഡ്നി പ്രോബ്ലം ഉള്ളവർക്ക് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കിഡ്നിക്ക് ഇപ്പം ബ്ലോക്കുള്ള സ്റ്റോണിനെ മാറ്റാനായിട്ടൊക്കെ ചെയ്യാതെ നിവൃത്തിയില്ല, അത് ചെയ്തേ പറ്റുള്ളൂ. അല്ലാത്ത മറ്റു ഓപ്പറേഷൻസ് ചെയ്യുന്നത് അത് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന്. ശരിക്കും ബൈപ്പാസ് സർജറിയും സ്റ്റെന്റും ആൻജിയോഗ്രാഫി ഒന്നും ആവശ്യമില്ല. പേഷ്യൻറ്റും ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ ബില്ലിംഗ് ആണെങ്കിൽ. അത് മാത്രമല്ല, സ്റ്റെന്റും ബൈപ്പാസും ഒന്നും ഇട്ടാൽ ആരുടെയും ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒന്നും മാറില്ലല്ലോ. അത് ചെയ്യാതെ ഇരുന്ന് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും മാറ്റി നമ്മൾ രോഗിയല്ലെന്നാകാൻ പറ്റും. അതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഞാൻ ബേസിക്കലി ഇതൊന്നും പറഞ്ഞാൽ മറ്റേ നമ്മൾ വെബ്സൈറ്റിലോ നമ്മുടെ നെറ്റിലൊന്നും നോക്കിയാൽ ഇങ്ങനെയൊന്നും കാണുകയില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഈ കിഡ്നി ഡിസീസിന്റെ കാര്യം പറയുമ്പോൾ, വണ്ണം ഉള്ളവരുടെ കേസിൽ ഈ കിഡ്നി ഡിസീസിനെ അത് കുറെ കൂടെ ബാധിക്കും, നെഗറ്റീവായിട്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ കിഡ്നി ഡിസീസ് ഉണ്ട്, വണ്ണവും ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക? വണ്ണം കുറയ്ക്കണം. കിഡ്നി ഡിസീസ് ഉണ്ട്, വണ്ണം ഉണ്ടെങ്കിൽ വണ്ണം കുറച്ചാൽ തന്നെ കിഡ്നി ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യും. കാരണം നമ്മുടെ കിഡ്നി അത്രയും കൂടുതൽ വർക്ക് ചെയ്യണം. പിന്നെ ഈ ഫാറ്റിനകത്തുനിന്ന് വരുന്ന കുറേ ടോക്സിൻസ് ഉണ്ട് ബോഡിയിൽ. ഒത്തിരി ശരിക്കും ഈ എക്സസ് വണ്ണം ഉള്ളതെന്ന് പറഞ്ഞാൽ അത്രയും ടോക്സിൻ നമ്മുടെ ബോഡിയിൽ കെട്ടിക്കിടക്കുകയാണ്. ഈ എക്സസ് ഫാറ്റ് എന്തും എക്സസ് ആകുന്നത് ദോഷമാണല്ലോ. ഇതിനകത്തുനിന്ന് വരുന്ന ഇൻഫ്ലമേറ്ററി ഏജൻസ് ആണ് നമ്മുടെ കിഡ്നി ഉണ്ടാക്കുന്നത്. ഓവർവെയിറ്റുള്ള കിഡ്നി പേഷ്യൻസ് നമ്മൾ ഒത്തിരി എൻ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്, അവരെ കൊണ്ട് എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റാതാവും. കാരണം വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എക്സസൈസും കൂടെ ചെയ്യണമല്ലോ. അപ്പം ഒരു ലേറ്റ് സ്റ്റേജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. പക്ഷെ എത്ര ഏർലി നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നു, അതായത് ഓവർ വെയിറ്റ് ഉള്ളവരെല്ലാം നോക്കുക, GFR നോക്കുക. GFR 90 ആയിട്ട് താഴെ തന്നിട്ടുണ്ടെങ്കിൽ അവർ സീരിയസ് ആയിട്ട് മനസ്സിലാക്കുക. ഇനി കുറഞ്ഞില്ലെങ്കിൽ, നമ്മൾ വെയിറ്റ് കുറച്ചില്ലെങ്കിൽ നമ്മൾ കിഡ്നി പോകുന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ ഓവർ വെയിറ്റ് ഉള്ളവർ മറ്റുള്ള മരുന്നുകളും എടുക്കുന്നുണ്ടാവും. എല്ലാ മരുന്നുകളും റിവേഴ്സ് ചെയ്യാൻ പറ്റും. വെയിറ്റ് കുറയുന്നതോടുകൂടി അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണമെന്ന് മാത്രം. അതായത് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഒപ്റ്റിമലായിട്ട് ന്യൂട്രീഷൻ എടുത്ത് ഒപ്റ്റിമൽ എക്സസൈസ് ചെയ്ത് പ്രോബ്ലം വരുത്താത്ത രീതിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസിൽ എന്താണെന്ന് വെച്ചാൽ, റീസണബിളി നന്നായിട്ട് നോക്കുന്ന പേഷ്യൻസ് ഒരു 20% വെയിറ്റ് റിഡക്ഷൻ കിട്ടും. അതായത് 100 കിലോ ഉള്ള ഒരാൾക്ക് 80 കിലോയിലേക്ക് 3 മാസം കൊണ്ടെത്താം. അപ്പോഴേക്കും അയാളുടെ കിഡ്നി ഫംഗ്ഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാകും. ഒരു 60 ഉള്ളത് 90 മുകളിൽ എത്തിയിട്ടുണ്ടാകും. പിന്നെ 60 താഴെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും അതിൻ്റെതായ ഒരു അപ്രോക്സിമേറ്റ്ലി ബാക്കിയുള്ള പാരാമീറ്റേഴ്സും കൂടെ നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. അതാണ് നമുക്ക് മാറ്റാൻ പറ്റാത്ത. അതിൻ്റെ ഒപ്പം തന്നെ അയാൾക്ക് പ്രഷറോ ഹൈപ്പർ ടെൻഷനോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ എല്ലാ മരുന്നും മാറി അതൊക്കെ ഓക്കെ ആയിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ദ റിസൾട്ട് ബേസിക്കലി. അപ്പോൾ ഈവൻ 25% കുറച്ചിട്ടുള്ളവരും ഉണ്ട്. പക്ഷേ ഓൺ ആവറേജ് നോക്കിയാൽ ഒരു 15 to 25% വരെ നമുക്ക് കുറയ്ക്കാം. പ്രിഫറബിളി ഒരു 20% നമുക്ക് കുറയ്ക്കാമെന്ന് എക്സ്പെക്ട് ചെയ്യാം. എല്ലാം പേഷ്യൻ്റ് നോക്കുന്നതനുസരിച്ച് കൂടി ഇരിക്കും. ഇപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ, ദാറ്റ് ഈസ് ഓവറായിട്ട് വണ്ണമുണ്ട്, ഡയബറ്റീസ് ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ഹൈ കൊളസ്ട്രോൾ ഉണ്ട്, കൂടാതെ ക്രോണിക് കിഡ്നി ഡിസീസും ഉണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഈ ജീവിതശൈലി കറക്ഷൻ എങ്ങനെയാണ് അവർ മനസ്സിലാക്കേണ്ടത്? ജീവിതശൈലി അവനവൻ നോക്കുമ്പോഴത്തത്
എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ കാരണം ഓരോരുത്തരുടെ അണ്ടർസ്റ്റാൻഡിങ് കറക്റ്റ് ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും ഫുഡിനെ കുറിച്ചും ഒക്കെ ഇപ്പോൾ പേഷ്യൻ്റ് തോന്നുന്നത് ഞാൻ ഇതാണ് രാവിലെ കഴിക്കുന്നത് ഉച്ചയ്ക്ക് കഴിക്കുന്നത് അങ്ങനെ ഒന്നും പറഞ്ഞ് നമുക്കൊരു ഡയറ്റ് ചാർട്ട് ഒന്നും കൊടുത്തൊന്നും ഇതൊന്നും നടക്കുകയില്ല. അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. നമ്മൾ ക്ലിനിക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഫുഡ് ആ ന്യൂട്രീഷൻ കൊടുത്ത് എക്സസൈസ് പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ ചെയ്യുന്ന അതായത് ഞാൻ ക്ലിനിക്കലി സപ്പോർട്ടഡ് ആയിട്ട് ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുമ്പം ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസിലാണല്ലോ വരുന്നത്. ഡയബറ്റീസ് ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ എല്ലാ മരുന്നും നമുക്ക് നിർത്താം. അത് നമ്മൾ ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇൻസുലിൻ ബോഡി ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇൻസുലിനും ഡയബറ്റീസ് എത്ര മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും നമുക്കത് നിർത്താം. പിന്നെ പ്രഷറിൻ്റെ മരുന്നാണെങ്കിൽ വിതിൻ ഫ്യൂ ഡേയ്സ് തന്നെ പ്രഷർ കുറയാൻ തുടങ്ങും. അപ്പോൾ അത് വീട്ടിലിരുന്ന് പ്രഷർ നോക്കിക്കൊണ്ട് പ്രഷറിൻ്റെ മരുന്ന് കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ്. പിന്നെ കൊളസ്ട്രോളിനുണ്ടെങ്കിൽ കൊളസ്ട്രോൾ കുറയുന്നതനുസരിച്ച് കുറച്ചുകൊണ്ട് വരും. ഇനി ആർത്രൈറ്റിസ് വല്ലതും ഉണ്ടെങ്കിൽ ആർത്രൈറ്റിസിന് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അതും പതുക്കെ ആർത്രൈറ്റിസിൻ്റെ സിംറ്റംസ് വേദനയും ബുദ്ധിമുട്ടും കുറഞ്ഞു വരുന്നതനുസരിച്ച് അത് കുറച്ചുകൊണ്ട് വരും. അപ്പം അങ്ങനെ ഓൾമോസ്റ്റ് വിതിൻ എ മന്ത് നമ്മൾ കിഡ്നിക്കും കൂടെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഓൾവേസ് മരുന്ന് നിർത്താനും കൂടെയാണ് നോക്കുന്നത്. വിതിൻ എ മന്ത് എല്ലാ മരുന്നുകളും കുറച്ചുകൊണ്ട് വന്നു എല്ലാ ഡിസീസും തന്നെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. കിഡ്നിയുടെ ഫംഗ്ഷൻ വരുന്നത് ഇപ്പോഴത്തെ കിഡ്നിയുടെ സ്റ്റേജ് എന്താണോ അതിൽ നിന്ന് ഒരു ലെവൽ എന്തായാലും മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പം അത്രയായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് കിഡ്നിയുടെ കാര്യത്തിൽ. പക്ഷെ എല്ലാ കാര്യത്തിലും അതുപോലെ ഇപ്പം ജോയിൻ്റ് ഒക്കെ ഡിഫോമിറ്റി വന്ന ഒരു ആർത്രൈറ്റിസ് റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പേഷ്യൻ്റ് ആണെങ്കിൽ ഡിഫോമിറ്റി എല്ലാം മാറ്റാൻ പറ്റിയെന്നിരിക്കില്ല. പക്ഷെ ഒരു ലെവലിൽ ഡിഫോമിറ്റി പോലും മാറുന്നുണ്ടെന്നുള്ളതാണ്. അതായത് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് അവിടെ പോയി ഇമ്പ്രൂവ്മെൻറ്റ് വരും. പിന്നെ എല്ലാം ഡിപ്പെൻസ് ഓൺ പേഷ്യൻറ്റിൻ്റെ ഇൻട്രസ്റ്റും പേഷ്യൻറ്റിൻ്റെ മനസ്സിലാക്കാനുള്ള കഴിവും ഒക്കെയാണ്. ഇപ്പോൾ നമ്മൾ മെമ്മറിയും പോയി റീനൽ ഫെയിലിയർ 5 സ്റ്റേജ് എത്തി പ്രായമായി അതിന് കൂടെ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും വന്ന് ബ്രെയിനും മെമ്മറിയും ഡെമെൻഷ്യയും എല്ലാം വന്ന പേഷ്യൻ്റ് ആണെങ്കിൽ അത്ര നന്നായിട്ട് നോക്കാൻ ബൈസ്റ്റാൻഡ് കൂടെ ഉള്ളവർ അതുപോലെ സപ്പോർട്ടീവ് ആണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പേഷ്യൻ്റെ ബേസിക് ഇൻ്റലിജൻസും അത് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ മനസ്സിലാക്കി എടുത്ത് ചെയ്യാനുള്ള കഴിവും അതിനുള്ള ബേസിക് ആരോഗ്യം ഉണ്ടാകും. ഈ ജീവിതശൈലി ക്രമീകരണം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒരാൾക്ക് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. പക്ഷേ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണവും അതും തമ്മിൽ എന്താണ് വ്യത്യാസം, പ്രത്യേകിച്ച് കിഡ്നി പേഷ്യൻസിൻ്റെ കാര്യത്തിൽ? ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഓരോരുത്തരും ചെയ്യുന്നത് അവരവർക്ക് എന്താണ് കറക്റ്റായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ എന്നുള്ള ഐഡിയ വെച്ചിട്ടായിരിക്കും. അപ്പം അതിൽ ഒത്തിരി പരിമിതികളുണ്ടാവും. അപ്പം നമ്മൾ അതേസമയത്ത് നമ്മൾ ഒരു ലൈഫ് സ്റ്റൈൽ കറക്ഷന് വേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് കൊണ്ട് കൺട്രോൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ഇതൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഓരോ സാധാരണക്കാരന് അറിയാവുന്നതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവും. പിന്നെ നമ്മൾ പലപ്പോഴും വെബ്സൈറ്റ് നെറ്റിലും അല്ല സോഷ്യൽ മീഡിയയിലും ഒക്കെ കാണുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ശരിയാവണമെന്ന് നിർബന്ധമില്ല. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും സെൽഫ് നോക്കുമ്പോൾ പല കോംപ്ലിക്കേഷനിൽ ചെന്ന് പോകാം. പ്രത്യേകിച്ച് കിഡ്നി പ്രോബ്ലം ഉള്ളവർക്ക് നമുക്ക് അത്രയും അത് റിയലി ഒരു കിഡ്നി പ്രോബ്ലത്തിലേക്ക് വന്ന് കിഡ്നി ഡിസീസ് ഉണ്ടെങ്കിൽ സെൽഫായിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിച്ച് വളരെ മെറ്റിക്കുലസ് ആയിട്ട് നോക്കിയാലേ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ പേഷ്യൻറ്റിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റുകൾ ചെയ്ത് അവർക്ക് ഏതാണ് ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ള ഫുഡെന്ന് മനസ്സിലാക്കി അവരുടെ ബോഡിയിൽ എന്തെങ്കിലും ടോക്സിൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കി ഉണ്ടെങ്കിൽ അത് കളയാനായിട്ട് അതുപോലെ ഒപ്റ്റിമൽ ആയിട്ടുള്ള എക്സസൈസ്. അപ്പം ഒപ്റ്റിമൽ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ന്യൂട്രീഷനും കറക്റ്റായിട്ടുള്ള പ്രൊപ്പോർഷനിൽ കിട്ടുന്ന ഫുഡും അതേസമയത്ത് കാലറിയുടെ കാര്യത്തിൽ ഓരോരുത്തരുടെയും ബോഡിയുടെ അനുസരിച്ച് അത് രോഗങ്ങളും അനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യണം. അതാണ് അതിൽ വരുന്നത്. അപ്പം നമുക്ക് ഏകദേശം 57 ന്യൂട്രിയൻസ് ഉണ്ട്. അതിൽ വാട്ടറും ഓക്സിജനും പിന്നെ 14 വൈറ്റമിൻസ് 14 മിനറൽസ് അങ്ങനെയാണ്. അപ്പം ഇത് അങ്ങനെ എല്ലാത്തിൻ്റെയും പേരിലേക്ക് ഞാൻ പോകുന്നില്ല. പിന്നെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമൽ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഏകദേശം 650 മസിൽസ് ഉണ്ട്, അതുപോലെ 250 ജോയിൻറ്റ്സ് ഉണ്ട്. ഇപ്പം ഈ ജോയിൻറ്റ്സിനെ എല്ലാം മസിൽസിനെയും ജോയിൻറ്റ്സിനെയും എല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്ന അതേ സമയത്ത് ഒരു രോഗിക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ജോയിൻറ്റിന് സ്ട്രെയിൻ ഉണ്ടാക്കാത്തതുമായിട്ടുള്ള ബോഡിക്കും ഓരോ ഓർഗനും സ്ട്രെയിൻ ഉണ്ടാക്കാത്ത രീതിയിൽ അത് ചെയ്ത് നമ്മുടെ ബോഡിയിൽ രക്തയോട്ടം കൂട്ടുക. അപ്പം നമുക്ക് കിഡ്നിയിലേക്കുള്ള രക്തയോട്ടം വെറുതെ നമുക്ക് കൂടുകയില്ല, നമുക്ക് അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാനില്ല. അപ്പം നമ്മൾ ജനറൽ നമ്മളുടെ ഈ ആക്ടിവിറ്റീസിൽ കൂടെ നമ്മളുടെ ബോഡിയിൽ എല്ലാ ഓർഗനിലേക്കും കിഡ്നിയിലേക്കും അല്ല നമുക്ക് ജീവിതശൈലി ക്രമീകരണം അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നമുക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഹോൾ ബോഡിയിലെ എല്ലാം നമ്മൾ അറൗണ്ട് 50 ട്രില്യൺ സെൽസ് ഉണ്ട്. ഇവർക്ക് എല്ലാവരെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കറക്ഷൻ ചെയ്ത് പിന്നെ ഒന്ന് ഫുഡ് ന്യൂട്രീഷൻ, 2 എക്സസൈസ്, തേർഡായിട്ടുള്ള ഒരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് ബോഡിയിൽ ഉണ്ടെങ്കിൽ അത് കളയാൻ ഹെൽപ്പ് ചെയ്യുക, ഇനി പുതിയതായിട്ടൊന്നും ചെല്ലാതിരിക്കുക. നമ്മളിപ്പം ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്നത് മരുന്നുകളാണ്. ഒരു കെട്ട് മരുന്നുണ്ടാവും പലർക്കും, 10-30 ഗുളികകളൊക്കെ ആയിരിക്കും ഒരു ദിവസം. ഇതെല്ലാം ടോക്സിനാണ്. ഒരു മരുന്ന് ശരിക്കും പറഞ്ഞാൽ ആ മരുന്ന് ഗുളികയിൽ ഇപ്പോൾ ഒരു പാരസെറ്റമോൾ ആണെങ്കിൽ ആ പാരസെറ്റമോൾ
ഒരു ഗുളികയാക്കി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു 10 മുതൽ 15 വരെ ഐറ്റംസ് വേറെയും വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് അതിൻ്റെ ആൻറ്റി ഫംഗൽ, അതിന് കോട്ടിങ്, അങ്ങനെ കുറേ അതിന് ഒരു വർഷം അല്ല 2 വർഷമുള്ള ഷെൽഫ് ലൈഫ് വേണമല്ലോ. അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ വേറെ ടോക്സിൻസും കൂടെ കയറി വരുന്നുണ്ട്. മരുന്ന് മാത്രമല്ല, അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ്സും എല്ലാം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതാണ് അതിൽ ഇത് മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഈ മരുന്നുകളിൽ നിന്ന് കൂടി തന്നെ പേഷ്യൻറ്റിന് മോചനം നേടാനും ഒപ്പം തന്നെ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ കളറോ പ്രിസർവേറ്റീവ്സോ പോലെയുള്ള ടോക്സിനും കൂടി ഇല്ലെന്ന് ഉറപ്പാക്കാനും കൂടെയാണ് ശ്രമിക്കുന്നത്. ശരിക്കും ഈ ജീവിതശൈലി കറക്ഷൻ ചെയ്യുന്നത് ക്ലിനിക്കലി സപ്പോർട്ടഡ് ചെയ്യുമ്പോൾ ഈ കിഡ്നി പ്രോബ്ലമുള്ള കിഡ്നി ഡിസീസുള്ള ഡയബറ്റിക് പേഷ്യൻസിൻ്റെ കാര്യത്തിൽ അത് എങ്ങനെയാണ് ചെയ്യുക? ഡയബറ്റിക് പേഷ്യൻറ്റിന് കിഡ്നി ഡിസീസ് വരികയാണെങ്കിൽ ഫസ്റ്റ് നോക്കുന്നത് നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസ് ആണോ ടൈപ്പ് 2 ഡയബറ്റീസ് ആണോ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഈവൻ ടൈപ്പ് 20-ാം വയസ്സ് മുതൽ അല്ല 15-ാം വയസ്സ് മുതൽ എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും ഇൻസുലിൻ. അവർ കരുതുന്നത് ടൈപ്പ് 1 ആണെന്നായിരിക്കും. പക്ഷെ ചിലപ്പോൾ അത് ചെറുപ്രായത്തിൽ തുടങ്ങിയപ്പോൾ അവർ കരുതുന്നത് ടൈപ്പ് 1 ഡയബറ്റീസ് ആണെന്ന് എഴുതിയിരിക്കും. പക്ഷെ ചിലപ്പോൾ അത് അങ്ങനെ ആവണമെന്നില്ല. അപ്പം അതിന് നമ്മൾ നോക്കുന്നത് ഇൻസുലിൻ ലെവൽ. ഇപ്പോൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നവരാണെങ്കിൽ ഇൻസുലിൻ ലെവൽ നോക്കിയിട്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ സി പെപ്റ്റൈഡ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അത് നോക്കുമ്പോൾ നമുക്കറിയാം ഇത് ടൈപ്പ് 1 ആണോ, അതായത് നമ്മളുടെ ബോഡി ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ടോ, അതോ പാൻക്രിയാസ് ഫെയിൽ ചെയ്തിരിക്കുകയാണോ നമുക്കറിയാൻ പറ്റും. പാൻക്രിയാസ് ഫെയിൽ ചെയ്തിരിക്കുന്നവരാണെങ്കിൽ പിന്നെ നമുക്ക് ഇൻസുലിൻ ഇല്ലാതെ പറ്റില്ല. പക്ഷെ ഒബേസിറ്റി അതിൻ്റെ കൂടെ ടൈപ്പ് 2 കൂടെ. അപ്പോൾ ടൈപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇപ്പോൾ ടൈപ്പ് 1 ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിലും പിന്നെ അതിൻ്റെ കൂടെ ഓവർ വെയിറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസും കൂടെ ഉണ്ടാവും. അപ്പോൾ അവരുടെ ഒന്നും ഷുഗറും കൺട്രോൾ ആയിരിക്കില്ല. അപ്പം ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻ്റ് പലരുടെയും നമ്മൾ ഈ മരുന്നെല്ലാം എടുക്കുന്നുണ്ടാവും, പക്ഷേ ഷുഗർ കൺട്രോൾ ഒട്ടും ഉണ്ടാവില്ല. ഇൻസുലിനൊക്കെ 4 നേരം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പേഷ്യൻ്റ് കാണുമായിരുന്നു, അത് 4 നേരം ഇൻസുലിൻ എടുക്കുന്നുണ്ട്. HbA1c 11 ആണ്. ബ്ലഡ് ഷുഗർ നോക്കുന്നത് 300 സംതിങ് ആണ്. 4 ടൈംസ് ഇൻസുലിനും എടുക്കുന്നുണ്ട്. അത് രാത്രി 8 മണിക്കും കൂടെ ഒരു ഡോസ് കൂടി എടുത്തിട്ടാണ് കിടന്നുറങ്ങുന്നത്. പക്ഷെ രാവിലെ വന്ന് നോക്കുമ്പോൾ 300 ഷുഗർ നിൽക്കുന്നത്. അപ്പം അതാണ് പലപ്പോഴും ബ്ലഡ് ഷുഗർ നമ്മൾ ഈ മരുന്ന് എടുത്ത് ഇൻസുലിൻ എടുത്ത് കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പം സംഭവിക്കുന്ന അതാണ്. പല പേഷ്യൻസിനും അറിയാം. പിന്നെ ചിലർ കറക്റ്റായിട്ട് ലൈഫ് സ്റ്റൈലും കൂടെ നോക്കുന്നവർക്ക് ചിലപ്പം കൺട്രോൾ കിട്ടിയെന്നിരിക്കും. ലൈഫ് സ്റ്റൈൽ നോക്കാതെ എന്ത് മരുന്നെടുത്താലും ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, അതിന് റിസൾട്ട് കിട്ടുകയില്ല. അപ്പം ഈ ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ കിഡ്നി പേഷ്യൻ്റ് ആണ്, ഏത് പേഷ്യൻ്റ് ആണെങ്കിലും നമ്മൾ പല പേഷ്യൻസിനും മൾട്ടിപ്പിൾ രോഗങ്ങളായിരിക്കും. മിക്കവാറും കിഡ്നി പേഷ്യൻ്റ് ഡയബറ്റീസ് കാണും, ഹൈപ്പർ ടെൻഷൻ കാണും, കൊളസ്ട്രോൾ കാണും, ഹാർട്ട് പ്രോബ്ലംസ് കാണും, ചിലപ്പോൾ അതിൻ്റെ കൂടെ ആർത്രൈറ്റിസും കൂടെ കാണും. അപ്പോൾ ആർത്രൈറ്റിസ് എന്നല്ല, പലപ്പോഴും മറ്റേ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് മിക്കവാറും പേർക്ക് കാണും. അതിൻ്റെ കൂടെ ചിലപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും കൂടെ കാണാം. പിന്നെ അതിൻ്റെ ഒപ്പം തൈറോയ്ഡ് കാണും. ഇങ്ങനെ മൾട്ടിപ്പിൾ രോഗമായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം ഈ നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഈ മരുന്നുകളിൽ നിന്ന് മാറാനാണ്. അപ്പം ഡയബറ്റീസ് ടൈപ്പ് 2 ആണെങ്കിൽ എല്ലാം ഇൻസുലിൻ ഡയബറ്റിക് മെഡിസിൻസ് എല്ലാം ഫസ്റ്റ് ഡേ തന്നെ നിർത്തും. അപ്പം പക്ഷെ നിർത്തിയിട്ട് വെറുതെ ഇരിക്കുകയല്ല, നമ്മൾ 4 നേരം ഷുഗർ നോക്കണം. വീട്ടിലിരുന്ന് നോക്കിയാൽ മതി, ഈവൻ ഹോസ്പിറ്റൽ അഡ്മിഷൻ പോലും ആവശ്യമില്ല. അപ്പം ഷുഗർ കൺട്രോൾ ആയത് നിൽക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കാരണം ലോ കാലറി ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റാണ് എടുക്കുന്നത്, കൺട്രോൾ ആകും. അതാണ് അതിൻ്റെ കണക്ക്. നെക്സ്റ്റ് BP-യുടെ മരുന്നുണ്ടെങ്കിൽ BP-യുടെ മരുന്ന് വീട്ടിലിരുന്ന് നോക്കിക്കൊണ്ട് ഓരോന്നായിട്ട് കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിലപ്പം BP താന്നു പോയെന്നിരിക്കും. ഡയബറ്റീസിന് മരുന്ന് നിർത്തണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ചിലപ്പം നിർത്തിയില്ലെങ്കിൽ ഷുഗർ താന്നു പോകാം. ഷുഗർ ഇപ്പോൾ 300-ൽ 400-ൽ വന്നാലും പേഷ്യൻ്റ് ഒന്നും പറ്റില്ല. പക്ഷേ ഷുഗർ 60-ന് താഴേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോധം പോയെന്നിരിക്കും. അത് ബ്രെയിൻ ഡെത്തിലേക്കും ഒക്കെ പോകാം. അറിയാലോ ഹൈപ്പോഗ്ലൈസിമിക്ക് വരുന്ന പ്രോബ്ലംസ്. പിന്നെ അങ്ങനെ ഓരോ മരുന്നുകളും കുറച്ചുകൊണ്ട് വന്ന് മിക്കവാറും 1 മാസത്തിനുള്ളിൽ എല്ലാ മരുന്ന് ഞാൻ 30 മരുന്ന് 10, 20, 30 ടാബ്ലറ്റ് കഴിക്കുന്നവർക്ക് പോലും വിതിൻ്റെ മന്ത് മിക്കവാറും എല്ലാ മരുന്നും കുറച്ചുകൊണ്ടെന്ന് നിർത്താൻ പറ്റും. ഡയബറ്റീസിൻ്റെ ഫസ്റ്റ് ഡേയിൽ തന്നെ. അപ്പോഴേക്കും തന്നെ കിഡ്നിയുടെ വർക്കിലോട് എത്ര കുറഞ്ഞു. ഈ മരുന്നൊന്നും ഇല്ലല്ലോ, ഇനി കിഡ്നിക്ക് ഭയങ്കര സമാധാനമായിട്ട് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്താൽ മതിയല്ലോ. പിന്നെ റിപ്പയറിന് വേണ്ടിയിട്ട് കറക്റ്റ് ന്യൂട്രീഷൻ കൊടുക്കും. ആ ന്യൂട്രീഷൻ എല്ലാം കറക്റ്റ് എത്തുന്നുണ്ടെന്ന് അറിയാൻ ഉറപ്പാക്കാനും കൂടെയാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. നമ്മൾ എക്സസൈസ് ചെയ്യുന്നതും അതും ബെഡിൽ കിടന്ന് ചെയ്യുന്ന എക്സസൈസാണ്. അപ്പം നമുക്ക് ആ എല്ലാ ന്യൂട്രീഷനും എല്ലായിടത്തും എത്തുന്നുണ്ട്. കാരണം സർക്കുലേഷൻ കൂടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് വേണം. അപ്പോൾ അതിനുള്ള സ്പെഷ്യൽ പാറ്റേണിലാണ് എക്സസൈസ് വരുന്നത്. അപ്പോൾ ഒരു പേഷ്യൻ്റ് ഈവൻ റീനൽ ഫെയിലിയറിലുള്ള പേഷ്യൻറ്റും നീരും കെട്ടുമൊക്കെ ആയിട്ടിരിക്കുന്നവർക്ക് ചെയ്യാവുന്ന ടൈപ്പ് എക്സസൈസ് ആയിരിക്കും. പിന്നെ ടോക്സിൻസ്, നമ്മൾ കളറോ പ്രിസർവേറ്റീവ്സോ ഒന്നും ഇല്ലാത്ത ഫുഡാണ് കഴിയുന്നതും ഈ പെസ്റ്റിസൈഡ്സും ഒന്നും ഇല്ലാത്ത ഏറ്റവും ഇതായിട്ടുള്ള ഫുഡാണ് ഉപയോഗിക്കുന്നതെന്നും കൂടെ, അത് ന്യൂട്രീഷനായിട്ടാണ് കൊടുക്കുന്നതെന്നും കൂടെ ഉറപ്പാക്കാനും കൂടെ ആണ് നോക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ കിഡ്നി റിപ്പയർ ചെയ്യുക, കിഡ്നിയുടെ വർക്കിലോട് കുറച്ച് കൊടുക്കുക. ഈ 2 കാര്യങ്ങളാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റായിട്ട് തന്നെ നല്ല റിസൾട്ട് വരാനും കാരണം അതാണ്. ഇപ്പം ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ഈ ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആയിട്ട് എങ്ങനെയാണ് ഈ ഹൈപ്പർ ടെൻഷൻ ഉള്ള കിഡ്നി പേഷ്യൻസിനെ നമ്മൾ കാണുന്നത്? കിഡ്നി പേഷ്യൻസിനെല്ലാം തന്നെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും. ഹൈപ്പർ ടെൻഷൻ ഇല്ലാത്ത പേഷ്യൻ്റ് ഉണ്ടാവില്ല.
കാരണം എന്താണെന്ന് വെച്ചാൽ കിഡ്നിക്ക് അസുഖം വരുമ്പോൾ തന്നെ ഈ ഹോർമോണൽ മെക്കാനിസം ഒക്കെ ഈ പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ റെനിൻ ഉണ്ടാക്കുന്നത് കിഡ്നിയാണ്. അപ്പോൾ അതിനകത്ത് ആകെ തെറ്റും, അത് ഓവറായി പോകും. കാരണം കിഡ്നിയിലേക്കുള്ള സർക്കുലേഷൻ കുറയുമ്പോഴാണ് കിഡ്നിക്ക് പ്രശ്നം. രക്തക്കൊഴലുകൾ പ്രോപ്പറായിട്ട് രക്തോട്ടം ഇല്ലെന്നാകുമ്പോൾ വരുമ്പോഴാണ് കിഡ്നിക്ക് പ്രശ്നം വരുന്നത്. അപ്പം നാച്ചുറലി റെനിൻ്റെ അളവ്, അതായത് നമ്മുടെ ബ്ലഡിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ റെനിൻ്റെ അളവ് കൂടും. അത് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കും. അപ്പോൾ ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ പേഷ്യൻ്റ് കഴിക്കുന്നുണ്ടാവും. പ്രഷർ കുറയ്ക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ പ്രഷർ കുറയ്ക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഷർ കുറയാനായിട്ട് മരുന്നെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതും കിഡ്നിയുടെ വർക്കിലോട് കൂട്ടും. അപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ വെച്ച് നോക്കിയാൽ നമ്മൾ ഇപ്പം സ്റ്റേജ് 1 സ്റ്റേജ് 2 ഒക്കെ ഉള്ളവർക്ക് വളരെ ഫാസ്റ്റായിട്ട് ഈസി ആയിട്ട് നമ്മൾ പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈവൻ 3 ആയിട്ടുള്ള, അതായത് ക്രിയാറ്റിനിൻ 30 മുകളിലുള്ളവർക്കും ബുദ്ധിമുട്ടില്ല. പക്ഷെ 30 താഴെ സ്റ്റേജ് 4 സ്റ്റേജ് 5 വന്നവർക്ക് ഈ നമ്മൾ കിഡ്നി ഫെയിലിയർ കറക്റ്റ്, കിഡ്നി പ്രോബ്ലം കറക്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ ന്യൂട്രീഷൻ കറക്റ്റായിട്ട് കൊടുക്കണ്ട പറ്റാത്തവർ, പ്രത്യേകിച്ച് വാട്ടർ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരാം, പൊട്ടാസ്യത്തിൻ്റെ അളവ് റെസ്ട്രിക്റ്റ് ചെയ്യണം, അതിൽ പ്രോട്ടീൻ്റെ അളവ് റെസ്ട്രിക്റ്റ് ചെയ്യണം. ഇതെല്ലാം റെസ്ട്രിക്ഷൻ വരുമ്പോഴേക്കും എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ റിപ്പയർ പോസിബിലിറ്റി കുറഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് നമ്മളൊരു സ്റ്റേജ് 3 എത്തിക്കാതെ സ്റ്റേജ് 1 and 2 ആണെങ്കിൽ നമുക്ക് ഫുൾ റിക്കവറി മിക്കവാറും ഉള്ള പേഷ്യൻ്റ് നമ്മൾ 3 ഫുൾ റിക്കവറി, അതായത് ഫുൾ റിക്കവറി എന്ന് പറഞ്ഞാൽ കിഡ്നി എല്ലാം നാച്ചുറലി ഇതിലേക്ക് വന്നിട്ടുണ്ടാകുന്നല്ല, ഒരു GFR 90 മുകളിലേക്ക്. കാരണം GFR 90 താഴുമ്പോഴേക്കും 3/4 റീനൽ ഫംഗ്ഷൻ പോയിട്ടുണ്ടാവും. അപ്പം ആ 3/4 റീനൽ ഫംഗ്ഷൻ ഏത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ധാരാളം മതി. അപ്പം അതിൽ എത്തിക്കാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ കൂടുതൽ ഇതിലേക്ക് വന്നിട്ടുള്ളവർക്ക് അത്രയും പറ്റില്ല. പക്ഷേ ഈവൻ സ്റ്റേജ് 5, അതായത് ലെസ് ദാൻ 15 GFR വന്ന പേഷ്യൻസിന് പോലും മിക്കവാറും ഒരു വേണ്ടി വന്നാൽ തന്നെ ഒരു മരുന്ന് ഡെയിലിയോ ഓർ വൺസ് ഇൻ എ വൈൽ, അതായത് ചിലപ്പോൾ അവർക്ക് സ്ട്രെസ്സൊക്കെ വരുമ്പോൾ മാത്രമായിട്ട് ഒരു BP മരുന്ന് മാത്രം SOS ആയിട്ട്, അതാണ് നമ്മൾ പറയുന്നത്, ആവശ്യം വരുമ്പോൾ മാത്രം എടുക്കുന്ന ഒരു നിലയിലേക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഈ മറ്റേ ശരിക്കും പറഞ്ഞാൽ ഈ സോഡിയം പൊട്ടാസ്യം ബാലൻസ് ആണ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം അത് പ്രോപ്പർ ആക്കാൻ പറ്റാത്തത് കൊണ്ട് ചിലർക്ക് പ്രഷർ നിൽക്കാം. പക്ഷേ പ്രഷർ ചിലരുടെ എന്താണെന്ന് വെച്ചാൽ വേറൊരു കാര്യം കൂടെ കാണുന്നത്, മരുന്ന് കഴിച്ചാലും അവരുടെ പ്രഷർ കൺട്രോൾ ആയിരിക്കില്ല. 3-4 മരുന്നുണ്ടാവും. അപ്പം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മരുന്നൊന്നും, ഏതായാലും പ്രഷർ കൂടുതലാണ്, മരുന്ന് കഴിച്ചിട്ടും പ്രഷർ കൺട്രോൾ ഇല്ല. അപ്പം നമ്മൾ ഓരോന്നായിട്ട് കുറച്ചുകൊണ്ട് വരും, അപ്പോഴും പ്രഷർ അങ്ങനെ നിൽക്കുകയായിരിക്കും. ഈ പ്രഷറിൻ്റെ മരുന്നെല്ലാം കുറച്ച് കഴിയുമ്പോഴായിരിക്കും അവസാനം ഈ പേഷ്യൻറ്റിൻ്റെ പ്രഷർ ശരിക്കും കുറയാൻ തുടങ്ങുന്നത്. അപ്പോൾ കിഡ്നി പേഷ്യൻറ്റിന് അതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പം നമുക്ക് മരുന്ന് കുറയ്ക്കാതെ ഇരുന്ന് കഴിഞ്ഞാലും കാര്യമില്ല. അപ്പോൾ ഒരു മരുന്ന് കുറച്ചാലും പ്രഷർ അതുപോലെ തന്നെ ആയിരിക്കും. സെക്കൻഡ് മരുന്ന് കുറയ്ക്കുമ്പോഴും പ്രഷർ കുറച്ചിട്ട് കുറഞ്ഞിട്ടുണ്ടാകും, നോർമൽ എത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെ എല്ലാം കുറച്ച് വന്നു കഴിയും, ചിലപ്പം പ്രഷർ തന്നെ നോർമലാകും. പിന്നെ ഏതാണ് അവർക്ക് ഏറ്റവും പറ്റുമെന്ന് നോക്കി നമുക്ക് ചിലപ്പോൾ ചിലർക്ക് പ്രഷർ കിഡ്നിയുടെ പ്രശ്നം കൊണ്ടായിരിക്കില്ല, ടെൻഷൻ കൊണ്ടായിരിക്കും പ്രഷർ വരുന്നത്. അപ്പോൾ അങ്ങനെ ടെൻഷനും പ്രഷറിനും കൂടെ പറ്റിയ മരുന്ന് അത് ഏതാണെന്ന് നോക്കി കൊടുക്കുക എന്നുള്ളതായിരിക്കും നമ്മൾ ചെയ്യുക. ശരിക്കും ഈ നമ്മൾ ഈ വൈറസുകളും കിഡ്നിയായിട്ട് അങ്ങനെ സാധാരണ അങ്ങനെ കണക്ട് ചെയ്യാറില്ല. പക്ഷേ ഇപ്പം പറഞ്ഞു കേൾക്കുന്നത് ഈ വൈറസും ഉള്ളവർക്ക് കിഡ്നി ഡിസീസ് ഉണ്ടെങ്കിൽ അത് 2 രീതിയിലും, കിഡ്നി ഡിസീസ് വൈറസുകളെയും ബാധിക്കാം, വൈറസുകൾ കിഡ്നിയെയും ബാധിക്കാം എന്ന് കേൾക്കാറുണ്ട്. അതിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കിഡ്നി ഡിസീസ് ഉള്ളവർ പല മരുന്നുകൾ കഴിക്കുന്നുണ്ടാവും. ആരും വെറുതെ കിഡ്നി ഡിസീസ് ആകുന്നില്ലല്ലോ. അതിൻ്റെ കൂടെ പ്രഷർ ഉണ്ടാവും, കൊളസ്ട്രോൾ ഉണ്ടാവും, പിന്നെ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ പലരും ഈ ആസ്പിരിനൊക്കെ പോലെയുള്ളതും ഡയബറ്റീസിനുള്ള മെറ്റ്ഫോർമിൻ അതുപോലെ എല്ലാം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അത് തന്നെ അത് അൾസറുകൾ ഉണ്ടാക്കും, ഇൻറ്റസ്റ്റൈനിൽ അൾസറുകൾ ഉണ്ടാക്കും. പിന്നെ പലർക്കും ഈ ഇൻഫ്ലമേറ്ററി പേഷ്യൻസിനെല്ലാം തന്നെ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടാവും. അത് ഗ്യാസ്ട്രിക് പ്രോബ്ലം വരുന്ന, അതായത് ഈ വൈറസ് സംബന്ധമായ പ്രോബ്ലം വരുന്നത് എപ്പോഴാണ്? വയറിൽ എന്തെങ്കിലും അൾസറോ കുരുക്കളോ ഒക്കെ വരുമ്പോഴാണ്. അപ്പോൾ അത് വരുമ്പോൾ എന്താ, ഈ ബ്ലഡിൽ നമ്മൾ അവിടെ കുരുക്കൾ, ഇപ്പോൾ നമുക്കറിയാം സ്കിന്നിൽ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ അതിനകത്തോട് ബാക്ടീരിയ ഉള്ളിൽ പോകുമല്ലോ. സ്കിന്നിനെ പോലെ അത്ര ക്ലീൻ അല്ലല്ലോ വയറിനുള്ളിൽ. നമ്മുടെ മുഴുവനും ബാക്ടീരിയാസ് നമുക്കറിയാം, വോമിറ്റസും ഛർദിലാണേലും ഇതും നമ്മൾ സ്റ്റൂളും ഒക്കെ മലമൊക്കെ നമ്മളൊരു അൺഹൈജീനിക് കാര്യമായിട്ടാണ്. അതിനൊക്കെ ഫുള്ളി ബാക്ടീരിയാസ് നിറച്ച് ബാക്ടീരിയ ആയിരിക്കും. ഇതൊക്കെ നേരെ ഉള്ളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ അത് നേരെ ഉള്ളിലേക്ക് കയറി കൊല്ലുമ്പോൾ ഈ ടോക്സിൻസും ഒക്കെ ചെല്ലുന്നതിൻ്റെ ഇമ്പാക്റ്റും കിഡ്നിക്കാണല്ലോ വരുന്നത്. അപ്പോൾ ഈ മരുന്നുകൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന അൾസർ മറ്റേ ആസ്പിരിനും അതുപോലെയൊക്കെ എടുക്കുമ്പം അതിൻ്റെയൊക്കെ ഏറ്റവും മേജർ സൈഡ് ഇഫക്റ്റ് തന്നെ അൾസറാണല്ലോ. അപ്പോൾ അതിനകത്തോട് ഇതെല്ലാം കയറി പോകുന്നതും കിഡ്നിക്ക് ദോഷം ഉണ്ടാക്കും. പിന്നെ മറ്റ് ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് ഒക്കെ പോലെയുള്ളവർക്ക് ഡെഫിനറ്റ്ലി നമ്മൾ നോക്കണം, കിഡ്നിക്കും പ്രോബ്ലം ഉണ്ടാകാം. അപ്പോൾ നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഏത് ഡിസീസ് ആണെങ്കിലും നമ്മൾ നോക്കുന്നത് ഈ ബോഡിയുടെ ഫുഡ് കറക്റ്റ് ചെയ്യുക, എക്സസൈസ് കറക്റ്റ് ചെയ്യുക, ടോക്സിൻസ് കുറയ്ക്കുക, മരുന്നുകൾ കുറച്ചുകൊണ്ട് വരിക. മരുന്നുകളെല്ലാം ടോക്സിനായിട്ടാണ് കാണുന്നത്, ഇതെല്ലാം കിഡ്നിക്ക് വർക്കിലോട് കൂട്ടുക. ഇത് നമുക്ക് പോസിബിൾ ആകുന്നു എന്നുള്ളതാണ്. വളരെ ഞാൻ പറഞ്ഞാൽ ഈവൻ അൾസറേറ്റീവ് കൊളൈറ്റിസ് പോലും പേഷ്യൻസിന് ചിലർക്ക് ലോ ഡോസിൽ വല്ലതും എടുക്കേണ്ട വരാം, അല്ലെങ്കിൽ മിക്കവാറും അതിൻ്റെ മരുന്നുകൾ കുറച്ചുണ്ട്. കാരണം ഫുഡ് കറക്റ്റായി കഴിയുമ്പോൾ തന്നെ ഈ പ്രോബ്ലംസ് കുറഞ്ഞു വരും എന്നുള്ളതാണ്. ശരിക്കും ഇപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്
കൂടുതലും കാണപ്പെടുന്നുണ്ട്, കൂടാതെ അത് ഐഡന്റിഫൈയും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉള്ളത് പലർക്കും ഈ കിഡ്നിയും ഹെൽത്തും ഒക്കെ എഫക്റ്റഡ് ആണ്. അപ്പം ഈ കിഡ്നി ഹെൽത്തും കിഡ്നി ഡിസീസും ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസും തമ്മിൽ എന്താണ് കണക്ഷൻ? കിഡ്നിയെ ബാധിക്കുന്ന ഓട്ടോഇമ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി കിഡ്നിക്ക് ഡയറക്ട്ലി ബാധിക്കുന്നത് ഒന്ന് IgA നെഫ്രോപ്പതിയാണ്. അതാണ് ഒരു ക്രോണിക്. അത് ചിലപ്പോൾ നമ്മൾ നേരത്തെ ഈ GFR ഒക്കെ നോക്കി അറിയേണ്ടത് അതിന് വേണ്ടിയിട്ടാണ്. മറ്റു രോഗമൊന്നും ഇല്ലാത്തവർ ഒരിക്കലും GFR ചെക്ക് ചെയ്തില്ലെങ്കിൽ അറിയില്ല കിഡ്നിയുടെ ഫംഗ്ഷൻ കുറഞ്ഞു എന്നും. അവസാനം എല്ലാം പറഞ്ഞ് ലാസ്റ്റ് മിനിറ്റ് വരുമ്പോഴായിരിക്കും അറിയുന്നത്. അപ്പം നമ്മളങ്ങനെ കാണാറുണ്ട് 30-40 ഒക്കെ വയസ്സുള്ളവർ ലാസ്റ്റ് എൻഡ് സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ ഈ ഡയാലിസിസും ബ്രെയിൻ ട്രാൻസ്പ്ലാന്റ് സ്റ്റേജ് എത്തിക്കഴിയുമ്പോഴായിരിക്കും അവർ അറിയുന്നത്. ഇവൻ നീര് പോലും വരണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഒന്ന് ഈ IgA നെഫ്രോപ്പതി ഒക്കെ ഉണ്ടോ എന്ന് നേരത്തെ GFR കുറയുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ മൂത്രത്തിൽ എപ്പോഴും RBCs വല്ലതും കാണിക്കുന്നുണ്ട്. മൂത്രത്തിൽ കൂടെ ബ്ലഡിന്റെ ചെറിയ അംശം RBCs യൂറിൻ റൂട്ടീൻ മൈക്രോസ്കോപ്പി ചെയ്യുമ്പോൾ കാണുക, അല്ലെങ്കിൽ പസൽസ് കാണുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കുക എന്നുള്ളതാണ്. IgA നെഫ്രോപ്പതി ആണെങ്കിലും എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഇപ്പം സ്റ്റേജ് 2-ലുള്ളവരെ ആണെങ്കിൽ കംപ്ലീറ്റ് റിവേഴ്സ് ചെയ്യാനും 3-ലുള്ളവരാണെങ്കിൽ തിരിച്ചു മുകളിലേക്ക് കൊണ്ടുവന്ന് അപ്പോൾ അവർക്ക് അതും ഫുഡുമായിട്ടും കൂടെ റിലേഷൻ ഉണ്ട്. പലപ്പോഴും ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ് എല്ലാം ഫുഡുമായിട്ടും കൂടെ റിലേറ്റഡ് ആണ്. അപ്പോൾ അവർക്ക് പറ്റാത്ത ഫുഡ് ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് മാറ്റാനും അവരുടെ ബോഡി കറക്റ്റ് ആക്കാനും ജെന്റിലായിട്ടുള്ള എക്സസൈസ് ചെയ്ത് റിസർക്കുലേഷൻ കൂട്ടുക, ഇതൊക്കെ തന്നെയാണ്. പിന്നെ ടോക്സിൻസ് ആയിട്ടുള്ളത് ഒഴിവാക്കുക, അവരുടെ ബോഡിക്ക് ചേരാത്ത ഫുഡ് ഒഴിവാക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പം അത് നമ്മൾ ഏത് ലെവലിലാണോ നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിൽ നിന്ന് കുറച്ചൊന്ന് റിവേഴ്സ് ചെയ്ത് പിന്നെ അതിൽ സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോകാനായിരിക്കും നോക്കുന്നത്. അപ്പം അത് പേഷ്യൻ്റ് എത്ര കോപ്പറേറ്റീവായിട്ട് എത്ര കറക്റ്റായിട്ട് ഇൻ്റലിജൻ്റ് ആയിട്ട് ഓപ്പറേഷനും വേണം, അവർക്കൊരു ഇൻ്റലിജൻസ് വേണം, അത് മനസ്സിലാക്കിയെടുത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നോക്കണം. അപ്പം നമ്മൾ പ്രോഗ്രഷൻ സ്ലോ ചെയ്യാൻ പറ്റും. ഒട്ടും പ്രോഗ്രസ് കാരണം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ കുറച്ചൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടാകും. കാരണം എയറിൽ നിന്നുള്ള ടോക്സിനോ വെള്ളത്തിലെ ടോക്സിനോ ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. കഴിക്കുന്ന ഫുഡിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് പറ്റിയെന്നിരിക്കും. അപ്പം അതുകൊണ്ട് കംപ്ലീറ്റ് ഇത് യൂഷ്വലി ഒരു ലെവൽ വരെ മുകളിലേക്ക് കൊണ്ടുവരാനും പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. നെക്സ്റ്റ് ഉള്ളത് ഈ SLE എന്ന് പറയുന്നത് സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമറ്റോസിസാണ്. അത് യൂഷ്വലി തുടങ്ങുമ്പോൾ കിഡ്നി അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അത് ചിലപ്പോൾ 5-10 വർഷം കഴിയുമ്പോഴേക്കായിരിക്കും കിഡ്നി അഫക്റ്റ് ചെയ്യുന്നത്. ഞാൻ ഒരു പേഷ്യൻ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ലേഡി ഒരു ഏർലി 20s 20 വയസ്സും കണ്ടുള്ളപ്പോൾ SLE കണ്ടുപിടിച്ചാൽ. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഡോക്ടറെ ഞാൻ ഇത്രയും മരുന്ന് ഞാൻ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു, 17 വർഷമായി എല്ലാം കൃത്യം മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് പിന്നെ എന്തിനാണ് ഇങ്ങനെ റിനൽ ഫെയിലിയർ വന്നത്. അവരെൻ്റെ അടുത്ത് വരുമ്പോഴേക്കും അവരുടെ ക്രിയാറ്റിന് ഒരു 7 or 8 ആ നിലയിലേക്ക് വന്നു. ഡയാലിസിസ് പറഞ്ഞപ്പോഴാണ്. അപ്പോൾ അവർക്ക് ഡയാലിസിസ് ഒഴിവാക്കാനായിട്ടാണ് അവർ വരുന്നത്. പക്ഷേ ഈ പേഷ്യൻറ്റിനോട് തന്നെ അവരുടെ അമ്മ 2 വർഷമായിട്ട് നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് നോക്കാമെന്ന് പറയുന്ന അവരപ്പോഴൊന്നും വന്നില്ല. അവസാനം എന്തുകൊണ്ട് പെട്ടെന്ന് ക്രിയാറ്റിനും കൂടി 3-4 അങ്ങനെയൊക്കെ നിന്നുകൊണ്ടിരുന്നത് പെട്ടെന്ന് 8-ലേക്കോ 7-ലേക്കോ പോയപ്പോൾ ഡയാലിസിസ് വേണമെന്ന് പറഞ്ഞപ്പോഴാണ് വരുന്നത്. അതും അമ്മ നിർബന്ധിച്ചിട്ടാണ് ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷന് വേണ്ടിയിട്ട്. കാരണം ജനറലി ആൾക്കാർക്ക് ഒന്നും എന്താണെന്ന് വെച്ചാൽ ഇത്രയും മരുന്നെടുത്തിട്ടുണ്ട് മാറാത്ത ഇനി ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്തിട്ടാണ്, ഭക്ഷണം കൺട്രോൾ ചെയ്തിട്ടാണോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. അപ്പം ആർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പം 10-100 വർഷങ്ങളോളം ഒരു സെഞ്ചുറി ആയിട്ട് നമ്മൾ മോഡേൺ മെഡിസിൻ്റെ മരുന്നിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈവൻ നമ്മുടെ പഴയ ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റ് ആയുർവേദം ഹോമിയോ ഒക്കെ സംതിങ് അന്ന് അൺസയൻറ്റിഫിക് ആണെന്നുള്ള ചിന്ത വെച്ച് പോയിരുന്ന ഒരു കാലത്തിൽ കൂടെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പം ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് റിസൾട്ട് ഉണ്ടാവില്ല, അതൊക്കെ വെറുതെ പറയുന്നതെന്നുള്ള ഒരു തോന്നൽ ഒരു സൈഡ്. പിന്നെ രണ്ടാമത് നമുക്ക് നോക്കാനുള്ള മടി. പിന്നെ അവരുടെ അസുഖം തന്നെ അവരെ എല്ലാത്തിനും അകത്തുനിന്നും ഒരു അലൂഫാക്കുന്ന മടി ഉണ്ടാക്കുന്നുണ്ടാവും. അതൊക്കെ ആവാം. എനിവേ ഈ പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് അവർ എല്ലാത്തിനും, കാരണം ഈ 17 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതെന്നൊന്ന് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യാൻ സമ്മതിക്കില്ല. അവർ ഈ ഫോസ്ഫേറ്റ് ബൈൻഡേഴ്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അവരുടെ കാൽസ്യം ഒക്കെ ഭയങ്കര ലോ ആണ്. അപ്പോൾ ഫോസ്ഫേറ്റ് ബൈൻഡേഴ്സ് കാൽസ്യം കൂടെ ബൈൻഡ് ചെയ്യും. അത് നിർത്താൻ പറഞ്ഞാൽ പോലും അവരെ അത്ര മോട്ടിവേറ്റ് ചെയ്ത് വേണ്ടി വന്നു മരുന്നുകളൊക്കെ ഒന്ന് കുറച്ചുണ്ട്. കാരണം കാൽസ്യം ഒക്കെ കുറഞ്ഞു പോയാൽ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്കും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ വരാം. കാൽസ്യം ഒക്കെ തീരെ ലോ ആയി, സോഡിയം കുറവാണ്, പക്ഷേ സോൾട്ട് ഇച്ചിരി കൂട്ടി കഴിക്കണമെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. പേഷ്യൻ്റ് വില്ലിങ് ആകുന്നില്ല. കാരണം അവരുടെ ബ്രെയിൻ വാഷ്ഡാണ്. ഈ ഓരോ വർഷങ്ങളായിട്ട് അവരോട് സോഡിയം എടുക്കരുതെന്നാണ് പറയുന്നത്. പക്ഷേ സോഡിയം 21-28 ഒക്കെ നിന്ന് കഴിഞ്ഞാൽ അത് മതി അവർ ഒരു ഹാർട്ട് അറ്റാക്കിലേക്കും മറ്റു പ്രോബ്ലത്തിലേക്കും പോകാനായിട്ട്. അപ്പം ഇങ്ങനെ പൊട്ടാസ്യം കൂടുതലുമാണ്, സോഡിയം ലോയുമാണ്. അപ്പം ഈ പേഷ്യൻ്റിനൊക്കെ നമ്മൾ ആക്ച്വലി ക്രിയാറ്റിനൊക്കെ കുറഞ്ഞ് ഇപ്പോൾ അറൗണ്ട് ഒരു 4.5 മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. അത് മാത്രമല്ല അവർ ആർത്രൈറ്റിസിന് SLE ഉണ്ടോ, ആർത്രൈറ്റിസിന് ഈ HCQവും കുറേ ഇമ്യൂണോസപ്രസൻസും എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. ഈ മരുന്നുകളെല്ലാം ഇതിൻ്റെ അവരുടെ മരുന്നുകളെല്ലാം കുറച്ചുകൊണ്ടൊന്ന് നിർത്തി. അവർ ഒത്തിരി ഒബേസിറ്റി ഉണ്ടായിരുന്നു, 60 സംതിങ് ഉണ്ടായിരുന്നു. അവർക്ക് ഐഡിയലി വേണ്ടത് ഒരു അറൗണ്ട് 40. ഇപ്പോഴും ഇങ്ങനെ അസുഖങ്ങളുള്ളവർക്ക് ഏറ്റവും ലോ നോർമൽ BP വെയിറ്റിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അവർ
ഒരു 45-ലേക്കൊക്കെ എത്തിച്ചു. ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഒരു മരുന്നും ഇല്ല. പക്ഷെ സിംറ്റം ഫ്രീ എല്ലാ കാര്യങ്ങളും, കുട്ടികളുടെ കാര്യങ്ങളും എല്ലാം നോക്കാം. അല്ലെങ്കിൽ ഭയങ്കര സിക്കാണ്, ഒന്നും ചെയ്യാൻ മേലാത്തൊരു അവസ്ഥയായിരുന്നു. എല്ലാം മാറി സ്റ്റേബിൾ ആയിട്ട് കിഡ്നി ഫംഗ്ഷൻ, പക്ഷെ ഫുള്ളി തിരിച്ചു കൊണ്ടുവരാനൊന്നും പറ്റിയില്ല. പിന്നെ ഇടയ്ക്കൊക്കെ കുറച്ച് കുഴപ്പമൊന്നും കാണും, കാരണം അവരൊരു NRI ആണ്. അവർക്ക് അതുകൊണ്ട് ഫോളോ അപ്പ് നമ്മളിവിടെ നോക്കുന്ന പോലെ തന്നെ അത്ര കറക്റ്റായിട്ട് നോക്കാൻ പറ്റില്ല, എന്നാലും റീസണബിളി നോക്കി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇവിടെ NRIs ഒക്കെ ഒരു മാസം കഴിയുമ്പോഴേക്കും പോകില്ല, അപ്പോൾ നമുക്ക് ആ ഫോളോ അപ്പ് കറക്റ്റായിട്ട് കിട്ടിയില്ല. അതാണ് ഒരു പ്രോബ്ലം. ഇപ്പം ഈ സോഡിയത്തിന്റെ കാര്യവും പൊട്ടാഷ്യത്തിന്റെ കാര്യവും ഒക്കെ പറഞ്ഞല്ലോ. അപ്പം ശരിക്കും ഈ സോഡിയം പൊട്ടാഷ്യം ബാലൻസിന്റെ പ്രശ്നങ്ങൾ ഇപ്പം ഇങ്ങനെ കോമൺ ആയിട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ സോഡിയം പൊട്ടാഷ്യം ബാലൻസിന്റെ കാര്യത്തിൽ ഈ ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷന് എന്താണ് അതുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യാനായിട്ടുള്ളത്? നമ്മൾ ഈ കിഡ്നി പേഷ്യൻസിന് കാണുന്ന പലർക്കും സോഡിയം ലോ ആയിരിക്കും, പൊട്ടാസ്യം അത് എൻഡ് സ്റ്റേജ് എത്തുമ്പോൾ. തുടക്കത്തിൽ ശരിക്കും അവിടെ സോഡിയം കുറയുമായിരിക്കും ചെയ്യുന്നത്, കാരണം ഡയറ്റിലും സോഡിയം കുറയ്ക്കാൻ പറയും. BP ഉണ്ട്. ഈ BP കഴിക്കുന്ന മരുന്നുകളെല്ലാം സോഡിയം പുറത്തേക്ക് കളയിപ്പിക്കാനും പൊട്ടാസ്യം റീറ്റെയിൻ ചെയ്യാനുമാണ് നോക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു മെക്കാനിസം. അതായത് നമ്മളുടെ ജനറ്റിക്കലി നമ്മളുടെ കിഡ്നി പൊട്ടാസ്യം പുറത്തേക്ക് കളയും, സോഡിയം റീറ്റെയിൻ ചെയ്യും. കാരണം നമുക്ക് ഈ മലമുകളിലൊക്കെ താമസിക്കുന്നവർക്കൊന്നും ഉപ്പ് കിട്ടാൻ വകുപ്പില്ലല്ലോ. അതുകൊണ്ട് ഏറ്റവും മിനിമം ഉപ്പിൽ ജീവിക്കാനായിട്ട് നമ്മൾ ഒരു കാലത്ത് നമ്മൾ ഓർക്കണം, സോൾട്ട് റുപ്പീസിന് ഒരു പണത്തിന് തുല്യമായിട്ട് ഇവൻ ശമ്പളം കൊടുത്തിരുന്നത് ഉപ്പ് വെച്ചായിരുന്നു. അത്രയ്ക്ക് വാല്യൂ ഉള്ള ഒരു സാധനമായിരുന്നു. ഇപ്പം നമുക്ക് ഇഷ്ടംപോലെ ഉപ്പുണ്ടെങ്കിലും ഉപ്പ് സച്ച് ഗോൾഡിനേക്കാളും വിലയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഉപ്പിനെ നമ്മൾ സംരക്ഷിക്കാൻ അത് നമുക്ക് നാച്ചുറൽ ഇതുണ്ട്. ഉപ്പ് പുറത്തേക്ക് കളയാതിരിക്കാനും പൊട്ടാസ്യം ഇഷ്ടംപോലെ ഉണ്ട്, നമ്മൾ ഇപ്പോൾ പച്ചക്കറികളിലും പഴങ്ങളിലും എല്ലാം ഉണ്ട്. അതാണ് കിഡ്നിയുടെ ഒരു നേച്ചർ. അപ്പം നമ്മൾ ഈ മരുന്നുകൾ കൊടുക്കുന്ന, പ്രഷറിന് കൊടുക്കുന്ന മരുന്നുകളെല്ലാം സോഡിയത്തിനെ പുറത്തേക്ക് കളയാനാണ് നോക്കുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവസാനം സോഡിയം റിട്ടൻഷൻ, അത് തന്നെ കിഡ്നിക്ക് ദോഷം വരുത്തി സോഡിയം കുറഞ്ഞു പോകും. അതുപോലെ പൊട്ടാസ്യം കൂടാനും തുടങ്ങുന്നു. അപ്പം അത് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്, അത് മറ്റു മരുന്നുകൾ പ്രഷറിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കുറച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് പോസിബിൾ ആവുള്ളൂ. മരുന്നുകളെല്ലാം കുറച്ച് വന്ന് സോഡിയം നോർമൽ എത്തിക്കണം, പൊട്ടാസ്യം നോർമൽ എത്തിക്കണം, പൊട്ടാസ്യം കൂടുന്നത് കുറയ്ക്കണം, സോഡിയം കുറഞ്ഞിരിക്കുന്നത് നോർമലാക്കണം, എല്ലാം നോർമലാക്കി കൊണ്ടുവരണം. അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, ഈ കിഡ്നി ഡിസീസ് ഉള്ള ഒരു വ്യക്തിക്ക് ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ പ്രോഗ്രാമിന്റെ പോസിറ്റീവ് സൈഡ്സ് എന്താണ് മനസ്സിലാക്കേണ്ടത്? കിഡ്നി ഡിസീസ് നമുക്ക് മരുന്നോ ഓപ്പറേഷനോ ഒന്നും കൊണ്ട് മാറ്റാൻ പറ്റില്ല. ബേസിക്കലി ഈവൻ സ്റ്റോണൊക്കെ ആണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ, റീനൽ സ്റ്റോൺ ഉള്ളവരാണെങ്കിൽ അതിന് സ്റ്റോൺ വരാൻ എന്താണ് കാരണം എന്ന് കണ്ടെത്തി അത് മാറ്റാൻ നോക്കണം. പിന്നെ IgA നെഫ്രോപ്പതി ആണെങ്കിലും SLE ആണെങ്കിലും ഒബേസിറ്റി ആണെങ്കിലും ഇതെല്ലാം ജീവിതശൈലി രോഗത്തിലാണ് വരുന്നത്. ഇപ്പം മിക്കവാറും കിഡ്നി പേഷ്യൻസിന് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും ഹാർട്ടും എല്ലാം പ്രശ്നങ്ങളും ഉണ്ടാവും, എല്ലാ മരുന്നും ഉണ്ടാവും. നമ്മൾ മരുന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം നമ്മൾ ഡയാലിസിസിലെത്തും, പിന്നെ റിനൽ ട്രാൻസ്പ്ലാന്റിലെത്തും. അതാണ്. പക്ഷെ നമ്മൾ എത്ര ഏർലി ആയിട്ട് കണ്ടെത്തുകയാണെങ്കിൽ, ഈ അസുഖം നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് ഒരു ലെവൽ അതിൻ്റെ കിഡ്നി റിപ്പയർ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് ഈ പറഞ്ഞു തരുന്ന നമ്മളിപ്പോൾ എന്താണ് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കും. ഓരോ വ്യക്തിക്ക് എന്താണ് ഐഡിയൽ ഫുഡ്, എന്താണ് ഐഡിയൽ എക്സസൈസ്, ഇതെല്ലാം മനസ്സിലായി അത് മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് ആ കിഡ്നി ഫംഗ്ഷൻ ഏത് ലെവലിലുണ്ടോ അതിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി നമ്മളൊരു നമ്മളുടെ ആ ലൈഫ് ടൈമിൽ ഒരു റീനൽ ഫെയിലിയറിൽ ഇല്ലാതെ കൊണ്ടുപോകാം. അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റേജ് 1 or 2 വന്നു കഴിഞ്ഞാൽ ഈവൻ 3 പോലും റീനൽ ഫെയിലിയർ കൊണ്ട് മരിക്കാത്ത നിലയിലെത്താം. അൺലെസ് പിന്നെ അവർ വല്ലോ ഓപ്പറേഷനോ അല്ലെങ്കിൽ ഒക്കെ ചെയ്ത് വല്ലോ മരുന്നുകളൊക്കെ ആന്റിബയോട്ടിക്സ് ഒക്കെ എടുത്ത് അങ്ങനെ എടുക്കേണ്ട വന്നാൽ ചിലപ്പോൾ ഇതിലേക്ക് പോകാം. പിന്നെ കിഡ്നി ഫംഗ്ഷൻ ഈവൻ GFR 90 താഴെ എത്തിയവർ കഴിയുന്നുണ്ടെങ്കിൽ അത്യാവശ്യമില്ലാതെ ഒരു മരുന്നും കഴിക്കാതിരിക്കുക. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുക. അത് മാത്രമേ മാർഗമുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഡയാലിസിസും ഒന്നും നമുക്ക് പൈസ ഉണ്ടെങ്കിൽ പോലും അതൊന്നും അത്ര കംഫർട്ടബിൾ അല്ല, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയും. ഈവൻ റീനൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ പോലും നമ്മൾ ലൈഫ് ലോങ് മെഡിക്കേഷൻ എടുക്കണം, നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും, ഇൻഫെക്ഷൻ വരാം, ക്യാൻസർ വരാം. അപ്പോൾ അവിടെയും നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയായിരിക്കും ചെയ്യുക. ഇതോടുകൂടി നമ്മളുടെ ഈ 4ാമത്തെ സെഗ്മെന്റ് അവസാനിക്കുകയായി. ഇനി 4ാമത്തെ സെഗ്മെന്റിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറയുന്നതിന് ഒരു വലിയ പങ്കുണ്ട്. പേഷ്യൻസ് കിഡ്നി ഡിസീസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ അവർ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കി വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. നന്ദി, നമസ്കാരം.